പ്രൈസ് ലോർഡ്. വിമൺ ഫോർ ജീസസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെക്ഷനിലേക്ക് എല്ലാവരും പ്രാവശ്യമോടെ വെൽക്കം ചെയ്യാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം നമ്മൾ ഒന്നിച്ച് കേൾക്കാൻ പോവുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. കർത്താവിന് സ്തോത്രം ചേർത്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങളുടെ നടുവിലേക്ക് പ്രിയ നിൻ്റെ ദാസിയെ നീ കൂട്ടിക്കൊണ്ടുവന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ആത്മീക ബലത്തിന് കാരണമായി തീരുവാൻ പോകുന്നതിൻ്റെ സ്തോത്രം. മുറ്റുമായി സമർപ്പിക്കുന്ന പാവൻ കാര്യങ്ങളെ ചെയ്യണം. ഞങ്ങളുടെ സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാ മേഖലയെയും യേശുവിൻ്റെ രക്തം കൊണ്ട് വചനം കൊണ്ട് മുദ്ര വെക്കുന്നു. ഈ സാക്ഷ്യം അനേകർക്ക് അനുഗ്രഹമായി തീരണം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ജയവും വിടുതലും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ നിൻ്റെ മക്കളെ സ്പർശിച്ചാട്ട് അങ്ങനെ നീ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഇന്ന് നമ്മളോടൊപ്പം തന്നെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നത് പ്രിയ ആൻറ്റി മല്ലിക റഹീമാണ്. പ്രിയ ആൻറ്റി നമ്മൾ സ്നേഹത്തോടെ നമ്മുടെ ലൈവിലേക്ക് വെൽക്കം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് ആൻറ്റി. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. സുഖമായിട്ടിരിക്കുന്നേ? ദൈവകൃപയാൽ സുഖമായിരിക്കുന്നു. ഓക്കെ. നമുക്കത് നമ്മുടെ ഒരു പഴയ പ്രേക്ഷകയ, വർഷങ്ങളായിട്ട് ആൻറ്റിയുടെ കമൻറ്റുകൾ നമ്മുടെ വീഡിയോയുടെ താഴെയൊക്കെ കാണാറുണ്ട്. മല്ലിക റഹീം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കും അല്ലേ, വ്യത്യസ്തതയുള്ളൊരു പേര്. അപ്പം ആൻറ്റി എനിക്ക് പേഴ്സണലി നമ്മുടെ പ്രെയർ ലൈൻ നമ്പറിൽ പണ്ട് മുതലേ മെസ്സേജ് ഇടും. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ആൻറ്റിയുടെ സാക്ഷ്യം ഒന്ന് കേൾക്കണം. അപ്പോൾ അന്നേരമൊക്കെ ആൻറ്റി പറഞ്ഞു പിന്നീടാകട്ടെ. ഈ ദിവസങ്ങളൊക്കെ ശരീരത്തിനും വലിയ ഒരു ഒരു സുഖം ഇല്ലാത്ത ഒരു അവസ്ഥയിലൂടെയൊക്കെ പോവുകയായിരുന്നു. സൗഖ്യമായോ? കർത്താവ് വിടുവിച്ചു അല്ലയോ? ശാരീരികമായ പ്രശ്നങ്ങൾ ഇപ്പോഴുണ്ട്. കാലിനാണ് പ്രശ്നം, വേറെ ഒരു പ്രശ്നവുമില്ല. ശരി. അപ്പം ആൻറ്റിയുടെ അടുത്ത് നെറ്റ്വർക്ക് മോശമായതുകൊണ്ട് ഞങ്ങൾ ഇനി ഒത്തിരി ചോദ്യം പറച്ചിലൊന്നും ഇല്ല. ആൻറ്റിയെ നിന്ന് കേൾക്കാൻ പോവുക. ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം. എവിടെ നിന്നാണ് ജോയിൻ ചെയ്തത്, അതുപോലെ കുടുംബത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം, ജനിച്ചു വളർന്ന സ്ഥലം എന്നൊക്കെ പറയാം. അതൊക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ജീവിതാനുഭവങ്ങളെല്ലാം പറയാം. ശരി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇന്ന് വൽക്കാലം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ ചാനലിലേക്ക് എന്നെ ക്ഷണിച്ച പിന്നെ പാസ്റ്ററും സാൻഡിസിനും എന്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവരോട് ചേർന്ന് ഈ ചാനലിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും നന്ദി സ്നേഹം അറിയിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ഞാൻ വളരെ ഒരു മഹാഭാഗ്യമായി കരുതുകയാണ് ഈ ചാനലിൽ എന്നെ ക്ഷണിച്ചത്. സ്തോത്രം. ഞാൻ ആദ്യമായാണ് ഇങ്ങനെ ഒരു ചാനലിൽ എന്റെ അനുഭവസാക്ഷ്യം പറയുന്നത്. ചർച്ചിൽ പറഞ്ഞിട്ടുണ്ട്, വാട്സപ്പ് കൂട്ടായ്മകളിലൊക്കെ ഇഷ്ടംപോലെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ദൈവത്തിന് സ്തോത്രം ഇങ്ങനെ ഒരു ചാനൽ, അതും ലോകം മുഴുവൻ നമ്മുടെ ദൈവമക്കള് കാണുന്ന ഒരു ചാനലാണ്. ദൈവത്തിന് സ്തോത്രം. ഇതൊരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എന്റെ ദൈവം എന്നോട് പറഞ്ഞു, എഴുന്നേറ്റ് പ്രകാശിക്കാൻ, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു എന്ന് എന്നോട് സംസാരിക്കാനിടയായി. എന്നാലും ഞാൻ എപ്പോഴും ദൈവത്തോട് പറയും, എന്റെ കാലിന് വയ്യല്ലോ, ഞാൻ എങ്ങനെ എഴുന്നേറ്റ് പ്രകാശിക്കും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഈ അവസരം ദേവദാസൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പിന്നെയും പറഞ്ഞു, എന്റെ അസുഖം മാറട്ടെ. സ്തോത്രം. പിന്നെയും എന്നാൽ അപ്പൊ എന്റെ മനസ്സിൽ ദൈവം ഇടപെട്ടു. ദൈവം പറഞ്ഞല്ലോ എഴുന്നേറ്റ് പ്രകാശിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ പ്രകാശം ഇപ്പോൾ ഇത് സമയമായിരിക്കുന്നു എന്ന് പറയാനിടയായി. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞങ്ങളെ കടന്നു പോകുന്ന ചർച്ചിലും ദൈവത്തിന് സ്തോത്രം അതിന് പ്രസംഗിക്കാനിടയായി. ആ സാഹചര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു സമയമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ എന്നെ ഈ ഇതിലേക്ക് ക്ഷണിച്ച ദേവദാസനും കുടുംബത്തിനും എന്റെ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവം ധാരാളമായി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ, അവരെ തലമുറകളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. എന്റെ അനുഭവസാക്ഷ്യം പറയുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിന്റെ ദേശത്തിനടുത്ത ഒരു കൊച്ചു ഗ്രാമമായ കൂളിമട്ടം എന്നൊരു സ്ഥലമാണ്. ആ കൂളിമട്ടത്താണ് എന്റെ സ്വന്തം വീട്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾക്ക് പാരമ്പര്യം പറയാനായി ഒന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മളെ വ്യർത്ഥമായ പാരമ്പര്യത്തിൽ ദൈവം വിടിവിച്ചല്ലോ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ജീവനോടെ ഇന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ മരിക്കയില്ല, നിശ്ചയം. അങ്ങനത്തെ ഒരു സാഹചര്യം എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ വഴിയെ പറയുന്നതായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ ആ കൊച്ചു ഗ്രാമത്തിൽ ജനിച്ചു വളർത്തപ്പെടുവാനിടയായി. ഞങ്ങൾ കടലോര ഗ്രാമമാണ് ഞങ്ങളുടെ ഗ്രാമം. മത്സ്യത്തൊഴിലാളി കുടുംബമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്റെ പിതാവിന് ഞങ്ങൾ 7 മക്കളുണ്ടായിരുന്നു. അതുപോലെ ഞങ്ങളെ കുടുംബത്തില് എന്റെ പിതാവിന്റെ ഒരു ജ്യേഷ്ഠനും ഭാര്യയും അവരുടെ 2 മക്കള്, ചേച്ചിമാർ 2 പേരും, അവരും ഞങ്ങളോടൊപ്പം
ഇന്ന് വരെയുമായ ഒരു കുടുംബമായി തന്നെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒത്തരമുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങളെ പാരമ്പര്യം അനുസരിച്ച് അവിടെ കുറെ ഒരു 16-18 സെന്റ് സ്ഥലത്ത് കുറച്ച് ദേവന്മാരെ വെച്ച് പൂജിച്ചിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ ദിവസേന അടിച്ചു തെളിച്ചു തിരിവെക്കുന്ന ഒരു ക്ഷേത്രമായിരുന്നു. ഒരു ക്ഷേത്രമല്ല, അനേകം മുല്ലത്തറ, കൂടാരം, അങ്ങനെയുള്ള ക്ഷേത്രങ്ങളായിരുന്നു. ആല്, അങ്ങനെയുള്ള ക്ഷേത്രങ്ങളായിരുന്നു. അത് ഞങ്ങളെ വീടിനോട് തൊട്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവിടെ ഒരു ചെറിയ ക്ലാസ് വരെയൊക്കെ അവിടെ ഞങ്ങളെ അച്ഛന്റെ അമ്മ മരിച്ചപ്പോൾ എന്റെ വലിയച്ഛന്റെ ഭാര്യ അവര് അവിടെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ അവരോടുകൂടെ പോയി അതൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഈ രണ്ടുപേരും മരിച്ചു പോയപ്പോൾ പിന്നെ ഞാനാണ് അതെല്ലാം ചെയ്യാൻ ഉള്ളത്. ഞാൻ ഒരു 5ാം ക്ലാസ് വരെയൊക്കെ അത് പോയി ചെയ്യുമായിരുന്നു. ഇതിന് സ്തോത്രം. അപ്പോൾ എന്റെ ഹൃദയത്തിൽ ഈ അടിച്ചു തെളിക്കുകയും തിരിവെക്കുകയും എണ്ണ ഒഴിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്റെ ഹൃദയത്തിൽ ദൈവം സംസാരിക്കാറുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇതല്ല ദൈവം, ഇതൊന്നുമല്ല. ഇത് കല്ലാണ്, വെറും കല്ലാണ്. ഇതല്ല ദൈവം. നീ ആകാശത്തിലോട്ട് നോക്കിയേ, ഈ നക്ഷത്രങ്ങളെ ഉണ്ടാക്കിയ ആ ദൈവമാണ് ദൈവം. ഭൂമിയിലോട്ട് നോക്കിയേ, ഈ സസ്യലതാദികൾ, വൃക്ഷലതാദികളെ എല്ലാം ഉണ്ടാക്കിയ ആ ദൈവമാണ് ദൈവം. എപ്പോഴും എന്റെ ഹൃദയത്തിൽ പറയുമായിരുന്നു. അന്ന് മുതൽ ആ ഹൃദയത്തിൽ ആ വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആ ഹൃദയത്തിൽ ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്, അതാണ് യഥാർത്ഥ ദൈവം എന്നെന്റെ മനസ്സിൽ വന്നു. സ്തോത്രം. അന്ന് മുതൽ എന്റെ ഹൃദയത്തിൽ നിന്ന് എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും അന്ധവിശ്വാസങ്ങളും എല്ലാം മാറിപ്പോയി. ദൈവത്തിന് സ്തോത്രം. കൊച്ചു പ്രായത്തിലെ തുടങ്ങി എനിക്ക് യാതൊരു അന്ധവിശ്വാസങ്ങളും ഉണ്ടായിരുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. പഴഞ്ചൊല്ലുകൾ അതെല്ലാം ജീവിതത്തിൽ എനിക്ക് അതൊന്നും പ്രവർത്തിക്കുന്നത് കാണാൻ ഇടയാക്കിയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞങ്ങളെ കുടുംബത്തിൽ ഞങ്ങളെ 7 മക്കളിൽ മൂത്ത മകളാണ് ഞാൻ. സ്തോത്രം. ചേച്ചിമാർ 2 പേരുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഏകദേശം ഒരു 2 ഏക്കറോളം തെങ്ങിൻതോപ്പ് ഉണ്ടായിരുന്നു. നല്ല നാളികേരം കിട്ടുന്ന ആ കടലോര പ്രദേശത്ത് എത്ര ഒരു ഭംഗിയായ തോട്ടമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവിടുന്ന് നാളികേരം എല്ലാ മാസവും നാളികേരം കിട്ടിയാൽ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള നാളികേരം ഇഷ്ടംപോലെ കിട്ടുമായിരുന്നു. ഒന്നും ഞങ്ങൾക്ക് കുറവില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ എന്റെ പിതാവിനെ ഞാൻ അപ്പ എന്നാണ് വിളിച്ചിരുന്നത്. ഞങ്ങള് അപ്പന് വഞ്ചി, വല, വള്ളം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ നാളികേരം വെട്ടി പൈസ എല്ലാം കിട്ടുമെങ്കിലും ഞങ്ങളെ കാര്യങ്ങൾക്ക് എപ്പോഴും പൈസ ഉണ്ടാകുമായിരുന്നില്ല. കാരണം ഈ വിഗ്രഹങ്ങൾക്ക് ചെലവാക്കുവാൻ വളരെയധികം പൈസ ചെലവാക്കിക്കൊണ്ടിരുന്നു. എല്ലാ ദിവസവും അവിടെ കാര്യങ്ങൾ ചെയ്യണം, മാസത്തില് പൂജ കഴിക്കണം, കൊല്ലത്തില് ഉത്സവം കഴിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പൈസ പോയിക്കൊണ്ടിരുന്നു. ഞങ്ങളുടെ കാര്യങ്ങൾ വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് തോന്നാറില്ല. കുടുംബം വളരെ നല്ല നിലയിൽ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ പുറത്തു പോകുമ്പോഴും അങ്ങനെ തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. വലിയ ഉള്ള വീട്ടിലെ കുട്ടികൾ പോകുന്ന പോലെയാണ് ഞങ്ങൾ പോകുന്നത്. എന്നാൽ വീട്ടിൽ പലപ്പോഴും പട്ടിണിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കൊച്ചുകുട്ടികൾ പോലും പട്ടിണി എടുക്കുന്ന അവസ്ഥയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ എങ്കിലും അത് പുറത്ത് ആരും അറിയുന്നില്ല. 2 ദിവസം 3 ദിവസം എല്ലാം പട്ടിണി കിടന്നാൽ അതൊന്നും ആരും അറിയാറില്ല. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളെല്ലാം നല്ല ആരോഗ്യത്തോടെ ബലത്തോടെ ആയിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്റെ പിതാവാണെങ്കിൽ വളരെ നല്ല ഒരു മനുഷ്യനായിരുന്നു. നല്ല മനസ്സാക്ഷിയുള്ള, എല്ലാവരോടും സ്നേഹമുള്ള, ജാതിമതങ്ങൾ നോക്കാത്ത, ഹല്ലേലൂയ, എല്ലാവരെയും സഹായിക്കുന്ന ഒരാളായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എല്ലാ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങൾ മാത്രമല്ല, ചേച്ചിമാരുടെ വലിയച്ഛന്റെ മക്കളുടെ കാര്യങ്ങള് അതെല്ലാം എന്റെ പിതാവാണ് ചെയ്തുകൊണ്ടിരുന്നത്. സ്തോത്രം. ഇന്നും അവര് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഒന്നിച്ചാണ് വരുന്നതും പോകുന്നതും എല്ലാം ഒരു വീട്ടിലാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അവരെയും കൂടെ നോക്കിയാണ് എന്റെ പിതാവ് ജീവിച്ചത്. ഹല്ലേലൂയ. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഞങ്ങൾ വളരെ സമ്പൽ സമൃദ്ധമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അകത്തുള്ള കാര്യങ്ങൾ ഞങ്ങൾ മക്കൾക്കും ഞങ്ങളെ വീട്ടിലുള്ളവർക്കും മാത്രമേ അറിയുള്ളൂ. ഭക്ഷണം ഉണ്ടാക്കിയാലും എല്ലാവർക്കും തികയാറില്ല. ആരെങ്കിലും ഒക്കെ വരും, അവർക്കൊക്കെ കൊടുക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ അമ്മമാര് 2 പേരും, വലിയച്ഛന്റെ ഭാര്യ, എന്റെ അമ്മയും. എപ്പോഴും പഹകൾ, എപ്പോഴും നാളികേരം ചിരയിട്ട് കഞ്ഞിവെള്ളം കുടിക്കുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാലും വരുന്നവർക്കെല്ലാം സുഭിക്ഷമായി കൊടുക്കുന്ന ഒരാളാണ് എന്റെ പിതാവ്. അങ്ങനെയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള അവസ്ഥയിൽ ഞങ്ങൾ വളർന്നു വന്നു. ചെറുപ്പത്തിലെ എനിക്കാണെങ്കിൽ നല്ലൊരു മനസ്സ്, ആരെയും സഹായിക്കണമെന്നൊരു മനസ്സായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള മനസ്സോടെ വളർന്നു വന്നു. അപ്പൊ ഞാൻ വല്ലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, എന്തിനാ എനിക്ക് ഇങ്ങനത്തെ മനസ്സ് തന്നത്? നമ്മൾക്ക് സഹായിച്ചാലും ചിലപ്പോൾ അത് പ്രശ്നങ്ങളിലോട്ട് വരും. അങ്ങനെ വളർന്നു. ഞാൻ സ്കൂൾ പഠിക്കാനൊക്കെ വളരെ മിടുക്കിയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ.
അങ്ങനെ ആ നാടുകളിൽ ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളി കുടുംബം, ഞങ്ങൾ അരയന്മാരെന്നാ പറയാ, അരയന്മാരാണ് ആ ഭാഗത്ത് അരയന്മാരെന്നാ പറയാ, ഹിന്ദുക്കളാണ്. അപ്പൊ അങ്ങനെയുള്ള കുടുംബങ്ങളിൽ നിന്ന് വളരെ കുറച്ച് അധികം പൈസ ഉള്ള വീട്ടിലെ മക്കൾ മാത്രമാണ് വിദ്യാഭ്യാസത്തിലെല്ലാം കടന്നു പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. പഠിക്കാനൊക്കെ പോകുന്നത്. നമ്മളെ പോലുള്ള വീടുകളിൽ നിന്ന് അധികം ആൾക്കാരൊന്നും പോകാറില്ല. എങ്കിലും ഞങ്ങളുടെ പിതാവ് ഞങ്ങളെ പഠിക്കാൻ പറഞ്ഞയച്ചു. ദൈവത്തിന് സ്തോത്രം. ഞാൻ 10ാം ക്ലാസ്സിൽ നല്ല ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സാവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ദൈവം ഒരു പ്രത്യേക ബുദ്ധി ജ്ഞാനവും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പഠിക്കുന്നത്, ക്ലാസ്സിൽ കേൾക്കുന്നത് അപ്പോൾ തന്നെ അത് ഓർമ്മയിലിരിക്കുന്ന ഒരു സ്വഭാവം അങ്ങനെയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അല്ലാതെ പഠിക്കാൻ ബുക്കുകളോ ടെക്സ്റ്റ് ബുക്കുകളോ ഒന്നും മേടിച്ചു തരാറില്ല. എങ്കിലും ക്ലാസ്സിൽ കേൾക്കുന്നത് ഓർത്തു വെക്കുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പിന്നെ 8, 9, 10 ക്ലാസ്സുകളായപ്പോൾ പിന്നെ ബുക്കുകളൊക്കെ വാങ്ങാൻ തുടങ്ങി. 10ാം ക്ലാസ് ആയപ്പോ ഇത്തിരി സീരിയസ് ആയി. സാറന്മാരെല്ലാം പറയും നല്ലതായിട്ട് പഠിക്കുന്ന കുട്ടികളാണ്, 10 കഴിഞ്ഞാൽ നല്ലതായിട്ട് പഠിക്കണം, അങ്ങനെയൊക്കെ പറയും. എല്ലാവരുടെ അനുഗ്രഹം നമ്മളോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞു. ഞാൻ അടുത്ത ഒരു കോളേജ് ഉണ്ട്, MES സ്വാമി കോളേജ്. അധികം കുറച്ച് നടന്നു പോകണം. ഞങ്ങൾ ബസ്സിന് പോകും, നടന്നു പോകും. അങ്ങനെ ഞങ്ങൾ അവിടെ എന്നെ അപ്പൻ അവിടെ കൊണ്ട് ചേർത്താനിടയായി. അങ്ങനെ പഠിപ്പ് തുടർന്നു പോയി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നു. അപ്പൊ എന്റെ മൂത്ത ചേച്ചിയുടെ കല്യാണം കഴിയാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചെറുതായിരിക്കുമ്പോഴാണ് ചേച്ചിയെ കല്യാണം കഴിയുന്നത്. അപ്പൊ അപ്പൻ ഒരു 1/2 ഏക്കർ സ്ഥലം വെച്ചിട്ടാണ് ചേച്ചിയെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് ഞാൻ ഒരു 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴത്തേന് 2ാമത്തെ ചേച്ചിയുടെ കല്യാണം കഴിയാനിടയായി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അവരൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തു. പിന്നെ ഞാനവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ വീട്ടിലൊക്കെ കാര്യങ്ങളെല്ലാം അപ്പം ഭംഗിയായി ചെയ്യുമായിരുന്നു. ഹല്ലേലൂയ. അപ്പോഴത്തേക്കും അവരുടെ അമ്മ മരിച്ചുപോയി. പിന്നെ അവരുടെ പിതാവ് ഒരു വയ്യാത്ത ആളായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ കാര്യങ്ങളെല്ലാം എന്റെ പിതാവ് നല്ല ഭംഗിയായി ചെയ്തുകൊണ്ടിരുന്നു. അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കും. എന്നാൽ ഞങ്ങൾ കുഞ്ഞു കുട്ടികൾ, ഞാൻ മൂത്തതല്ലേ, ബാക്കി എല്ലാവരും ചെറുപ്പമാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ ശ്രദ്ധിക്കാറില്ല. ദൈവത്തിന് സ്തോത്രം. അതെങ്ങനെയെങ്കിലൊക്കെ നടക്കും. അങ്ങനെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വളർന്നു. ഞാൻ പ്രീ-ഡിഗ്രി കഴിഞ്ഞു. സ്തോത്രം. ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ എന്റെ പിതാവിന് മാത്രമാണ് ആദ്യമായിട്ട് ഒരു ആൺകുട്ടി ജനിക്കുന്നത്. ഞങ്ങളെ മൂത്ത വലിയച്ഛന് 5 പെൺമക്കളായിരുന്നു. അവര് വേറെ വീട്ടിലാണ് താമസിക്കുന്നത്. 2ാമത്തെ വലിയച്ഛന് ഈ 2 പെൺമക്കള്. അപ്പൊ ആൺകുട്ടികളില്ലാത്ത ഒരു കുടുംബമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ എന്റെ അമ്മ പ്രസവിച്ചപ്പോൾ ആദ്യത്തെ പെണ്ണായി, അത് മരിച്ചുപോയി. 2ാമത്തെ ഞാൻ. അങ്ങനെ പിന്നെ 3ാമതാണ് ഒരു ആൺകുട്ടിയെ പ്രസവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അവന് കുറെ നേർച്ചകൾ നേർന്നാണ്. എവിടെയാ നേർച്ച നേരാൻ പോകുന്നതെന്ന് അറിയോ? ഈ പാമ്പ് മേക്കാട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെയാണ് നേർച്ച നേർന്നത്. അങ്ങനെയാണ് അവനുണ്ടായെന്നാ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞങ്ങളെ കുടുംബം ഇങ്ങനെ സന്തോഷത്തോടെ പോവുകയാണ്. അവനെല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് വളർത്തിയത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞാൻ പഠിച്ചു. പ്രീ-ഡിഗ്രി കഴിഞ്ഞു. പ്രീ-ഡിഗ്രി കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസം ഞങ്ങൾ വീട്ടിലിരിക്കുന്ന ദിവസങ്ങളില് ഞാൻ കൊടുങ്ങല്ലൂരിന്റെ ദേശത്ത് ഒരു സ്ഥാപനത്തില് ടൈപ്പ് ഷോട്ടിന് പഠിക്കാൻ പോകാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ പോകാനിടയായി. ദൈവത്തിന് സ്തോത്രം. പോകാനിടയായപ്പോൾ ഹല്ലേലൂയ കുറച്ചുനാൾ അങ്ങനെ പോയി പഠിക്കാം എന്ന് ഉദ്ദേശിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ ജീവിതത്തിലെ വലിയ ഒരു സ്തോത്രം ഒരു പ്രശ്നം ഉണ്ടാകുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. പ്രശ്നം എന്ന് വെച്ചാൽ ജീവിതത്തിലെ ഏറ്റവും നല്ലതായിരിക്കേണ്ട കാര്യമാണ് അവിടെ സംഭവിക്കുന്നത്. എന്നാല് ഞാൻ ഈ മന്ത്രവാദത്തിനൊന്നും പണ്ട് വിശ്വസിക്കുന്നില്ല. അതൊക്കെയും നമ്മൾ വിശ്വസിക്കുന്നത് ഇപ്പൊ കർത്താവിൽ വന്നു ബൈബിള് വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കുന്നത്. ആദ്യം അതൊന്നും വിശ്വസിക്കുന്നില്ലായിരുന്നു. അതൊക്കെ വെറുതെ പറയുന്നതാ എന്ന് പറയും. പക്ഷെ വീട്ടിൽ എപ്പോഴും കാര്യങ്ങൾ ഞങ്ങളെ വീട്ടിലേക്ക് ഓരോ ചെയ്ത് വെച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെ മുറ്റത്ത് എന്റെ അപ്പൻ ഇറങ്ങുമ്പോ തന്നെ കാല് താഴ്ത്തു പോയപ്പോ നോക്കിയപ്പോഴും ഒരു പാത്രത്തിൽ ഇങ്ങനെ കോഴിയുടെ തല, പൂവ് അതൊക്കെ വെച്ചിരിക്കുന്നു. അത് കുഴിച്ച് എടുത്തപ്പോൾ അപ്പൻ തന്നെ വയ്യാണ്ട് കിടപ്പായി പോയി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നമ്മൾ അതിൽ വിശ്വസിക്കുന്നില്ലായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങള് നമ്മൾക്കെതിരായിട്ട് വളരെയധികം ശത്രു പോരാടിക്കൊണ്ടിരുന്നു. അല്ലെങ്കിൽ ഞങ്ങളുടെ അപ്പനാണെങ്കിൽ വളരെ പാവാണ്. നമ്മളോട് അവർ ചെയ്തോട്ടെ, നമ്മൾ അവർക്കൊന്നും ചെയ്യണ്ട എന്ന് പറയത്തുള്ളൂ. സ്തോത്രം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടെ കടന്നുപോയി ജീവിതത്തിൽ എന്നെ തകർക്കാനാണ് കൂടുതലും ഈ പദ്ധതികൾ ഒരുക്കിക്കൊണ്ടിരുന്നത്. കാരണം ഞാൻ ജീവിതത്തിൽ നമ്മളെ വീട്ടിൽ വളർന്നു വരുന്ന നല്ല ഒരു ഇതായി തീരും, നല്ല പഠിച്ച് നല്ല മിടുക്കിയായി നല്ല ജോലി വാങ്ങി കുടുംബത്തിന് നല്ല ഒരു ഐശ്വര്യം ഉണ്ടാകും എന്നുള്ളതായിരുന്നു അവരുടെ ഈ എതിരായി പ്രവർത്തിക്കുന്നവരുടെ ചിന്ത. അങ്ങനെയായിരുന്നു. സ്വന്തക്കാർ തന്നെയാണ് അവർ ആരാണെന്ന് പറയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അത് വളരെയധികം ഇത് മന്ത്രവാദങ്ങളും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു അന്ന്. എന്നാൽ അന്നത്തെ കാലത്ത് നമ്മൾ ഇതൊന്നും വിശ്വസിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം.
അങ്ങനെ അതിന്റെ ഫലമായിട്ടാണ് എന്നാണ് പറയുന്നത്. ഞാൻ ഒരിക്കലും എനിക്ക് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ വിവാഹാലോചനകൾ വന്നു. അപ്പൊ എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞു. എന്റെ പിതാവും പറഞ്ഞു അവൾ പഠിക്കട്ടെ എന്ന് പറഞ്ഞു. എല്ലാവർക്കും പഠിക്കാനുള്ള താല്പര്യം. പക്ഷെ വിവാഹങ്ങൾ കുറെ വന്നു. അപ്പോഴൊന്നും വേണ്ടാന്നാണ് ഞങ്ങൾ പറഞ്ഞു. എന്നാൽ ഈ പ്രീഡി കഴിഞ്ഞ് ഈ പഠിക്കാൻ 2 മാസം മാത്രം പോയ സമയത്ത് വലിയൊരു പ്രശ്നം ആ കൊടുങ്ങല്ലൂരിന്റെ ദേശത്ത് വെച്ചുണ്ടാകുന്നു. ഒരിക്കലും മനസ്സിൽ ചിന്തിക്കാത്ത ഒരു പ്രശ്നം വരിക. ഞാൻ ഒരിക്കലും കാണാത്ത ഒരാള്. ഞാനും എന്റെ കൂട്ടുകാരികളും ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഞങ്ങളെ ബസ് ലാസ്റ്റ് ബസ്സിലാണ് ഞങ്ങൾ വരുന്നത്. ആ സമയത്ത് ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുമ്പോൾ എന്റെ കൂട്ടുകാരികള് ബസ് കയറി പോയി. എനിക്കുള്ള ബസ് വന്നിട്ടില്ലായിരുന്നു. ആ നിൽക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ വന്നിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. എന്നെ ബസ്സിൽ കയറാൻ സമ്മതിച്ചില്ല. അങ്ങനെ വളരെ പ്രശ്നം ഉണ്ടാക്കി. ഞാനാണെങ്കിൽ വളരെ ഭയപ്പെട്ടു പോയി. എന്ത് ചെയ്യും, എന്നെ കേട്ടുന്നില്ല. അങ്ങനെ ആ പ്രശ്നത്തില് അന്ന് 77-ലാണ് 77 അടിയന്തരാവസ്ഥ കാലമാണ്. നമ്മൾക്കാണെങ്കിൽ പോലീസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. നമ്മൾ ഇതൊന്നും കണ്ടിട്ടും കേട്ടിട്ടൊന്നും ഇല്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ എന്റെ ജീവിതത്തില് വളരെ പ്രശ്നം ആ സമയത്ത് ഉണ്ടാവാനിടയിൽ. അങ്ങനെ ഈ ബസ്സിൽ എന്നെ കേട്ടാത്തത് മൂലം ബസ്സുകാർ കുറെ നേരം അവിടെ നിർത്തി. ആ ബസ്സിനാണെങ്കിൽ ഒരു ഡോറുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ബസ് ഞങ്ങളവിടേക്ക് വരുന്ന ബസ്സാണ്. ഞങ്ങളെ വീടിന്റെ അവിടോട്ട് കൊടുങ്ങല്ലൂരിൽ നിന്ന് ഞങ്ങളെ ഗ്രാമത്തിലോട്ട് വരുന്ന ബസ്സാണ്. ദൈവത്തിന് സ്തോത്രം. ആ ബസ് ഡ്രൈവർക്കാണെങ്കിൽ ഞങ്ങളെല്ലാം അറിയാം. ആ ഡ്രൈവർ ഈ മനുഷ്യനോട് പറഞ്ഞു, നീ ആ പെണ്ണിനെ കയറ്റി വിട്, നീ കയറ്റുമെന്ന് പറഞ്ഞിട്ട് കയറ്റില്ല. അത് വലിയ പ്രശ്നം. അവരൊരു അരമണിക്കൂർ നേരം അവർ പരിശ്രമിച്ച് എന്നെ ബസ്സിൽ കയറ്റാൻ. പക്ഷെ ഈ മനുഷ്യൻ എന്നെ ബസ്സിൽ കയറ്റിയില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞപ്പോ ബസ്സുകാർ വിട്ടുപോയി. ആ ബസ്സിലെ ഡ്രൈവർ ഞങ്ങളെ അറിയുന്ന, എന്റെ വീട്ടുകാരൊക്കെ അറിയുന്ന ആളാണ്. അയാൾ കുറെ പറഞ്ഞു ഈ മനുഷ്യനോട്, എടാ അവളെ കയറ്റു, അത് വലിയ പ്രശ്നമായി മാറും എന്ന് പറഞ്ഞു. പക്ഷെ ഈ മനുഷ്യൻ കുടിച്ചു പറ്റായിട്ടായിരിക്കും. അന്ന് നമുക്ക് കുടിക്കുന്നവരെ ഒന്നും അറിയത്തില്ല. കാരണം എന്റെ വീട്ടിലാണെങ്കിൽ ഞങ്ങളെ പിതാക്കന്മാരാരും മദ്യപിക്കുന്നവരായിരുന്നില്ല. അതുകൊണ്ട് അതിന്റെ മണം പോലും ഞങ്ങൾക്ക് അറിയത്തില്ല എന്താണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഈ മനുഷ്യൻ അങ്ങനെ കുറെ സമയം അങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ട് ബസ്സുകാർ വിട്ടു പോകാനിടയായി. എന്റെ ലാസ്റ്റ് ബസ് പോയി. അപ്പൊ അവിടെ കൂടി വന്ന ആൾക്കാര് പോലീസിനെ വിളിക്കാനിടയായി. പോലീസ് വന്നു. ഞങ്ങളെ ആയ പോലീസ് സ്റ്റേഷൻ അടുത്ത് തന്നെയാണ് പോലീസ് സ്റ്റേഷൻ കൊടുങ്ങല്ലൂർ. അവിടേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ഈ മനുഷ്യനെ അറിയുന്ന പോലീസുകാരും അവരുടെ കൂട്ടുകാരും ഒക്കെയാണ് അവിടെ ഉള്ളത്. അപ്പൊ എന്നോടായ SI വന്ന് ചോദിക്കാം. എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാ. SI ചോദിക്കാം, എന്തിനാ നിങ്ങള് റോഡിലും ഇവിടെ അവിടേക്ക് നിന്ന് പ്രേമിക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കല്യാണം കഴിച്ചൂടെ എന്ന് ചോദിക്കാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഞാനൊന്നും പറഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആകെ സമയമെല്ലാം പോയി. വീട്ടിൽ ഞാൻ എത്തേണ്ട സമയമെല്ലാം കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പിന്നെ അവര് എഴുതി എല്ലാം പേപ്പറുകളൊക്കെ എഴുതി ശരിയാക്കിയിട്ട് 2 പോലീസുകാരോട് പറഞ്ഞു എന്നെ എന്റെ വീട്ടിൽ കൊണ്ടുവിടാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞു, നാളെ രാവിലെ വന്ന് നിങ്ങൾ ഈ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ട് രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾ കല്യാണം രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ദൈവത്തിന് സ്തോത്രം. അങ്ങനെ എന്നെ ആ രാത്രിയിൽ തന്നെ ഈ മനുഷ്യന്റെ കാറിലാണ് എന്നെ കൊണ്ടുപോയത് വീട്ടിലേക്ക്. അങ്ങനെ വീട്ടിൽ പോയി. ഞങ്ങളെ വീടിന്റെ അടുത്ത് വേറെ വീടുകളിൽ പെട്ടെന്ന് കാണാൻ പറ്റത്തില്ല. അടുത്താണെങ്കിൽ 2 ഏക്കർ സ്ഥലം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു വീട്. അപ്പുറത്തും അതെ ഇപ്പുറത്തും അതെ, അടുത്ത അയലക്കങ്ങളില്ല. അങ്ങനത്തെ സ്ഥലത്ത് ഞാൻ എന്നെ കൊണ്ടുപോയി. എന്നെ കാണാതെ അവരവിടെ തിരക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഈ കാറിൽ നിന്നു കുറച്ച് നടന്നു വേണം വീട്ടിലേക്ക് പോകാനായിട്ട്. അങ്ങനെ ഇറങ്ങി അവിടെ ചെന്നപ്പോ കാര്യങ്ങളൊക്കെ ഈ പോലീസുകാർ ചെന്ന് എന്റെ പിതാവിനോട് പറയാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ നിങ്ങളുടെ മോള് ഇങ്ങനെ ഈ ചെറുക്കനെ പ്രേമിക്കുന്നു. ഞാനാണെങ്കിൽ ഈ മനുഷ്യനെ ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെ പോലീസുകാർ അപ്പനോട് അങ്ങനെ പറഞ്ഞു. എന്നിട്ട് അടുത്ത വീടുകളിൽ ദൂരെയാണ്. ആ വീടുകളിൽ പോയി സാക്ഷികളെ വിളിച്ചു തന്നു. 2 വീട്ടിൽ പോയിട്ട് സാക്ഷികളെ വിളിച്ചു തന്ന് അവരെ കൊണ്ട് സാക്ഷി ഒപ്പിച്ചു. ഈ കുട്ടീനെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിയിട്ടുണ്ട്, നാളെ കൊണ്ടുവന്ന് അവിടെ ഹാജരാക്കുന്നു പറഞ്ഞിട്ട്. അങ്ങനെ പറഞ്ഞിട്ട് പോയി. അങ്ങനെ വീട്ടിൽ അവർ പോയി കഴിഞ്ഞപ്പോ വളരെ പ്രശ്നങ്ങൾ അപ്പനും ഉണ്ടാക്കി. പ്രശ്നങ്ങൾ ആയി. അങ്ങനെ അപ്പൊ അവിടെ ഉള്ളവരെല്ലാം പറഞ്ഞ് സമാധാനിപ്പിച്ചു. പിന്നെ വളരെ പ്രശ്നങ്ങൾ. രാത്രി നമ്മൾക്ക് വളരെ ബുദ്ധിമുട്ടി ഉറങ്ങാം. ഞാൻ പറയുന്നത് എന്നോട് ആരും ഒന്നും ചോദിക്കുന്നില്ല, ഒന്നും പറയുന്നില്ല. പിന്നെ അങ്ങനെയുള്ള ഒരു ഇതായി. നേരം വെളുത്തു. എന്റെ മാമ വന്നു, എന്റെ അമ്മയുടെ മാമ വന്നിട്ട് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. എവിടേക്ക്? ഈ പോലീസ് സ്റ്റേഷനിലേക്കല്ല, രജിസ്റ്റർ ഓഫീസിലാണ് കൊണ്ടുപോയി. രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് രജിസ്റ്റർ നടക്കാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഇതൊരു വിവാഹം അങ്ങനെ നടക്കാനിടയായി. ദൈവത്തിന് സ്തോത്രം. കാരണം ആ കൊടുങ്ങല്ലൂർ ദേശത്ത് വലിയ പ്രശ്നം. നമ്മളെ പേരെല്ലാം മോശമായി. വീട്ടിൽ വന്നിട്ടും അയലക്കാരെയൊക്കെ വിളിച്ചവർക്ക്
അവര് ഇങ്ങനെ സാക്ഷിയൊക്കെ ഒപ്പുവെച്ചിടുന്നത് അതെല്ലാം നമുക്കൊരു ദോഷമായി മാറി. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ആ വിവാഹം തന്നെ നടക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ആളൊരു മുസ്ലിം ആളായിരുന്നു. അങ്ങനെ അവിടെ പോയി വിവാഹം നടക്കാനിടയെ ആ രജിസ്ട്രേഷൻ നടക്കുമ്പോൾ തന്നെ ആ രജിസ്ട്രാർ പറഞ്ഞു, ഈ ഈ കൊച്ചിന് പ്രായമായിട്ടില്ല, പോയിട്ട് അതിന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്തിട്ട് വന്നു. അങ്ങനെ വീണ്ടും എന്റെ മാമൻ പോയിട്ട് സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്തിട്ട് വന്നിട്ട് അപ്പൊ എനിക്ക് 18 വയസ്സായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ രജിസ്റ്റർ ചെയ്യാനിടയായി. ആ രജിസ്ട്രാർ വർഷത്തില് രജിസ്റ്റർ നടക്കാതിരിക്കാൻ ഈ മനുഷ്യൻ എന്നെ കല്യാണം കഴിക്കാതിരിക്കാനായിരുന്നു ശ്രമിച്ചത്. അത് പിന്നെയാണ് പറയാനിടയായി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആ വിവാഹം നടന്നു. ഞങ്ങള് എന്റെ ഭർത്താവിന്റെ വീട്ടിൽ പോയി. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ആ വീടൊക്കെ അടച്ചു കൂട്ടിയിട്ടിരിക്കായിരുന്നു. അത് തുറന്ന് അവിടെ താമസിക്കാനിടയായി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ നടന്നുപോയി. പക്ഷെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എനിക്കറിയില്ല ഈ മദ്യത്തിന്റെ മണം അതൊന്നും എനിക്കന്ന് ആദ്യം അറിയത്തില്ല. ഈ മനുഷ്യൻ എന്നും കുടിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. വളരെ വളരെ സമ്പത്തുള്ള ഒരു വീട്ടിലെ മനുഷ്യനായിരുന്നു. പക്ഷെ നല്ല സുന്ദരനായിരുന്നു. എല്ലാം നല്ലതാണ്. പക്ഷെ ഒരു ചോദ്യം ചോദിക്കട്ടെ? ആന്റിക്ക് അങ്ങനെ അറിയാത്ത ഒരാളിനെ പെട്ടെന്ന് വിവാഹം കഴിക്കേണ്ടി വന്നു. ആന്റിക്ക് അന്നേരം എതിർക്കാനൊന്നും പറ്റിയില്ലയോ? എനിക്ക് വേണ്ടാന്നോ അല്ലെങ്കിൽ അറിയാത്ത ആളാണെന്നോ ഒന്നും പറയാൻ പറ്റിയില്ലയോ? എതിർക്കാൻ പറ്റാത്ത കാര്യം എന്ന് വെച്ചാൽ വീട്ടിൽ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു. അയലക്കാരെ വിളിച്ചു, അവരെ സാക്ഷി വെപ്പിച്ചു. കൊടുങ്ങല്ലൂരിന്റെ ദേശത്ത് നമ്മൾ ക്ലാസ്സിൽ പോണോടത്ത് അവിടെ ഒരു ഷെയ്മായി, നാട്ടിലും ഷെയ്മായില്ലേ. ശരി. അപ്പൊ അന്ന് ആരും അതിനെപ്പറ്റി പറയുന്നില്ല. റഹീം എന്നായിരുന്നു പേര്, മുസ്ലിം ആയിരുന്നു. അതെ അതെ, റഹീം. അങ്ങനെയാണ് മല്ലിക റഹീം എന്ന് പേര് വന്നത് അല്ലേ? അതെ അതെ, സ്തോത്രം. അങ്ങനെയാണ്. ശരി, അപ്പൊ ഞാൻ എന്തായാലും വിചാരിച്ചു ഇത് എനിക്ക് ദൈവം വെച്ചതായിരിക്കും എന്ന് വിചാരിച്ചു ഞാനത് സഹിക്കാൻ തയ്യാറായി. ദിവസങ്ങൾ കഴിയുന്തോറും പുള്ളി മദ്യപിച്ച് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിച്ചതുകൊണ്ട് നമ്മളത് സഹിച്ചേ മതിയാകത്തുള്ളൂ. വീട്ടിലേക്കൊന്നും തിരിച്ചു പോകാൻ പറ്റത്തില്ല. കാരണം എന്റെ ഇളയതാണ്, പിള്ളേരെല്ലാം അവരുടെ ഭാവിയെല്ലാം നമ്മൾ നോക്കണം. അങ്ങനെയുള്ളത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഞാൻ അവിടെ കഷ്ടം സഹിച്ചാലും നിന്നു. ഇന്നലെ നാളെ ഈ മനുഷ്യൻ നല്ലതായിട്ട് വരും എന്ന് വിചാരിച്ചു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അവരുടെ അതിന്റെ മാതാവ് ഉണ്ടായിരുന്നു. പക്ഷെ വീട്ടിലൊന്നും പുള്ളിയുടെ അടുത്തൊന്നും വരത്തില്ല. പിന്നെ പെങ്ങന്മാരുണ്ട്. അവരാരും എനിക്ക് ദോഷമായിട്ടൊന്നും ചെയ്തില്ല. എങ്കിലും സ്തോത്രം, അവരാരും ഈ മനുഷ്യനോട് സഹകരിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ താമസിച്ചു. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞു. അങ്ങനെ എനിക്കൊരു മകനായി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ കാര്യങ്ങളെ സഹിച്ചുകൊണ്ട് അപ്പോഴൊക്കെ ഞാൻ ദൈവത്തോട് ഇങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കാണ്, ദൈവം ഇതിനൊരു മാറ്റം വരണമല്ലോ. ഓരോ ദിവസവും കണ്ണുനീരോടെയും രാത്രി ഭയപ്പെട്ടുമാണ് നമ്മൾ കാത്തിരിക്കുന്നത്. കാരണം കുടിച്ചു വന്ന് എന്തെല്ലാം ചെയ്യുന്ന അറിയത്തില്ല. വളരെ ബുദ്ധിമുട്ടുകള്, വളരെ ദ്രോഹങ്ങള്, പീഡനങ്ങളൊക്കെ അനുഭവിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ എന്റെ മോന് 1 വയസ്സുള്ളപ്പോഴും ഞാൻ എല്ലാം മതിയാക്കി എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാനിടയായി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഈ മൂത്ത മോന് 1 വയസ്സുള്ളവ പോയി. അങ്ങനെ വീട്ടിൽ ചെന്നപ്പോ എന്നെ കണ്ട ഒരു മനുഷ്യൻ അറിയാത്ത വിധത്തിൽ ഞാൻ മാറിപ്പോയിരുന്നു. അങ്ങനെ അപ്പൊ ഒരു പോലീസുകാരൻ എന്റെ ഭർത്താവിന്റെ വീട്ടിൽ ഒരു ദിവസം എന്റെ ഭർത്താവിനെ അന്വേഷിച്ചു വന്നപ്പോൾ അത് എന്നെ കണ്ടപ്പോ ചോദിച്ചു, മോൾ ആ പെണ്ണ് തന്നെയാണോ? ഞാൻ പറഞ്ഞു അതെ. ഈ കകാൻ തൊട്ട് പാമ്പ് പോലായാലും മോളെ എന്ന് പറഞ്ഞു. അന്നേ ഞങ്ങൾക്ക് അറിയാം മോളോട് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന് പറഞ്ഞാലും ശരിയാവത്തില്ലല്ലോ, അതുകൊണ്ടാണ് പറയാതിരുന്നത്. അങ്ങനെ ഞാൻ വീട്ടിൽ തിരിച്ചുപോയി. അവിടെ നിന്നും കുറച്ചുനാൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും പുള്ളി അന്വേഷിച്ചു വന്നു. തിരിച്ച് അതിനെ കൊണ്ടുപോന്നു. അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല എന്നൊക്കെ പറഞ്ഞു വന്ന് താമസിച്ചു. അങ്ങനെ താമസിക്കുമ്പോൾ കുറച്ച് ദിവസം കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല. ആള് നന്നായിട്ടൊക്കെ ജീവിക്കാൻ ആഗ്രഹിക്കും. ആൾക്ക് നന്നായിട്ട് ജീവിക്കണം, ഭാര്യ കുടുംബമൊക്കെ നല്ലതായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, ഉണ്ട്. പക്ഷെ അതിന് കഴിയത്തില്ല. ദൈവത്തിന്റെ സ്തോത്രം. മദ്യപിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു സ്വഭാവമാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ദേശ സ്വഭാവം ഉണ്ട്, എങ്കിലും മദ്യപിച്ചു കഴിഞ്ഞാൽ ദുഷ്ടമൃഗങ്ങളുടെ സ്വഭാവമാണ്. ദൈവത്തിന്റെ സ്തോത്രം. എന്തൊക്കെ ചെയ്യണം നമ്മളെ ശരീരമായി വളരെ ഉപദ്രവിച്ച് ഞാൻ വിചാരിക്കും ഇന്ന് നാളെ നേരം വെളുക്കുമ്പോൾ ഞാൻ എഴുന്നേക്കത്തില്ല എന്ന് വിചാരിക്കും. അതുപോലെ ഉപദ്രവിക്കും നമ്മളെ. അങ്ങനെ വർഷങ്ങൾ ഞാൻ അങ്ങനെ താമസിക്കാനിടയായി. ദൈവത്തിന് സ്തോത്രം. എനിക്ക് 3 മക്കളായി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 3 മക്കളായി കഴിഞ്ഞപ്പോഴും പിന്നെ ഈ മനുഷ്യന്റെ ഈ മദ്യപാനം മാറാത്തതുകൊണ്ട് എല്ലാരും പറയും ഒരു കാര്യം ചെയ്യും, നീ മതം മാറിയിട്ട് ഇവന്റെ മതത്തിൽ ചേരാണ്ടായിരിക്കും ഇവൻ അടിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാരും കൂടെ തീരുമാനം എടുക്കണേ. എന്റെ വീട്ടിലൊന്നും പിന്നെ പോകാറില്ല. അപ്പൊ എല്ലാരും കൂടെ പറഞ്ഞിട്ട് ഈ മതം മാറാൻ പോകും എന്ന് പറഞ്ഞു.
അപ്പൊ എനിക്കാണെങ്കിൽ ഈ മതം മാറുന്ന കാര്യത്തിനോടൊന്നും യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ എല്ലാ മതങ്ങളിലേക്കാളും ദൈവമാണ് വലുതെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ എന്നാലും എനിക്ക് മുസ്ലിം മതമാണ് എന്റെ ദൈവം പറഞ്ഞ ആ ഏക ദൈവം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുസ്ലിം വിശ്വാസമാണ്, അത് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും മതം മാറാനൊന്നും ഇഷ്ടമില്ല. എങ്കിലും പിന്നെ എല്ലാവരും പറഞ്ഞു പിന്നെ മദ്യപാനമൊക്കെ മാറി കിട്ടുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ ഞങ്ങൾ പൊന്നാനി എന്ന് പറയുന്ന സ്ഥലത്ത് പോയി, അവിടെ ഖുർആൻ പഠിച്ചു, അവിടെ നിന്നു. അവിടെ അവര് നമ്മളെ ഇങ്ങനെ ഇതല്ലാതെ ഒരു ഇതൊക്കെ ഇല്ലാന്നൊക്കെ ഒരു വാക്ക് പറയാം. അതിപ്പോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ വായ കൊണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ട് ആ ദൈവത്തെ സ്വീകരിപ്പിച്ചു. അങ്ങനെ അവിടെ കുറച്ച് ദിവസം നിന്നു, പഠിച്ചു. അവര് തന്ന ബുക്കെല്ലാം പഠിച്ചു, 100-100 മാർക്ക് വാങ്ങി. അങ്ങനെ ഞാൻ സ്തോത്രം തിരിച്ചു ഞാൻ എന്റെ കുഞ്ഞുങ്ങളും വീട്ടിലേക്ക് വരാനിടയായി. പിന്നെ ഞാൻ ആ മുസ്ലിം വിശ്വാസത്തിൽ വളരെയധികം പ്രാർത്ഥിക്കുകയും 5 നേരം നിസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ നോക്കി മനുഷ്യൻ എന്നാൽ നന്നാവുമോ എന്ന് വിചാരിച്ചു. ആദ്യ കുറച്ച് ദിവസങ്ങളൊക്കെ മദ്യപാനമില്ലാതെ നല്ല സ്വഭാവത്തിലൊക്കെ ഇരുന്നു. വീണ്ടും തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അതൊക്കെ അനുഭവിച്ചു. ഞാൻ ദൈവത്തോട് ഞാൻ ചോദിക്കും, ദൈവമേ ഇതിനൊരു മാറ്റമില്ലേ എന്ന് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ വർഷങ്ങൾ 7ാമത്തെ വർഷമായി ഞാനിങ്ങനെ കുഞ്ഞുങ്ങളായി ജീവിക്കാം. അപ്പൊ 4 മക്കളായി എനിക്ക്. വീണ്ടും ഇതിന് ശേഷം ഒരു മോൻ കൂടെ ഉണ്ടായി. ദൈവത്തിന്റെ സ്തോത്രം. അതിന് 4 മക്കളായി. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ ഈ മനുഷ്യന്റെ സ്വഭാവമാണെങ്കിൽ കുടിക്കുന്നത് കൂടാതെ മറ്റു പല ദൂഷ്യ സ്വഭാവങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കലും പുള്ളിയുടെ മാതാവ് ഉമ്മ വന്നിട്ട് എന്നോട് പറഞ്ഞു, മോളെ എന്താണ്ടൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, ഇവ വേറെ പെണ്ണിനെ കൊണ്ടുവന്നു അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറയാം എനിക്കറിയില്ല ഉമ്മ, ഇന്നലെ രാത്രി പോയിട്ട് വന്നിട്ടില്ല, കൊച്ചിന് മരുന്ന് വാങ്ങാൻ വേണ്ടി ഇവിടെ പോയതാണ് എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്, ഞാനൊന്ന് പോയി തിരക്കിയിട്ട് വരട്ടെ, നീ ഇവിടെ ഒന്ന് നോക്കട്ടാന്ന് എന്നോട് പറഞ്ഞു. വീട്ടില് പറമ്പിൽ കുറച്ച് പറമ്പൊക്കെ ഉണ്ട് അവിടെ ഉമ്മാക്കുള്ളത്. പുള്ളിയുടെ എല്ലാം വിറ്റ് നശിപ്പിച്ച് കുടിച്ച് തീർത്തു. കുറച്ച് മാത്രമേ ഉള്ളൂ ഇനി. അങ്ങനെ ഉമ്മ എന്നെ ഏൽപ്പിച്ചിട്ട് ഇങ്ങനെ കേട്ട പ്രശ്നങ്ങൾ കേട്ട സ്ഥലത്തോട്ട് പോയി. അവിടെ ഇളയ സഹോദരനെ അവിടെയാണ് കല്യാണം കഴിച്ചു കൊടുത്തേക്കുന്നത്, ആ ഭാഗത്തേക്ക് പോയി. അങ്ങനെ പോയി. അപ്പൊ ഞാനിങ്ങനെ ഇറയത്തെ എന്റെ കുഞ്ഞുങ്ങളായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ പറമ്പിൽ ആൾക്കാർ പണിയുന്നത് അത് നോക്കിയിട്ട് ഇങ്ങനെ അവിടെ. അങ്ങനെ ഈ 4 മക്കളും എന്റെ മടിയിലുണ്ട്. ഞാൻ ഇറയത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ മനസ്സ് ഓരോ ദിവസവും ദൈവം അറിയുന്നുണ്ടല്ലോ നമ്മുടെ മനസ്സിൽ ഹൃദയം വേദനിച്ച് 17 വയസ്സും 18 വയസ്സും വരെ ഞാൻ സന്തോഷത്തോടെ സമാധാനത്തോടെ എന്റെ കുടുംബത്തിൽ ജീവിച്ചു. യാതൊരു പ്രശ്നങ്ങളും എന്റെ വീട്ടിൽ എന്റെ മാതാവും പിതാവും വളരെ സ്നേഹത്തോടെ ജീവിക്കുന്നവരാണ്. ഒരു പ്രശ്നം എന്റെ വീട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. എന്റെ വലിയച്ഛനും വല്യമ്മയും എല്ലാവരും വളരെ സ്നേഹത്തോടെ ജീവിക്കുന്നവരായിരുന്നു. അങ്ങനെ ഒരു വഴക്കപ്പെടുത്തൊന്നും ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നില്ല. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ഞാൻ അസമാധാനം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ എന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴും ഞാൻ എല്ലാ ദുഃഖങ്ങളും അനുഭവിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മനുഷ്യൻ വേറെ ഒരു ഭാര്യയുമായിട്ട് ഒരു സ്ത്രീയുമായിട്ട് അടുപ്പത്തിലാകുന്നത്. അതിന്റെ കാര്യങ്ങള് ഒന്നും എനിക്കത് മുഴുവൻ അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഉമ്മ പറഞ്ഞു, ഉമ്മ പോയി നോക്കാൻ പോയിരിക്കാണ്. അങ്ങനെ ഞാൻ ഇങ്ങനെ ഇറയത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഞാൻ എന്റെ മക്കളായിട്ട് 4 മക്കൾ എന്റെ മടിയിലുണ്ട്. എന്റെ മൂത്ത മോനപ്പോ ഒരു 6-7 വയസ്സായി. അവൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. LKG UKG കഴിഞ്ഞ് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആ സമയത്താണ്. അപ്പോഴൊക്കെ മൂത്ത മോനെ എപ്പോഴും എന്നോട് പറയാം, അമ്മച്ചി എന്തിനായി ഇവിടെ നിൽക്കുന്നു, നമുക്ക് പോകാം. ഈ പിള്ളേർക്കൊന്നും രാത്രി സ്വസ്ഥതയില്ലല്ലോ. തിരിച്ചു വന്നു കഴിഞ്ഞാല് അവർ ഉറക്കത്തിൽ ഞെട്ടി ഉണരുക, അവരതൊക്കെ കണ്ട് വിഷമിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അവനെപ്പോഴും നല്ല ഒരു ഇതാണ്. അപ്പൊ പറയുന്നു പോകാം, നമുക്ക് ഇവിടെ നിൽക്കണ്ടെന്ന് എപ്പോഴും പറയുമായിരുന്നു. പക്ഷെ ഞാൻ ഈ കുഞ്ഞുങ്ങളായിട്ട് പോയിട്ട് എങ്ങനെ ജീവിക്കും? എനിക്കൊരു ജോലിയില്ല, ഒന്നുമില്ല. അപ്പൊ എങ്ങനെ ജീവിക്കും എന്നുള്ളതായിരുന്നു എന്റെ മനസ്സിലെ ആ വിഷമങ്ങൾ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോ ഞാനിങ്ങനെ ഇറയത്ത് ഇങ്ങനെ കുഞ്ഞുങ്ങളായിട്ടിരിക്കുമ്പോ പെട്ടെന്ന് ഞാനൊരു ദർശനം കാണുവാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എനിക്കന്ന് ദർശനം അറിയില്ല, ഒന്നും അറിയത്തില്ല. ഞാൻ കണ്ണു തുറന്നിരുന്നാ കാണുന്നത് യേശു ക്രൂശിൽ കിടക്കുന്ന ആ ദർശനം ഫ്രണ്ടിലായിട്ട് ഞാൻ കാണുന്നു. ക്രൂശിൽ കിടന്നിങ്ങനെ ചോര ഏൽപ്പിച്ചുകൊണ്ട് കിടക്കുന്ന ആ ദർശനം എന്റെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ദർശനം ഞാൻ കാണുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഒരു നിമിഷം മാത്രം അതെന്റെ കണ്ണിന് മുമ്പിൽ നിന്നത്, പിന്നെ അത് മാറിപ്പോവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ സമയത്ത് അതിനു മുമ്പായിട്ട് ഒരു ചെറിയ സർപ്പം പോലുള്ള ഒരു സാധനം ഓടി വന്നിട്ട് എന്റെ കുഞ്ഞുങ്ങളുടെ അടുത്ത് കൂടെ അങ്ങോട്ട് ഓടി മാഞ്ഞു പോകാനിടയായി. അതങ്ങ് പോയി. അതങ്ങനെ മാറിപ്പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ദർശനം കാണുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആ ക്രൂശിൽ കിടക്കുന്ന ആ ദർശനം ഞാൻ കണ്ടപ്പോൾ എനിക്ക് യേശുവിനെ പറ്റി ഒന്നും അറിയത്തില്ല. യേശു ഇങ്ങനെ ആ ക്രൂശിൽ കിടക്കുന്ന രൂപങ്ങള് കത്തോലിക്ക ചർച്ചിന്റെ കപ്പലയുടെ അവിടെയൊക്കെ കാണാറുണ്ടെന്നല്ലാണ്ട് യേശുവിനെ പറ്റി ഒന്നും അറിയത്തില്ല. യേശുവിനെ ക്രൂശിൽ തറച്ച് കൊന്നതാണെന്ന് അത് കാണുമ്പോൾ വളരെ മനസ്സിന് പ്രയാസം ഉണ്ടാകാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് ഞാനിങ്ങനെ ദർശനം കണ്ടു. എന്റെ ഹൃദയം നിറഞ്ഞ്, ഹൃദയത്തിലൊരു സമാധാനം എന്ന് നിറഞ്ഞ്
അങ്ങനെ. അപ്പൊ എനിക്കൊരു ധൈര്യം കിട്ടി, എന്തും പ്രവർത്തിക്കാനുള്ള ഒരു ധൈര്യം പോലെ എനിക്ക് തോന്നി. പക്ഷെ ഞാൻ ഇതൊന്നും യേശുവിനെ കണ്ടത് കൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ആ ദർശനമേ മറന്നുപോയി. ദൈവത്തിന് സ്തോത്രം. ഞാൻ അപ്പോഴോർത്ത് എന്താണ് ഞാനിങ്ങനെ യേശുവിനെ കണ്ടത്? ഞാൻ അനുഭവിക്കുന്ന അതേ കഷ്ടം അനുഭവിച്ചതാണല്ലോ യേശു. മനുഷ്യനെ സ്നേഹിച്ചിട്ട് നമ്മൾ അവരെ സ്നേഹിക്കുന്നതോറും അവർ നമ്മളെ ഉപദ്രവിക്കുകയല്ലേ ചെയ്യുന്നത് എന്ന്. ഞാൻ വളരെ സ്നേഹിച്ചു ഈ മനുഷ്യൻ നന്നായി വരട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്റെ സ്നേഹത്തിലെങ്കിലും ഈ മനുഷ്യൻ നല്ല സ്വഭാവമായി വരുമല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കും ഞാനിങ്ങനെ ദർശനം കണ്ടത് എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഞാനത് മറന്നു പോകാനിടയായി. അങ്ങനെ വീണ്ടും ഈ പ്രശ്നങ്ങൾ വന്നു. ഉമ്മ പോയ സ്ഥലത്ത് നിന്ന് വന്നിട്ട് പറഞ്ഞു അവനിങ്ങനെ ഒരു ഗൾഫുകാരന്റെ ഭാര്യനെ കൊണ്ട് പോയി, 3 കുഞ്ഞുങ്ങളുള്ള പെണ്ണാണ് എന്ന് പറയാനിടയായി. ഞാൻ അറിഞ്ഞ നിലയ്ക്ക് എന്റെ മോന്റെ അതേ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് അവൾക്കുള്ളത്. അതേ പ്രായത്തിലുള്ള കുട്ടികളാണ്, 3 പേരവൾ. അങ്ങനെ ആ പെണ്ണിനെ കൊണ്ട് പോകാനിടയായി. അതുകൊണ്ട് വൈകുന്നേരം നമ്മുടെ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മ വന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ ഇതിനൊന്നും പറയാൻ പോയില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മളെല്ലാം സഹിക്കാൻ കടപ്പെട്ടവരാണല്ലോ. അങ്ങനെയാണ് ആ ഹൈന്ദവ ഇതിൽ പഠിച്ചിരിക്കുന്നത്. എല്ലാം ക്ഷമിക്കണം, ഭർത്താവിന്റെ കാര്യങ്ങളെല്ലാം ഭർത്താവിനെ സ്നേഹിക്കണം, അതാണ് ഹിന്ദുക്കളുടെ കർമ്മം. അതുകൊണ്ട് എല്ലാം ക്ഷമിക്കാനും സഹിക്കാനും തയ്യാറായി. അങ്ങനെ ആ ഭാര്യയും കൊണ്ട് വൈകുന്നേരം വരുവാനിടയായിട്ട് വന്നു. അപ്പൊ ഒത്തിരി ആൾക്കാർ വന്നപ്പോ അവരൊക്കെ വഴക്ക് പറഞ്ഞ്, എന്റെ ഭർത്താവിന്റെ ജ്യേഷ്ഠനാണെങ്കിൽ അവളെ അടിക്കാനൊക്കെ ചെന്നപ്പോ ഞാൻ പറഞ്ഞു ഒരിക്കലും അവളെ അടിക്കരുത്, കാരണം എനിക്കറിയാം ഞാൻ എങ്ങനെയാണ് മനുഷ്യന്റെ കെണിയിൽ പെട്ടതെന്ന് എനിക്കറിയാം. അതുപോലെ ഈ പെണ്ണും അങ്ങനെ ആയിരിക്കും അവളും പെട്ടിട്ടുണ്ടാവുക, അതുകൊണ്ട് അവളെ ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഒന്നും ചെയ്തില്ല. അങ്ങനെ അവളും ഞാനും ഒരേ വീട്ടിൽ താമസിക്കാനിടയായി. വളരെ സ്നേഹത്തോടെ ഞങ്ങൾ താമസിച്ചു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ദിവസങ്ങൾ കഴിയുന്തോറും ഈ മനുഷ്യൻ അവളോട് ഭയങ്കര വെറുപ്പായി. കാരണം അനുസരണക്കേട് ഭയങ്കര ദേഷ്യമാണ് പുള്ളിക്ക്. ആ സ്ഥലത്ത് എല്ലാം അനുസരിക്കുന്ന എന്നോട് സ്നേഹമാണ്. അങ്ങനെ അവർ തമ്മിൽ പിന്നെ വഴക്കായി. അങ്ങനെ വീട്ടിൽ ഭയങ്കര ചിത്രങ്ങളായി. എനിക്കും പിള്ളേർക്ക് അവിടെ നിൽക്കാനും പറ്റാത്തൊരവസ്ഥയായി. അങ്ങനെ ഒരു ദിവസം ഇവളെ കൊണ്ടുവന്ന ഒരു 5-6 മാസമൊക്കെ ആയി. ആ സമയത്ത് ഈ പെണ്ണ എങ്ങോട്ടോ ഓടിപ്പോയി. പിന്നെ അന്വേഷിച്ചു പോയി, ഒക്കെ പിടിച്ചു. ഞാനും പിള്ളേരെ എന്ത് ചെയ്തെന്ന് അറിയോ? എനിക്ക് ദൈവം ഒരു ധൈര്യം തന്നു പുറപ്പെട്ടു പോരാനായിട്ട്. അങ്ങനെ ഞാൻ എന്റെ മക്കളെയും കൂട്ടിയിട്ട് അവിടുന്ന് പുറപ്പെട്ടു പോന്നു. ഈ മനുഷ്യൻ കണ്ടാൽ കൊല്ലും. അങ്ങനെ ഓട്ടോറിക്ഷ എന്റെ മോനെ പറഞ്ഞിട്ട് ഓട്ടോറിക്ഷ വിളിപ്പിച്ചിട്ട് പറഞ്ഞു നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് എന്റെ മോനും ഞാൻ ഈ 4 മക്കളെയായിട്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോരാനിടയായി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോന്നെങ്കിൽ ഈ മതം മാറിയ ശേഷം വീട്ടിൽ വന്നിട്ടില്ല, വീട്ടുകാരും വരാറില്ല. അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ വീട്ടിലേക്ക് വരാൻ വേണ്ടി ഓട്ടോറിക്ഷ പിടിച്ചെങ്കിലും കൂടി ഞങ്ങൾ നേരിട്ട് വീട്ടിലേക്ക് വന്നില്ല. കുറെ അവിടെ ഇവിടെ ഒക്കെ ചുറ്റിക്കറങ്ങി അങ്ങനെ ആണ് വീട്ടിലേക്ക് വരാൻ ഇടയായത്. അപ്പോഴാണെങ്കിൽ എന്റെ കയ്യിലാണെങ്കിൽ എപ്പോഴും ഒരു പൈസ പോലും ഉണ്ടാകാറില്ല. കാരണം കയ്യിൽ പൈസ ഒന്നും പുള്ളി തരാറില്ല. അത്യാവശ്യം സാധനങ്ങൾ പൈസ കിട്ടുമ്പോൾ വാങ്ങിക്കൊണ്ട് തരും, ഇല്ലാത്തപ്പോ ഇല്ല. അങ്ങനെയായിരുന്നു. അങ്ങനെ എന്റെ മോനാണെങ്കിൽ ആ സമയത്ത് എന്റെ ഭർത്താവിന്റെ ഉമ്മയുടെ കൂടെ ഒരു കല്യാണത്തിന് പോയി. അവരെ പെങ്ങളെ വീട്ടിൽ തന്നെയാണ്. അവിടെ കല്യാണത്തിന് പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് മോൻ വന്നത്. മോൻ വന്നപ്പോഴേ എന്റെ കയ്യിലൊരു എൻവലപ്പ കൊണ്ടു തന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ഇതെന്താണ് മോനെ? അമ്മച്ചി തുറന്നു നോക്കാൻ പറഞ്ഞു. തുറന്നു നോക്കിയപ്പോ ഒരു 100 രൂപ നോട്ടുണ്ട്. ഇത് എവിടെ നിന്ന് കിട്ടി? പറഞ്ഞ് അവിടെ കല്യാണം കഴിഞ്ഞ എൻവലപ്പിൽ എല്ലാവരും പൈസ കൊടുക്കുമല്ലോ, ആ എൻവലപ്പ് എല്ലാം കാലിയാക്കി എല്ലാം എടുത്ത് പൈസ എല്ലാം എഴുതി വെച്ചിട്ട് എൻവലപ്പ് കൊണ്ട് കളയും. അപ്പൊ പിള്ളേരെല്ലാം അവിടെ ഇങ്ങനെ തടത്തിലൊക്കെ ഓടി ചാടി കളിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ എൻവലപ്പ് കിടക്കുന്നുണ്ടപ്പോ ഇവരെടുത്ത് നോക്കിയപ്പോൾ അത് തുറന്ന് പൈസ എടുത്തിട്ടില്ല. ആ പൈസയാണ്. അപ്പൊ അവൻ ആ പൈസ കൊടുക്കാതെ പോക്കറ്റിൽ വെച്ച് എനിക്ക് കൊണ്ടു തന്നു. അങ്ങനെ ആ 100 രൂപയാണ് ഞങ്ങൾക്ക് വഴിച്ചെലനായിട്ട് കിട്ടുവാനിടയായത്. അങ്ങനെ അല്ലെങ്കിൽ പൈസ ഒന്നും ഇല്ല, ഞങ്ങൾക്ക് 10 പൈസ എന്റെ കയ്യിൽ ഉണ്ടാകത്തില്ല, തരത്തില്ല പൈസ ഒന്നും. കാരണം പൈസ തന്നാൽ ഞാൻ പുറപ്പെട്ടു പോകുന്നല്ലോ, ഞാൻ പോകാൻ പാടില്ല. എന്തൊക്കെ അടിച്ചാലും ഞാൻ പോകാൻ പാടില്ല. അതുപോലെ നമ്മളെ ഉടുപ്പുകളെല്ലാം ചീന്തി സാരികളെല്ലാം ചീന്തി കഷ്ണാക്കുന്നു ഒക്കെ വാങ്ങിക്കൊണ്ട് തരും പൈസ കിട്ടുമ്പോ. പക്ഷെ പിന്നത്തേലെല്ലാം ചീന്തി കളയും, കത്തിച്ചു കളയും, ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ വളരെ എല്ലാ തരത്തിലും ബുദ്ധിമുട്ടായിരുന്നു ജീവിച്ചത്. അതൊക്കെ കൂടുതൽ പറഞ്ഞാൽ അത് സമയങ്ങൾ പോകും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞങ്ങള് ആ ദിവസം അവിടുന്ന് പുറപ്പെട്ടു പോരാനിടയായി. ഈ 100 രൂപ എന്റെ മോൻ എന്റെ കയ്യിൽ കൊണ്ടു തന്നത് കൊണ്ട് ഓട്ടോറിക്ഷ വിളിക്കാനും അങ്ങനെ പോരാനും പല സ്ഥലത്തും ഞങ്ങൾ പോയി. ഈ പൊന്നാനിയിൽ മതം മാറ്റിയ സ്ഥലത്ത് ഞങ്ങൾ പോയി, ഞാനും പിള്ളേർ പോയി. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളാണ്. ഒന്നും സഹായിക്കാൻ തയ്യാറായില്ല. അങ്ങനെ തിരിച്ച് എന്റെ വീട്ടിൽ വന്നപ്പോ രാത്രി 8 മണിയായി. വീടിന്റെ അടുത്തുള്ള സ്റ്റോപ്പിന് കാറ് കൊണ്ടുവന്നു. അപ്പൊ ഞങ്ങൾ കാറിലായിരുന്നു. കാറ് കൊണ്ടുവന്ന് അവിടെ നിർത്തി. എത്രയോ വർഷങ്ങൾ മുമ്പാണ്. ഈ 100 രൂപ കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ അന്ന് നടന്നു എന്നുള്ളതാണ്.
ഇന്ന് നമ്മൾക്ക് 10 രൂപ ഉണ്ടെങ്കിൽ അന്ന് നടക്കത്തില്ല. അങ്ങനെ ഞാന് വന്നു, എന്റെ വീടിന്റെ അടുത്ത് വന്ന് ഞങ്ങള് വണ്ടി ഇറങ്ങി. രാത്രി 8 മണി ഞാൻ ഈ 4 പിള്ളേർ ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. വണ്ടി ഇറങ്ങി വീട്ടിൽ അങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോൾ എന്റെ അപ്പനാണ് വന്നത്. അപ്പൻ ചോദിച്ചു, ആരാണ് മക്കളെ ഇത് ഈ നേരത്ത് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോ ഞാനാണ് എന്ന് പറഞ്ഞു. അപ്പന് എന്റെ സൗണ്ട് മനസ്സിലായി തോന്നി. അപ്പന് ഓടി വന്നു, വേഗം മോനെ എടുത്തു, ഒരാളെ കയ്യെ പിടിച്ചു, ഒരാളെ എടുത്തു, മൂത്താള് പിന്നെ നടന്നോളൂ. അങ്ങനെ ഞാനും ഒരാളെ എടുത്തു. അപ്പൊ ഞങ്ങളെ കുറച്ച് സാധനങ്ങൾ കയ്യിലുണ്ടായിരുന്നു, അതൊക്കെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ നടന്ന് വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നപ്പോ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ഞാൻ വന്ന സന്തോഷം, പിള്ളേരും ഞാനും വന്ന സന്തോഷം, അവർക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ എനിക്കാണെങ്കിലും എല്ലാവരെയും കണ്ടപ്പോ ഭയങ്കര സന്തോഷം. അങ്ങനെ എന്നെ കണ്ടാൽ ആരും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തില് ഒരു രൂപമായിരുന്നു അപ്പോൾ. അങ്ങനെ വീട്ടിൽ വന്ന് ഞങ്ങള് എല്ലാവരും അടുത്തുള്ളവരൊക്കെ കാണാൻ വന്നു. എന്ത് പറ്റുമോളെ, നിനക്ക് ഇത് എന്ത് കോലമാണെന്നൊക്കെ എല്ലാവരും ചോദിക്കാനിടയായി. അങ്ങനെ പിന്നെ വീട്ടിൽ നിന്നു. വീട്ടിൽ കുറച്ചു ദിവസം നിന്നപ്പോ അപ്പൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, പോകുന്നില്ലേ മോള്, പോണില്ലേ എന്നൊക്കെ അമ്മോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അമ്മ ഒന്നും പറഞ്ഞില്ല. അപ്പം അയലക്കത്തുള്ള ഇത്തമാരോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരും പറഞ്ഞ് ഇനി ആ പെണ്ണിനെ പറഞ്ഞേക്കണ്ട, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. അങ്ങനെ ഞാൻ വീട്ടിൽ നിൽക്കാനിടയായി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നിന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ജീവിക്കാൻ ഉപാധിയില്ലാതെ വന്നിട്ട് എന്നെ വിളിക്കാനിടയായി. സ്കൂളിൽ ഒന്ന് ഇരിക്കാം, അവിടുത്തെ ടീച്ചറെ കല്യാണമാണ്, ടീച്ചർ മലയ്ക്ക് വന്നിരിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ വരാന്ന്. അങ്ങനെ അവിടെ പോകാൻ തുടങ്ങി. അങ്ങനെ ഉപജീവനത്തിനുള്ള മാർഗങ്ങൾ ദൈവം തുറന്നു തന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞാൻ അവിടെ തയ്ക്കാനും കുട്ടികളെ പഠിപ്പിക്കാനും ബ്ലോക്കിൽ നിന്നുള്ള ശമ്പളവും കിട്ടും, അങ്ങനെയുള്ള ഇതിൽ ഞാൻ ജീവിക്കാനിടയായി. പിന്നെ ട്യൂഷൻ എടുക്കാനിടയായി കുട്ടികൾക്ക്. അങ്ങനെ കുറെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുകയും അങ്ങനെ ജീവിതം അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്റെ മക്കളെ നോക്കി ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ എന്റെ ഇളയ മകനാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. അവന് ജനിച്ച അപ്പോൾ തന്നെ അവനൊരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവന് വളരെ വളർച്ചയില്ലായിരുന്നു. 2.5 വയസ്സ് കഴിഞ്ഞിട്ട് 2.25 വയസ്സാകുമ്പോ വീണ്ടും തിരികെ ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കാണെങ്കിൽ ഈ കുട്ടികളെ നോക്കാനുള്ള സാമ്പത്തിക ശേഷിയോ നല്ല നല്ല ഭക്ഷണം കൊടുക്കാനോ മരുന്ന് കൊടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അവന് വളരെ വളർച്ച കുറവ്, 6 മാസമായ കുട്ടിയുടെ വളർച്ച മാത്രമേ ഉള്ളൂ, ഇരിക്കും, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു 2.5 വയസ്സ് കഴിഞ്ഞപ്പോ ആ മോൻ മരിച്ചു പോകാനിടയായി. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ എന്റെ മോനെ നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ ജോലിക്കൊക്കെ പോകുമ്പോ എന്റെ മോൻ നോക്കിക്കൊണ്ടിരുന്നത് എന്റെ അനിയത്തിയായിരുന്നു, അമ്മയുണ്ടായിരുന്നു, അവരാണ് നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ആ കൊച്ചു മരിച്ചു പോകാനിടയായി. ദൈവത്തിന്റെ സ്തോത്രം. എല്ലാം ദൈവത്തിന്റെ ഒരു ഇതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ പിന്നെ ഞാൻ അങ്ങനെ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഗൾഫിന് പോകാനുള്ള ഒരു ഓഫർ വരുവാനിടയായി. സ്തോത്രം. അത് എന്റെ ഹസ്ബൻഡിന്റെ ബന്ധത്തിലുള്ള ഒരു മോൻ ഏജൻസി നടത്തുന്നുണ്ടായി. അവനാണ് എന്നോട് പറഞ്ഞ അമ്മായി ഇങ്ങനെ പോകും, നല്ല ചാൻസ് ആണ് പോകുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് അങ്ങനെ ഒന്നും പോകാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. എങ്കിലും അപ്പൊ കേട്ടപ്പോ എന്റെ പിതാവ് പറഞ്ഞ് പോകാൻ ഒരുങ്ങി, പൈസയൊക്കെ നമുക്ക് റെഡിയാക്കാന്ന് പറഞ്ഞു. അങ്ങനെ പോകാൻ ഒരുങ്ങി, പൈസയൊക്കെ റെഡിയാക്കി. കുറച്ച് പൈസ 7,000 രൂപ വേണ്ടി വന്നു. ആ 87-ലാണ് ഞാൻ പോകുന്നത് ആദ്യമായിട്ട്. അങ്ങനെ പോയി, ഞാൻ ഗൾഫിൽ പോയി. 2 വർഷം നിന്നപ്പോ എനിക്ക് മതിയായി. കൊച്ചുങ്ങളെ കാണാതെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ തിരിച്ചു വരുവാനിടയായി. 2 വർഷം ഇനി ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു വരാനിടയായി. ദൈവത്തിന് സ്തോത്രം. 2 വർഷം നിന്ന് വന്നു, ഇനി വേണ്ട, ഇനി ഇവിടെ തന്നെ നിൽക്കാം. അങ്ങനെ വന്നു. അങ്ങനെ കുഞ്ഞുങ്ങളായിട്ട് വീട്ടിൽ വന്നിട്ട് 2 വർഷം നമ്മൾ കഴിച്ചു വിടുന്ന, കുഞ്ഞുങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ കഴിച്ചു വിടുന്ന വളരെ ബുദ്ധിമുട്ടിയാണ് കഴിച്ചു വിടുന്നത്. അങ്ങനെ തിരിച്ചു വന്നു. 2 വർഷം നിന്നപ്പോ ജീവിക്കാൻ പിന്നെയും മാർഗമില്ല, ഒരു മാർഗമില്ല. എങ്ങനെ ജീവിക്കും, എന്ത് ജോലി ചെയ്യും? അപ്പൊ എല്ലാരും പറഞ്ഞു, നിനക്കൊരു വീടൊക്കെ ഉണ്ടാക്കണ്ടേ, കുഞ്ഞുങ്ങളായിട്ടൊക്കെ താമസിക്കണ്ടേ, അതുകൊണ്ട് നീ ഒരു പ്രാവശ്യം കൂടെ പോവോ എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ എല്ലാവരെയും സംസാരം കേട്ടിട്ട് ഞാൻ വരാനിടയാ. ആദ്യം പോയത് ഖത്തറിലാണെങ്കിൽ പിന്നെ ഞാൻ വന്നത് കുവൈറ്റിലാണ്. വീട്ടിന് സ്തോത്രം. കുവൈറ്റിൽ വന്നപ്പോൾ സ്തോത്രം വന്ന് കുറെ കഷ്ടപ്പാടൊക്കെ ആദ്യം അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒരു സ്ഥാപനത്തിൽ ജോലി കിട്ടുവാനിടയായി. വീട്ടിലെ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുകൾ, വളരെ ഡേഞ്ചറസ് കാര്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ട്. അവിടെയൊക്കെ ദൈവം എന്നെ വിജയിച്ചിട്ടുണ്ട്. ഇതിന് സ്തോത്രം. ഹല്ലേലൂയ. അതൊക്കെ ഭയങ്കര അനുഭവങ്ങളാണ്, അവിടുത്തെ അനുഭവങ്ങൾ. അങ്ങനെ അവിടെ എനിക്കൊരു ജോലി കിട്ടാനിടയായി. ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു.
അങ്ങനെ പിന്നെ അപ്പൊ ഫ്രീ ആയിട്ട് നമ്മൾ പുറത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന കാരണം എപ്പോഴും മക്കളെ വിളിക്കാനും കത്തെഴുതാനും കാര്യങ്ങളൊക്കെ അങ്ങനെ അവിടെ നിൽക്കാനിടയായി. 2 വർഷം കഴിഞ്ഞ് നാട്ടിൽ വന്നു, പിന്നെയും പോയി, പിന്നെയും വന്നു. അങ്ങനെ അങ്ങനെ കുവൈറ്റിൽ പിടിച്ചു നിൽക്കാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആ സമയമാകുമ്പോഴത്തേക്കും എനിക്ക് വിസയൊക്കെ മാറ്റി വേറെ ഒരു കമ്പനിയിൽ ഷെയ്ഖ് സബാദ് കുവൈറ്റിലെ ഷെയ്ഖിന്റെ ഒരു കമ്പനി തന്നെയാണ്. അവിടെ എനിക്ക് ജോലി, ഫർണിച്ചർ കമ്പനിയാണ്. അവിടെ എനിക്ക് ജോലി കിട്ടാനിടയായി. അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. വിസയൊക്കെ അവർ മാറ്റി തന്നു. അങ്ങനെ ഞാൻ വരികയും പോയി. അതിന്റെ ഇടയ്ക്ക് എന്റെ കുഞ്ഞുങ്ങളൊക്കെ ഇത്തിരി വലുതായി വന്നപ്പോ ഈ മനുഷ്യൻ വന്നിട്ട് എന്റെ മക്കളെ കൊണ്ടുപോകാനിടയായി. എന്റെ മക്കള് നിർബന്ധിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. മൂത്ത മകന് മാത്രമേ കുറച്ച് ബുദ്ധി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അവൻ പോകാൻ കൂട്ടാക്കിയില്ല. പക്ഷെ മറ്റു രണ്ടുപേരും എല്ലാവരും പറഞ്ഞപ്പോ അവരെ സുന്ദരനായ അവരുടെ പിതാവിനെ കണ്ടപ്പോൾ, പുള്ളിയുടെ വണ്ടി, കാറ് അതൊക്കെ കണ്ടപ്പോൾ അവർ പോയി. അവർക്ക് അറിയില്ലല്ലോ. അങ്ങനെ അവർ പോകാനിടയായി. പിന്നെ ഞാൻ വരുമ്പോഴത്തേക്കും പിള്ളേരെ കാണിച്ചു തരത്തില്ല. ഇവര് കൊടുങ്ങല്ലൂർ ഉണ്ടായിട്ട് പോലും എനിക്ക് കാണാൻ പറ്റുന്നില്ല, പിള്ളേരെ കാണിച്ചു തരത്തില്ല. അങ്ങനെ മക്കളെ കാണാതെ ഞാൻ തിരിച്ചു വരികയാണ്. ഓരോ പ്രാവശ്യം നാട്ടിൽ പോയിട്ട് വളരെ വേദന സഹിച്ചു, വളരെ വേദന സഹിച്ചു. അങ്ങനെ ഞാൻ മോൾക്ക് ഒരു എന്റെ ഭർത്താവിന് ഒരു എഴുതാനുണ്ടായി. അതൊക്കെ എഴുത്തൊക്കെ അവിടെ കിട്ടി. മക്കളെയൊക്കെ കാണിച്ചിട്ട് ചീന്തി കളഞ്ഞു. അങ്ങനെ നിങ്ങൾക്ക് പോണോ എന്നൊക്കെ ചോദിച്ചു പിള്ളേർ പേടിച്ചിട്ട് പറഞ്ഞു വേണ്ട. പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് അടിക്കുന്നു. അതുകൊണ്ട് പിള്ളേർ ഭയങ്കര പേടിയാണ്. അങ്ങനെ വന്നില്ല അവര്. അങ്ങനെ വീണ്ടും ഞാൻ ഈ മക്കളെ കാണാതെ തിരിച്ചു കുവൈറ്റിലേക്ക് പോന്നു. വീണ്ടും 2 വർഷം കഴിയുമ്പോൾ ഞാൻ മക്കളെ കാണാൻ വേണ്ടി അവർക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി പിടിച്ച് മക്കളെ കാണാൻ വേണ്ടി ഞാൻ തിരിച്ചു പോകും. അപ്പോഴും എനിക്ക് അവരെ കാണാൻ കഴിയത്തില്ല. പിന്നെ കൊടുങ്ങല്ലൂരിൽ നിന്ന് അവരെയും കൊണ്ട് പുള്ളി ബോംബെക്ക് പോയി, ബോംബെയിൽ നിന്ന് ഗുജറാത്തിൽ പോയി. പിന്നെ പിള്ളേരൊക്കെ ഗുജറാത്തിലാണ്. പിന്നെ എനിക്ക് തീരെ അവരെ കാണാൻ കിട്ടുന്നുണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ 96 അവര് നാട്ടിലുണ്ട്, ഗുജറാത്തിലൊന്നും പോയിട്ടില്ല. ആ സമയത്ത് ഞാൻ ഇതുപോലെ നാട്ടിൽ വന്ന് തിരിച്ചു പോയിട്ട് എനിക്ക് മനസ്സിന്റെ പ്രയാസം മാറുന്നേ ഇല്ല. ഈ മക്കളെ കാണാനുള്ള പ്രയാസം മാറുന്നില്ല. ഞാൻ ഓർത്ത് എന്തിന് ഞാൻ ജീവിക്കണം എന്നുള്ള മനസ്സിൽ ഇങ്ങനെ വന്ന് ഒരു ദിവസം ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഇങ്ങനെ ജോലി കഴിഞ്ഞ് വന്നിട്ട് റൂമിൽ കയറും. ഞാനാണ് ആദ്യം ഫ്ലാറ്റിൽ ജോലി കഴിഞ്ഞ് വരുന്നത്. അപ്പൊ ഇങ്ങനെ ബാത്റൂമിൽ കയറിയപ്പോ അവിടെ കുറെ ടിന്നർ ഇരിക്കുന്നത്. ആ ടിന്നർ കണ്ടപ്പോ എനിക്ക് തോന്നി എന്തിന് ഞാൻ ഈ ടിന്നർ ഒഴിച്ച് മരിക്കാം എന്ന് വിചാരിച്ച് ഞാൻ ആ ടിന്നർ എടുത്ത് കുറച്ചെന്റെ ദേഹത്തൊഴിച്ചു. അങ്ങനെ ദേഹത്തൊഴിച്ച് എനിക്ക് ജീവിക്കാൻ തീരെ താല്പര്യം, എനിക്ക് എന്റെ മക്കളെ കാണാൻ കഴിയുന്നില്ല. അങ്ങനെ ഞാൻ വന്നു ഈ ലൈറ്റിനെടുത്ത് കത്തിക്കല്ല, അങ്ങനെ കത്തി ആകെ പാദം മുതൽ മുകളിൽ വരെ കത്തി. എന്നെ കാണത്തില്ല, തീ മാത്രം കാണുന്നു. അപ്പൊ എന്റെ കരച്ചിലെടുത്ത് അപ്പുറത്ത് പറഞ്ഞ ആൾക്കാർ ഓടി വരുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരു മനുഷ്യൻ അപ്പുറത്ത് റൂമിൽ നിന്ന് ഓടി വന്നിട്ട് അവിടെ അവർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചിട്ട് കളിക്കാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് അവിടെ ബാച്ചിലേഴ്സ് താമസിക്കുന്ന റൂമിൽ അവരെല്ലാരും ഓടി വന്നിട്ട് അതിലൊരു മനുഷ്യൻ പെട്ടെന്ന് ബ്ലാങ്കറ്റ് എടുത്ത് എന്റെ മേലെ ഇടാനിടയായി. ദൈവത്തിന് സ്തോത്രം. ആ ഫാനൊക്കെ കരിഞ്ഞ് തീ അത്രത്തോളം എത്തി. അങ്ങനെ ബ്ലാങ്കറ്റ് എടുത്ത് എന്റെ മേലെ ഇടാനിടയായി. അങ്ങനെ ഞാനിങ്ങനെ വീഴാനിടയായി. തീ കെട്ടു. അങ്ങനെ ആകെ തീപ്പൊള്ളി. അങ്ങനെ ആശുപത്രിയിൽ എല്ലാവരും കൂടെ കൊണ്ടുപോയ ആൾക്കാരെ സിവിൽ ഐ ഡി ഒക്കെ അവിടെ പോലീസ് തടഞ്ഞു വെച്ചു. അങ്ങനെ എന്റെ മൊഴി എടുക്കാൻ കുറെ ദിവസം പോലീസ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഒന്നും സംസാരിക്കാത്ത വിധത്തില് 65% വേണമായിട്ടാണ് ഞാൻ കിടന്നിരുന്നത്. സ്തോത്രം. എന്റെ കൂട്ടുകാരൊക്കെ ഓരോ ദിവസം വന്ന് എന്നോട് സംസാരിക്കാനായിട്ട്, അവർ സംസാരിക്കും, പുറത്തുനിന്ന് സംസാരിക്കും. പക്ഷെ എന്റെ നേഴ്സുമാർ പറയും നിന്റെ കൂട്ടുകാരൊന്ന് സംസാരിക്കുന്നുണ്ട്, എന്തെങ്കിലും ഒന്ന് അവരോട് പറ. അപ്പൊ ഇങ്ങനെ ഈ ഫോൺ ഇങ്ങനെ ഇന്റർകോം പോലെ ഇട്ടിട്ടുണ്ട്, അതിൽ നമ്മളത് സംസാരിക്കാം. പക്ഷെ എനിക്കൊന്നും പറയാൻ തോന്നുന്നില്ല. അങ്ങനെ അതുപോലുള്ള ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത്. അവരെല്ലാരും വിചാരിക്കുന്ന അവൾ ഇന്ന് മരിക്കും, ഇപ്പൊ മരിക്കണേന് ഒരു പ്രാവശ്യം കൂടെ പോയി കാണാം. അങ്ങനെ എല്ലാ ദിവസവും എന്റെ എന്റെ കമ്പനിയിലുള്ള കൂട്ടുകാർ മൊത്തം വരുമായിരുന്നു. ആണും പെണ്ണും എല്ലാം വരുമായിരുന്നു. എല്ലാ ദിവസവും അവരെന്നെ കാണാൻ വരും. കുവൈറ്റില് സെബ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലില് പ്രത്യേക ഒരു ബാഡിങ്ങിന് ഒരു പ്രത്യേക വിഭാഗമുണ്ട്. അവിടെയാണ് എന്നെ അഡ്മിറ്റ് ചെയ്തിരുന്നത്. സ്തോത്രം. അവിടെയുള്ള നേഴ്സുമാരൊക്കെ വളരെ വളരെ നല്ല സ്നേഹമുള്ള നേഴ്സുമാരായിരുന്നു. അവർ വളരെ അധികം എന്നെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ അഡ്മിറ്റ് ആയി കിടക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ എപ്പോഴും ദൈവം സംസാരിക്കുന്നത് നീ മരിക്കില്ല, നീ മരിക്കില്ല, നീ മരിക്കില്ല. എന്നാൽ ബൈബിളിലെ വചനമാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. പൂർണ്ണമായിട്ട് ആ വചനം പറഞ്ഞിട്ടില്ല. നീ മരിക്കില്ല എന്ന് മാത്രം എന്റെ ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്നെ കാണുന്നവരൊക്കെ വിചാരിക്കും ഞാനിപ്പോ മരിക്കും, ഇന്നലെ നാളെ മരിക്കും. അങ്ങനെ എല്ലാ ദിവസവും എന്റെ കൂട്ടുകാർ വന്ന് കാണുന്നു. 3 മാസം ICUവിൽ കിടന്നു.
ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പെട്ടെന്ന് ഈ ഡോക്ടർമാര് വന്നപ്പോൾ ഞങ്ങളെ കൊടുങ്ങല്ലൂരിലുള്ള ഡോക്ടർ ഉണ്ടായിരുന്നു, ജയകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട്. ആ ഡോക്ടർ വന്ന് കൊടുങ്ങല്ലൂർ ഇന്ന ആരുടെ ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും നിങ്ങളെ കല്യാണത്തിൽ ഇല്ലെങ്കിൽ എനിക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്തു. ഡോക്ടറെ മുഖാന്തരം നഴ്സുമാരെ എനിക്ക് വളരെ ഹെൽപ്പ് ചെയ്യാനിടയായി. ആ ഡോക്ടർ കൃഷ്ണന്റെ പേഷ്യന്റാന്ന് പറഞ്ഞ് എന്നെ വളരെ സഹായിച്ചു. ആ ഹോസ്പിറ്റലിൽ കിടന്നു, വളരെ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചെങ്കിലും കൂടി സ്കിന്നൊക്കെ മാറ്റി വെച്ചു. വളരെ ബുദ്ധിമുട്ടുകൾ സഹിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്റെ മുടി വെട്ടാനായിട്ട് നഴ്സുമാര് ആരും കൂട്ടാക്കുന്നില്ല. അവർക്ക് എന്റെ മുടി വെട്ടിക്കളയാൻ ഇഷ്ടമില്ല. കാരണം ഇത്ര ഭംഗിയുള്ള മുടി എങ്ങനെ വെട്ടിക്കളയെന്ന് അവര് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരു ഇംഗ്ലീഷുകാരൻ നഴ്സ് വന്നപ്പോ അതാണ് എന്റെ മുടി വെട്ടുന്നത്. സിസ്റ്റർമാരൊന്നും എന്റെ മുടി വെട്ടാൻ ഇഷ്ടപ്പെട്ടില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അവിടെ കിടക്കാനിടയിൽ അവരെ നന്നായിട്ട് നോക്കി. അവര് വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുകൊണ്ടുവന്ന് എനിക്ക് തരുമായിരുന്നു നഴ്സുമാര്. എനിക്കാണെങ്കിൽ എന്റെ കൂട്ടുകാർ വരുമ്പോ ഓരോ സാധനങ്ങൾ കൊണ്ടുവരും അബ്ബാസിയെന്ന്. അന്നൊക്കെ അബ്ബാസിയയുടെ പ്രദേശത്ത് മിക്ക സാധനങ്ങളും കേരളത്തിൽ കിട്ടുമായിരുന്നു. ബാക്കി സ്ഥലങ്ങളൊന്നും അങ്ങനെ കിട്ടത്തില്ല. 96-ലാണ്. അപ്പൊ എനിക്ക് കൊണ്ടുവരുന്ന ഈ സാധനങ്ങളൊക്കെയും നഴ്സുമാരൊക്കെ കൊണ്ടുപോയിട്ട് എനിക്ക് അവര് വീട്ടിൽ നിന്ന് ഫുഡ്, മീൻ വറുത്തത് അങ്ങനെയൊക്കെ കൊണ്ടുവന്നു. വളരെ സ്നേഹത്തോടെ അവരെന്നെ പരിചരിച്ചിട്ടുണ്ട്. അവരൊന്നും ഒരിക്കലും മറക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ 3 മാസം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു. ആ സമയത്ത് ഒരു നേഴ്സ് എപ്പോഴും എന്നോട് പറയും, മലിക്കേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറയും. അവര് പ്രാർത്ഥനയ്ക്ക് പോകുന്നവരായിരുന്നു. അപ്പൊ എനിക്ക് ഒരു ബൈബിള് കൊണ്ടു തന്നു. എന്നോട് പറഞ്ഞു, ഈ ബൈബിൾ ഇവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ തലവേദനയ്ക്കടിയിൽ ആ ബൈബിൾ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ 3 മാസം ആശുപത്രിയിൽ ട്രീറ്റ്മെന്റ് ചെയ്ത് ദൈവം അത്ഭുതകരമായി എന്നെ വിടുവിച്ചു. അന്ന് ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ വാസ്തവമായും ദൈവത്തെ അറിയാതെ യേശു ക്രൂശിൽ കിടക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ യേശു ദൈവമാണെന്നോ അതൊന്നും എനിക്കറിയത്തില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിലാണ് ഈ ക്രിസ്ത്യാനികളില്ല. ഞങ്ങള് ഹിന്ദുക്കളും മുസ്ലിങ്ങളും മാത്രം തിങ്ങി പറക്കുന്ന സ്ഥലമാണ് ആയക്കുളിമട്ടത്തിന്റെ ദേശം. അവിടെ ക്രിസ്ത്യാനികളില്ല. ക്രിസ്ത്യാനികളെ വേണമെങ്കിൽ കുറച്ച് കിഴക്ക് പോകണം, അവിടെ ക്രിസ്ത്യാനികൾ കുറച്ചുണ്ട്, കത്തോലിക്കല് അങ്ങനെ ഉണ്ട്. അതൊന്നും നമുക്ക് അതുകൊണ്ട് അവരെ പറ്റി ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് ഈ ക്രൂശിൽ കണ്ടത് ചോദിക്കാനോ പറയാനോ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സ്തോത്രം. അങ്ങനെ ആ ജീവിതത്തില് ആ ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെട്ടു പോരുവാനിടയായി. സ്തോത്രം. 3 മാസം ICUയിൽ കിടന്ന് വീണ്ടും തിരിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു വരുവാനിടയായി, വീട്ടിൽ വരുവാനിടയായി. സ്തോത്രം. ഞാൻ നടക്കാൻ കഴിയത്തില്ല, ഞാൻ എഴുന്നേക്കത്തില്ലായിരുന്നു. ആദ്യം കിടന്ന് കാലെല്ലാം വടി പോലെയായി. എന്റെ കൈയെല്ലാം ഇങ്ങനെ നെഞ്ചോടെയാണ് ചേർന്നിരിക്കുന്നത്. കൈയൊക്കെ എക്സർസൈസ് മാസങ്ങളോളം ചെയ്തിട്ടാണ് കൈയെല്ലാം റെഡിയാക്കി എടുത്തത്. അങ്ങനെ എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ പോയി എക്സർസൈസ് ചെയ്യണമായിരുന്നു, ഫിസിയോതെറാപ്പി ചെയ്യണമായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ദൈവാത്ഭുതമായി ചെയ്തു. ഇതിന് സ്തോത്രം. പിന്നെ ഞാൻ ട്രീറ്റ്മെന്റിനായിട്ട് നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്ന് ഒരു 6 മാസം നാട്ടിൽ നിന്നു. അപ്പോൾ എന്റെ കമ്പനി എന്നെ വളരെ സഹായിച്ചു. അവരെന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും വിസ കാര്യങ്ങളെല്ലാം അടിച്ചു തരുവാനിടയായി. സ്തോത്രം. അതുപോലെ കമ്പനിയിൽ ഒരു സൂപ്പർവൈസർ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഈ ഫിലിപ്പീനിയാണ്, പക്ഷെ ബെൽജിയംകാരനാണ്. സ്തോത്രം. ആ മനുഷ്യന് വളരെ സ്നേഹമായിരുന്നു. എന്ന് വെച്ചാല് പുള്ളിക്ക് അറിയുന്ന ഇംഗ്ലീഷ് ഭാഷ മാത്രമാണ്, ഇംഗ്ലീഷും ബാക്കിയുള്ള ഭാഷകളാണ്. പക്ഷെ സെക്ഷനിലുള്ള ആൾക്കാര് പാകിസ്ഥാനികള് ഉറുദു സംസാരിക്കും, ബംഗാളി സംസാരിക്കും, ശ്രീലങ്കക്കാർ അവരുടെ ഭാഷ, പിന്നെ ഇംഗ്ലീഷ് അറിയുന്നവരൊക്കെ കുറവാണ്. അപ്പൊ അവർക്കൊക്കെ വേണ്ടി തർജ്ജമ ചെയ്യുന്ന ഞാനാണ്. ഈ സൂപ്പർവൈസർക്ക് തർജ്ജമ ചെയ്ത് കൊടുക്കുന്ന ഞാനാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് തന്നെ വളരെ സ്നേഹമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പുള്ളി എല്ലാവരോടും പറഞ്ഞു, എനിക്ക് വേണ്ടി പൈസ ഒക്കെ പിരിപ്പിച്ചു, നിങ്ങൾ എല്ലാവരും അവൾക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരോടും പൈസ പിരിച്ചു. എന്നെ നാട്ടിൽ വിട്ടു. ടിക്കറ്റൊക്കെ എടുത്ത് നാട്ടിൽ വന്നു. നാട്ടിൽ കുറച്ച് ട്രീറ്റ്മെന്റ് ചെയ്തു. അങ്ങനെ അതിനിടയ്ക്ക് ഈ 96-ല് ഞാൻ ഈ തീപ്പൊള്ളുന്നതിന് മുമ്പായിട്ട് ഞാൻ നാട്ടിൽ വന്നിട്ട് വിസ മാറ്റാൻ വന്നതായിരുന്നു. കമ്പനി വിസ വന്നപ്പോ അത് മാറ്റാൻ വേണ്ടി വന്നു. ആ പ്ലേഗിന്റെ സമയത്തായിരുന്നു. അപ്പൊ വന്നപ്പോഴ് ഈ ഫ്ലാഗ് വന്നപ്പോ കുറെ നാൾ നാട്ടിൽ നിൽക്കാൻ പറ്റി. വിസയൊക്കെ എക്സ്പയർ ആയി പോകുന്നു വിചാരിച്ചു. പക്ഷെ സമയമായപ്പോൾ എയർപോർട്ട് തുറന്നു. അങ്ങനെ തിരിച്ചു പോകാനിടയായി. ആ സമയത്ത് ഞാൻ വീടിന് ഫൗണ്ടേഷൻ ഇടാനിടയാക്കി. വീട് കിട്ടിയതും വസ്തു കിട്ടിയതൊക്കെ വളരെ അത്ഭുതമാണ്. തന്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് എനിക്ക് ദൈവം വീട് തന്നത്, വസ്തു തന്നതല്ല. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചൊന്നും വാങ്ങിയതല്ല. കാരണം എന്റെ ചെറിയ ശമ്പളത്തിൽ എനിക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയത്തില്ലായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അതെന്റെ ശമ്പളം എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടില് അയച്ചു കൊടുക്കണം. എന്നോട് ആരൊക്കെ എന്തൊക്കെ ചോദിച്ചാലും അവർക്കൊക്കെ ഞാൻ അയച്ചു കൊടുക്കും. അങ്ങനെയായിരുന്നു. എന്റെ മക്കൾ ആ സമയത്ത് ഇല്ലല്ലോ, അവര് പോയിരിക്കല്ലേ.
അപ്പൊ ആരൊക്കെ എന്നോട് ഹെൽപ്പ് ചോദിച്ചാൽ അവർക്ക് കൊടുക്കും. ഞാൻ ഒന്നും സമ്പാദിച്ചു വെച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഹാലലുയ ഞാൻ 94 നാട്ടിൽ പോയപ്പോഴേ സ്തോത്രം ഒരു ടിവിയും VCR വാങ്ങിക്കൊണ്ട് അവനിടയായി. ആ ടിവിയും VCR വാങ്ങിക്കൊണ്ട് പോയപ്പോഴ് ആ സമയത്ത് എന്റെ തറവാട്ട് വീട് എന്റെ അപ്പനൊക്കെ ഉണ്ടാക്കിയ നല്ലൊരു വീടായിരുന്നു. 2 ഏക്കർ സ്ഥലം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അതിൽ 1/2 ഏക്കർ സ്ഥലം വിറ്റിട്ട് ബാക്കി സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലവും ആ വീടും എല്ലാം കടലെടുത്ത് പോകാനിടയായി. ദൈവത്തിന് സ്തോത്രം. 92 പോയതാണ്. ആ സമയത്ത് ഒരു ചെറിയ വസ്തു ഞാൻ വാങ്ങിക്കൊടുത്തു. അവിടെ ഒരു ചെറിയ 4 സെന്റ് സ്ഥലത്തിൽ ഒരു കൊച്ചു വീട്ടിലാണ് അവർ താമസിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ സമയത്ത് ഞാൻ നാട്ടിൽ പോയപ്പോൾ ഈ ടിവിയും VCR വെച്ചിട്ട് എല്ലാവരും പടം കാണാൻ ഇടയായി. കുറേ ആൾക്കാർ വന്നു. ആ ദേശത്തുള്ള എല്ലാവരും വന്നു അങ്ങനെ TV വെച്ച് പിക്ചറുകൾ കണ്ടുകൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെയൊക്കെ അന്ന് ഞാൻ വിശ്വാസത്തിലൊന്നുമല്ലല്ലോ. അവിടെയൊക്കെ ആൾക്കാർക്ക് പടം ഇങ്ങനെ TV കാണാനൊന്നും വലിയ ആൾക്കാരുടെ വീട്ടിൽ മാത്രമേ TV ഉള്ളൂ. എന്നുവെച്ചാൽ പാവപ്പെട്ടവർക്കൊന്നും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ആ TV വെച്ചു കൊടുത്തു. ഞങ്ങളെ ഇലക്ട്രിസിറ്റി ഒന്നും എന്റെ വീട്ടിലില്ല. അടുത്ത വീട്ടിൽ എഴുതി ഇലക്ട്രിസിറ്റി ബോർഡിൽ എഴുതി കൊടുത്തു. ഒരു കറണ്ട് എടുത്തു. അങ്ങനെ എല്ലാവരും ഈ TV വെച്ച് 3 മാസത്തോളം എല്ലാവരും ഈ TV കണ്ടു. അത് കഴിഞ്ഞിട്ട് ഒരാൾ ഈ ടിവിയും VCR വാങ്ങാൻ വന്നു. അപ്പൊ ഈ ടിവിയും VCR വാങ്ങാൻ വന്ന ആൾക്കാര് ദൈവത്തിന് സ്തോത്രം അവരൊരു 28,000 രൂപയ്ക്ക് അത് വാങ്ങിക്കൊണ്ട് പോകാനിടയായി. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഈ 28,000 രൂപ എന്റെ കയ്യിൽ കിട്ടിയപ്പോ എന്റെ വീട്ടുകാര് ഒന്നും പറഞ്ഞില്ല. പക്ഷെ എന്നെ സ്നേഹിക്കുന്ന 2 ഇത്തമാരുണ്ടായിരുന്നു. അവരെന്നോട് പറഞ്ഞു, നീ ഈ പൈസ നാശാക്കി കളയാതാ, ഒരു ചെറിയ വീട് പണിയാനും അതിന് ഫൗണ്ടേഷൻ ഇടാനും എന്തെങ്കിലും നോക്ക്. നിനക്കൊരു വീട് വേണ്ടേ? നീ വരുമ്പോ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ പിന്നെ അവിടെ ഇവിടെ നാശമായി പോകും. അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരെന്നെ നിർബന്ധിച്ചത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു. ദൈവത്തിന് സ്തോത്രം. ആ 28 രൂപയ്ക്കുള്ള പണിയാണ് അന്ന് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ കല്ലിറക്കി ഒരു ചെറിയ വീട് വെക്കാൻ ഫൗണ്ടേഷനൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴും ഫൗണ്ടേഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ചേച്ചിയുടെ മോൻ എന്റെ രണ്ടാമത്തെ ചേച്ചി പറഞ്ഞു, ചേച്ചിയുടെ മോനോട് പറഞ്ഞു, ചിറ്റ വീട് പണിയുണ്ട്, നീ ഒന്ന് പോയി സഹായിച്ചു കൊടുത്തു, നീ ഒന്ന് ചെന്ന് നോക്ക്. അവൻ വന്നു. അപ്പൊ അവൻ വന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, മോനെ ചിറ്റ പണിയാൻ പൈസ ഇല്ല, ഫൗണ്ടേഷൻ ഇട്ടു ചെറിയ റൂം അങ്ങനെ ശരിയാക്കാം, അല്ലാതെ എന്ത് ചെയ്യാൻ. അപ്പൊ വേണ്ട ചിറ്റ പണി, ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഇറക്കി തരാം. അവൻ കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് ഇറക്കി തന്നു. മെറ്റല്, കല്ല്, അങ്ങനെ വീട് പണിയാൻ തുടങ്ങിയപ്പോ ഓടുവീട് ഉദ്ദേശിച്ച ഞങ്ങള് വാർക്ക വീടിലോട്ട് മാറി. അങ്ങനെ ഫൗണ്ടേഷൻ ഇട്ട്, വാർക്കയ്ക്കല്ല ഫൗണ്ടേഷൻ ഇട്ട് വെറും കല്ലുകൊണ്ടാണ്. അങ്ങനെ ഫൗണ്ടേഷൻ ഇട്ടെങ്കിലും കൂടി വാർക്ക വീടിന് ഉള്ള കാര്യങ്ങൾ ചെയ്യാനിടയായി. അവർ കുറച്ച് സാധനങ്ങളൊക്കെ ഇറക്കി തന്നു. അങ്ങനെ പൈസ കൊടുക്കാനൊക്കെ അവൻ സഹായിച്ചു. അപ്പൊ എന്റെ കയ്യിൽ കുറച്ച് സ്വർണ്ണം ഉണ്ടായിരുന്നു, അത് അവന് കൊടുത്തു. അങ്ങനെ ആ വീടിന്റെ പണി ഏകദേശം വാർക്ക കഴിഞ്ഞിട്ട് വീട് അവിടെ കിടന്നു. അത്രത്തോളം പണി കഴിഞ്ഞു വന്നു. ദൈവത്തിന് സ്തോത്രം. ആ ദൈവത്തിന്റെ സമയത്ത് ദൈവമാണ് അത് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ വാർക്കം കഴിഞ്ഞ് അവിടെ കിടന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയപ്പോഴാണ് ഞാൻ തീ കൊള്ളാനിടയാക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇനി ഞാൻ ജോലി ചെയ്യുമോ എങ്ങനെ നമുക്ക് അറിയത്തില്ല. അങ്ങനെ തീപ്പുള്ളി അതിന് രക്ഷപ്പെട്ടു. 96 ഞാൻ വീണ്ടും നാട്ടിലേക്ക് വന്ന് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് തിരിച്ചുപോയി. ഒരു 6 മാസം നാട്ടിൽ നിന്ന് ട്രീറ്റ്മെന്റ് എടുത്ത് തിരിച്ചുപോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കമ്പനിയിൽ ജോലിക്ക് പതുക്കെ അങ്ങനെ പോയപ്പോ സൂപ്പർവൈസർ പറഞ്ഞു, നീ വന്ന് ഇങ്ങനെ പോയിട്ട് കാര്യമില്ലല്ലോ, വന്ന് ജോലിക്ക് ഇരിക്കും, ഓഫീസിൽ നിന്ന് ആൾക്കാരൊക്കെ വരുമ്പോ ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കള്ളക്കടത്ത് ജോലിയും ചെയ്യാൻ അറിയില്ല. ഞാൻ പതുക്കെ അതിന്റെ കാലൊക്കെ ഉറപ്പിച്ച് വെച്ച് ജോലി ചെയ്യാൻ തുടങ്ങി. ഈ കാലെല്ലാം പൂർണ്ണമായിട്ട് വിടുതൽ പ്രാപിക്കാനും സാധിക്കുമാകും. ഞാൻ പഴയ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാനിടയായി. ഇതിന് സ്തോത്രം. പഴയ പോലെ ആയി തീരാനിടയായി. ഇതിന് സ്തോത്രം. അങ്ങനെ ആയ ആരോഗ്യം എനിക്ക് തിരിച്ചു കിട്ടി. ഞാൻ അങ്ങനെ ജോലി ചെയ്തിട്ടുണ്ട്. സ്തോത്രം. അങ്ങനെ എന്റെ കുഞ്ഞുങ്ങൾ അപ്പോഴും വന്നിട്ടില്ല, പോയിട്ട് ഗുജറാത്തിൽ പോയിരിക്കുകയാണ്. അപ്പൊ 2000 വർഷത്തില് ഞാന് ഇങ്ങനെ കുഞ്ഞുങ്ങളെ കാണാത്തൊരു വിഷമം. അപ്പൊ 2000 എന്റെ മൂത്ത മകനപ്പ എന്റെ കൂടെ പോയിട്ടുണ്ട്. സ്തോത്രം. അന്മുഖാന്തരം കുറെ വിഷമങ്ങള്, മനസ്സമാധാനം ഇല്ലാത്ത അവസ്ഥകളൊക്കെ ഉണ്ടായി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോഴേ ഞാനിങ്ങനെ പ്രാർത്ഥനയ്ക്ക് അവരൊക്കെ എന്നെ വിളിച്ചു. നാട്ടിൽ 2000 ഞാൻ ചർച്ചിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പൊ എന്റെ പിള്ളേര് വരാൻ വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരും. അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ മക്കൾ വന്നെന്നുള്ള ഫോൺ കോൾ വന്നെനിക്ക്, മക്കൾ തിരിച്ചു വന്നിട്ടുണ്ടെന്നുള്ളത്. അത് എന്റെ ജീവിതത്തിൽ വലിയൊരു സന്തോഷമായിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് കമ്പനിയിൽ പറഞ്ഞ് എന്റെ മക്കൾ ഇങ്ങനെ വന്നിട്ടുള്ളത്, എനിക്ക് കാണാൻ പോകണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അധികം നാളായിട്ടില്ല പോയി വന്നിട്ട്.
എങ്കിലും എന്നെ പോകാൻ അവർ സമ്മതിച്ചു, ടിക്കറ്റൊക്കെ തന്നു. അങ്ങനെ ഞാൻ പോയി എന്റെ മക്കളെ കാണാനിടയായി. 2000 എന്റെ മക്കൾ രണ്ടുപേര് തിരിച്ചു വരാൻ ഇടയായി. അത് വലിയ വലിയ ഗുജറാത്തിൽ നിന്നാണ് എന്റെ മക്കൾ തിരിച്ചു വന്നത്. 10 പൈസ പോലും കയ്യിലില്ലാത്ത സമയത്ത് എന്റെ കുഞ്ഞുങ്ങളെ വീട് വിട്ടിറങ്ങി അവിടെ നിന്ന് ഓടിപ്പോരുകയാണ്. അപ്പൊ ആ മോനെയാണെങ്കിൽ ഒത്തിരി ഉപദ്രവിക്കുമായിരുന്നു എന്റെ ഭർത്താവ്. മോളെ അധികം ഒന്നും കാണിക്കത്തില്ല. അങ്ങനെ മോളൊത്തിരി പുള്ളിനെ പോലെ ഇരിക്കുന്നോണ്ട് മോൻ എന്റെ പോലെയാന്ന് പറയും. അങ്ങനെ ഒത്തിരി അവനെ ഉപദ്രവിക്കായിരുന്നു. അവനെ കൊണ്ട് ഉള്ള വർഷാപ്പിലെ എല്ലാ പണി എടുപ്പിക്കുമായിരുന്നു. കൊച്ചിന് കണ്ടാ നമ്മൾ അറിയാത്ത വിധത്തിലായിപ്പോയായിരുന്നു. അങ്ങനെ നാട്ടിൽ അവര് എത്താനിടയിൽ എന്റെ മോളെ കൊണ്ട് വരുന്നത്, മോളൊക്കെ കാണാൻ ഇത്തിരി നല്ലതാണ്. അപ്പൊ അവളെ കൊണ്ട് വരാന്ന് വെച്ചാൽ അവൾക്ക് അന്ന് 19 വയസ്സുണ്ട്, മോന് 16 വയസ്സൊക്കെ ഉള്ളു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അവളെ കൊണ്ട് അവര് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അവര് പറഞ്ഞ് നമുക്ക് മരിക്കാന്ന് പറഞ്ഞ പിള്ളേർ ഇറങ്ങുന്നത്, നമുക്ക് വല്ല ട്രെയിനിൽ തലവെച്ച് മരിക്കാം എന്ന് പറഞ്ഞ എന്റെ പിള്ളേർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ദൈവത്തിന് സ്തോത്രം. അല്ല അത്രയും അവരും വെറുത്തു. അങ്ങനെ ഇറങ്ങിയിട്ട് അവര് വന്നപ്പോ മോൻ പറഞ്ഞ് നമുക്ക് എന്തായാലും വീട്ടിൽ പോയിട്ട് നമ്മൾ അമ്മച്ചിനെ കണ്ടിട്ട് മരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ ഇറങ്ങിയപ്പോ കയ്യിൽ പൈസ ഇല്ലല്ലോ. അങ്ങനെ മോളുടെ കാതില് കമ്മലും കൂടും കിടക്കുന്നുണ്ടായിരുന്നു. അത് ഒരു പ്രാവശ്യം പോലെ ഞാൻ പൈസ അയച്ചു കൊടുത്തിട്ട് എന്റെ നാത്തും വാങ്ങിക്കൊടുത്തതാണ്. അങ്ങനെ ഈ കമ്മലും കൂടും കൊണ്ട് അവര് നടന്നു വിൽക്കാൻ വേണ്ടിട്ട്. അത് ഹോളിയുടെ ദിവസമായിരുന്നു. അപ്പൊ കടകളൊക്കെ അടച്ചുപൂട്ടിരിക്കുന്നതുകൊണ്ട് ഇത് ആരും വാങ്ങാനുണ്ടായിരുന്നില്ല. അങ്ങനെ വഴിത്തലക്കിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് കൊടുത്തപ്പോ അവരൊരു 400 രൂപ കുഞ്ഞുങ്ങൾ കൊടുത്തു. ഈ 400 രൂപ വെച്ച് രണ്ടാമത് ടിക്കറ്റ് എടുത്ത് മദ്രാസ് വരെ വന്നു, ചെന്നൈ വരെ അവര് വന്നു. പിന്നെ അവർക്ക് പൈസ ഇല്ല. ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ എന്റെ കുഞ്ഞുങ്ങൾ വന്നു ആ ചെന്നൈയിൽ വന്ന്. അപ്പൊ ആൾക്കാരൊക്കെ ഇങ്ങനെ മോളെ തൊടും. അപ്പൊ അവര് പറയും ഒന്നുമില്ല എന്ന് പറയും. സഹായം വേണമെന്നൊക്കെ ചോദിക്കുമ്പോ വേണ്ടെന്ന് പറയും. വേണ്ട 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 എന്ന് പറയും. അങ്ങനെ ഇവരിങ്ങനെ നിന്നപ്പോ ഒരാളടുത്ത് വന്നിട്ട് ചോദിച്ചു, എന്താണ് മോനെ കാര്യം, നിങ്ങൾക്ക് എന്താണ് വല്ല സഹായം വേണം, എന്താണ് ആവശ്യം എന്ന് ചോദിച്ചപ്പോ എന്റെ മോൻ പറയാണ്, എനിക്ക് അയാളോട് സംസാരിക്കാൻ തോന്നിയില്ല. വേറെ ആരും വന്നപ്പോഴും സംസാരിക്കാൻ തോന്നിയില്ല. അപ്പൊ അയാളോട് സംസാരിച്ചപ്പോ അതൊരു മലയാളിയായിരുന്നു. അയാളോട് പറഞ്ഞു ഇങ്ങനെയാണ്, ഞങ്ങളിങ്ങനെ ഇങ്ങനെ വന്നതാണ്, ടിക്കറ്റിന് പൈസ ഇല്ലാന്ന്, ഞങ്ങളമ്മ ഇങ്ങനെ കുവൈറ്റിലാണ്, അവരെന്തൊക്കെ പറഞ്ഞു. അപ്പൊ അവർക്ക് 2 ടിക്കറ്റ് എടുത്ത് കൊടുത്ത്, പിന്നെ അയാളെ അഡ്രസ്സും കൊടുത്ത്, എന്നിട്ട് അവരെ ബസ് കയറ്റിട്ട് തൃശ്ശൂർക്ക് വിട്ട്. അങ്ങനെ തൃശ്ശൂർക്ക് വിട്ട് അവർ കൂടെ ചില ആൾക്കാരെ പറഞ്ഞേൽപ്പിച്ചിട്ട് തൃശ്ശൂർ വരുവാനിടയായി. അവിടുന്ന് അവർ കൊടുങ്ങല്ലൂർ വന്ന് എന്റെ ഭർത്താവിന്റെ വീട്ടില് അവിടെ ഉമ്മയുണ്ട്, ഉമ്മയുടെ വന്നു. അങ്ങനെ അവിടെ വന്നപ്പോ ഉമ്മ ഭയങ്കര പേടിച്ചു. ഉമ്മ പറഞ്ഞു, മക്കളെ ഇവിടെ നിന്നാൽ അവൻ നിങ്ങളെ പിന്നാലെ വരും, നിങ്ങളെ കൊല്ലും, എന്നെയും കൊല്ലും പറഞ്ഞിട്ട് ഉമ്മ വേഗത്തിൽ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് പിള്ളേരെ എന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും വരാനിടയായി. അത്ഭുതകരമായാണ് എന്റെ കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് ഗുജറാത്തിന്റെ ദേശത്ത് വരുവാനിടയായി. യാതൊരു പോറലും കേൾക്കാതെ വരാനിടയായി. ദൈവത്തിന് സ്തോത്രം. പിന്നെ വളരെ കഷ്ടങ്ങളിൽ കൂടെ എന്റെ കുഞ്ഞുങ്ങളെ കടന്നു പോകാനിടയായി. അവർക്ക് മാതാവിന്റെ സ്നേഹവും പിതാവിന്റെ സ്നേഹവും ഒന്നും കിട്ടാത്ത അവസ്ഥകൾ, വർഷങ്ങള് അങ്ങനെ ആയിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾക്ക് ഒന്നിച്ച് താമസിക്കാൻ കഴിയാത്ത അവസ്ഥകള്, അങ്ങനെയൊക്കെ എന്റെ കുഞ്ഞുങ്ങൾ വളരെ ഭാരപ്പെട്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പെട്ടെന്ന് ഞാൻ ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് കുവൈറ്റിൽ നിന്ന് നാട്ടിൽ പോകാനിടയായി. കുഞ്ഞുങ്ങളെ പോയി. അങ്ങനെ പെട്ടെന്ന് വീട് അങ്ങനെ കുറച്ച് പണി കഴിഞ്ഞ് കിടക്കുന്നല്ലോ, വാർക്ക കഴിഞ്ഞ് കിടക്കുന്നു. വർഷങ്ങളായി പിന്നെ കിടക്കുന്നത്. 1996 പണിത വീട് 2000 പിന്നെ ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് ഞാൻ വേഗം ഒരു ലോൺ എടുത്ത് ഒരു 35,000 രൂപയാണ് ലോൺ എടുക്കുന്നത്. അതുകൊണ്ട് വീടിന്റെ പണികളൊക്കെ ചെയ്ത് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് കുഞ്ഞുങ്ങളെ താമസിപ്പിച്ച് എന്റെ അമ്മയെ കൂട്ടിയിട്ട് കുഞ്ഞുങ്ങളെ അവിടെ താമസിച്ചു. വീട് പറക്കലൊക്കെ ചെറിയൊരു ടെറസ് വീട്, ഞങ്ങൾക്ക് 2 ബെഡ്റൂം മാത്രമുള്ള ഒരു വീടാണ് ഉണ്ടാക്കിയത്. അതെല്ലാം ദൈവമാണ് ഭംഗിയായി ചന്തമായി യുദ്ധമായി എല്ലാം ചെയ്തെന്ന ദൈവമാണ്. എല്ലാം ഭംഗിയായി ചെയ്തു. എനിക്ക് 10 പൈസ കയ്യിലുണ്ടായിട്ടോ ഞാൻ കയ്യിൽ പൈസ വെച്ചിട്ടൊന്നുമല്ല, എല്ലാം ചെയ്യുവാനിടയായി. സ്തോത്രം. അങ്ങനെ ആ വീട് അവിടെ പണിത് തീർന്നു. മക്കളെ അവിടെ അമ്മയോടെ പറഞ്ഞിട്ട് ഞാൻ വീണ്ടും പോയിട്ട് ദേശത്തേക്ക് വരികയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പോയിട്ട് ദേശത്ത് വരുമ്പോ എന്റെ മൂത്ത മകൻ ഇവിടെ ഉണ്ട്. അവൻ ജോലി ആക്കി കൊടുത്ത ജോലി എല്ലാം കളഞ്ഞു, ഫ്ലാറ്റിന്റെ വാടക കൊടുത്തില്ല, അങ്ങനെ പ്രശ്നങ്ങളായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ജോലിക്ക് ചെന്നപ്പോ അവിടെ എല്ലാ ലേഡീസിനെയും പിരിച്ചു വിട്ടു. പിന്നെ ലേഡീസ് ഒന്നും ഇല്ല കമ്പനിയിൽ. അപ്പൊ ഞാൻ മാത്രം പിന്നെയും ജോലി ചെയ്തോണ്ടിരുന്നു കുറച്ച് ദിവസം. അപ്പൊ എല്ലാ ലേഡീസും വന്ന് പിന്നെയും പ്രശ്നം ഉണ്ടാക്കി. അവളെ മാത്രം വെച്ച് ഞങ്ങളെയൊക്കെ മാറ്റി കണ്ടു. അങ്ങനെ എന്നെ അവര് തിരിച്ചുവിടാനിടയെ. ആ സമയത്ത് ജോലി ഇല്ലാതിരിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് പിന്നെ ചർച്ചിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്നത്. പിന്നെ അങ്ങനെ ചർച്ചിൽ പ്രാർത്ഥനയ്ക്ക് പോകാന്ന് വെച്ചാല് എന്നെ ആരും വിളിച്ചാലും ഞാൻ പോകൂല പ്രാർത്ഥനയ്ക്ക്. ഞാൻ പറയും, ഞാൻ ഒരു പ്രാർത്ഥനയ്ക്ക് വരുന്നില്ല, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. വീട്ടിലൊന്നും പ്രാർത്ഥിക്കത്തില്ല, വെറുതെ അങ്ങനെ പറയുന്നു.
അങ്ങനെ ഒരു ഞങ്ങളെ കമ്പനിയിൽ തന്നെ ഒരു ഞങ്ങളെ ഒരു സൂപ്പർവൈസർ, ഒരു ഫോർമാൻ, ആ ഫോർമാനും ഭാര്യയും അവരൊക്കെ ചർച്ചിൽ പോകുന്ന ആൾക്കാരാണ്. അപ്പൊ അവര് കമ്പനിയിൽ തന്നെ ജോലിയാണ്, രണ്ടുപേരും കമ്പനിയിലാണ് ജോലി. അപ്പൊ ഒരു ദിവസം അവർ എന്നെ വന്ന് വിളിച്ചു, നീ ജോലി ഇല്ലാണ്ട് വീട്ടിലിരിക്കല്ലേ വിഷമിച്ചിട്ട്, വായി നമുക്ക് ചർച്ചിൽ പോകാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവര് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല ചർച്ചിൽ എന്ന് പറഞ്ഞു. വായോ വന്ന് അവിടെ പ്രാർത്ഥിച്ചാൽ വിഷമം മാറും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് അവര് വിളിച്ചപ്പോ പോയില്ല. അപ്പൊ എന്റെ മനസ്സിൽ ഭയങ്കര വിഷമായി. എന്തുകൊണ്ട് പോയില്ല? എന്റെ ഹൃദയത്തിൽ ഒരാൾ ഇങ്ങനെ എന്നെ ചോദ്യം ചെയ്യണം. അതിന് വിളിച്ചപ്പോ നീ എന്തുകൊണ്ട് പോയില്ല? പോ 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 എന്ന് പറഞ്ഞാൽ എന്നെ തള്ളിക്കൊണ്ടിരുന്നു. അപ്പൊ ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോ വീണ്ടും പ്രാർത്ഥനയൊക്കെ ഉള്ള ദിവസങ്ങളാണ്, മുടക്ക് ദിവസങ്ങളൊക്കെ പ്രാർത്ഥന ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഞാൻ രാവിലെ റെഡി ആയിട്ട് അവരെ വീട്ടിലോട്ട് പോയി. അവര് ഞങ്ങളെ നാട്ടുകാർ തന്നെയാണ്, തൃശ്ശൂർക്കാർ തന്നെയാണ്. അപ്പൊ അവരെ വീട്ടിൽ പോയപ്പോ കാലത്ത് തന്നെ ഞാൻ ചെന്നപ്പോ അവര് ചോദിച്ചു, എന്താ വലിയ രാവിലെ തന്നെ വന്നത്? ഞാൻ പറഞ്ഞു, അന്ന് നിങ്ങൾ പ്രാർത്ഥന വിളിച്ചപ്പോ ഞാൻ വന്നില്ലല്ലോ, അതുകൊണ്ട് ഇന്ന് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഞാൻ പോകാനാ വന്നതെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, അയ്യോ ഇന്ന് വണ്ടി കേടായി കിടക്കാണ് കാറ്, അതുകൊണ്ട് ഞങ്ങൾ പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വളരെ ആഗ്രഹത്തോടുകൂടി വന്നതായിരുന്നു, അപ്പൊ നിങ്ങളെ വണ്ടി കേടായി എന്ന് പറഞ്ഞു. അതിനെന്താണ്, നമുക്ക് തോമച്ചാന്റെ ചർച്ചിൽ പോകാലോ എന്ന് പറയും. അപ്പൊ വേറെ തോമച്ചൻ എന്ന് പറഞ്ഞ ഒരാള്, അതും കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്ന ആളാണ്. ഞങ്ങൾ ഒരേ കമ്പനിയിലാണ് വർഷങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. തോമച്ചൻ എന്ന് പറഞ്ഞ അവിടുത്തെ സൂപ്പർവൈസർ ആയിരുന്നു, ഒരു ചർച്ചില് അസിസ്റ്റന്റ് ആയിട്ട് ചെയ്തോണ്ടിരുന്ന പാസ്റ്റർ. അപ്പൊ തോമച്ചന്റെ ചർച്ചിൽ പോകാലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ പെന്തിക്കോസ് ചർച്ചിനെ പറ്റി കേട്ടിട്ടുള്ളത്, തോമച്ചന്റെ സെക്ഷനിൽ തന്നെയുള്ള ഒരു ബെന്നി എന്ന് പറഞ്ഞ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. ബെന്നി എന്നോട് പറയും, മംഗലാപുരംകാരി, ആ സിസ്റ്ററിനോട് പറയും, തോമച്ചന്റെ ചർച്ചിൽ ഇങ്ങനെയാണ്, അവർ കമ്മലും മാലയൊന്നും ഇടൂല, അവർ കൈകൊട്ടി പാട്ട് പാടും, അതാണ് അവരെ പാട്ട്, അവരെ ചർച്ച എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തോമച്ചന്റെ ചർച്ചിൽ പോകാനപ്പോ ഞാൻ പറഞ്ഞു, അയ്യേ വേണ്ട, ഞാനൊന്നും പോണില്ല പെന്തിക്കോസ് ചർച്ചിൽ എന്ന് പറയാനിടയായി. അപ്പൊ ഗിരീഷ് പറഞ്ഞു, സൂപ്പർവൈസർ പറഞ്ഞു, അത് സാറില്ല, നീ ഇന്ന് അവിടെ പോ, അടുത്ത ആഴ്ച നമുക്ക് അവര് പോകുന്ന കത്തോലിക്ക ചർച്ചിലാണ്, അടുത്ത ആഴ്ച നമുക്ക് ഞങ്ങളെ ചർച്ചിൽ പോകാം എന്ന് പറയാനിടയായി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞാനും പെന്തിക്കോസ് ചർച്ചിൽ പോകുന്നില്ല എന്ന് പറഞ്ഞത് കേട്ടിട്ടുണ്ട് തോമാച്ചൻ സിറ്റ് ഔട്ടിലോട്ട് വരാനിടയായി. ദൈവത്തിന് സ്തോത്രം. അപ്പൊ തോമാച്ചൻ ബ്രദർ എന്നോട് ചോദിച്ചു, മലിക വരുന്നുണ്ടോ ചർച്ചില് എന്ന് ചോദിക്കാനിടയായി. ഞാൻ പറഞ്ഞ്, ഞാൻ വരാം എന്ന് പറഞ്ഞു. ആ മനുഷ്യനോട് ഇല്ല എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല, അത്രയും ഒരു റെസ്പെക്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. വരാം എന്ന് പറഞ്ഞു. അങ്ങനെ അന്നും ആദ്യമായിട്ട് തോമാച്ചൻ ഫസ്റ്റ് ഷർട്ടൊക്കെ ഇസ്തിരിയിട്ട് ഇങ്ങനെ പോവുകയാണ്, ചർച്ചിൽ പോകണം. അപ്പൊ എന്നോട് പറഞ്ഞു, ആ വീട്ടിൽ തന്നെ വേറൊരു ഫാമിലി താമസിക്കുന്നുണ്ട്, അത് 3 ബെഡ്റൂമുള്ള ഒരു ഫ്ലാറ്റാണ്. അപ്പൊ എന്നോട് പറഞ്ഞ്, അനിയൻ കുഞ്ഞും കൊച്ചുമോളും അവര് വരുമ്പോ മല്ലിക അവരെ കൂടെ വാട്ടോ എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ തോമാച്ചൻ വേഗം പോയി. അനിയൻ കുഞ്ഞും കൊച്ചുമോളും റെഡി ആയിട്ട് വന്നപ്പോ കൊച്ചുമോൾ എന്നെ വിളിച്ചു, മല്ലി ചേച്ചി നമുക്ക് പോകാന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് അവര് പോയി. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ പെന്തക്കോസ്ത് ചർച്ചിൽ പോകാനിടയായി. ദൈവത്തിന് സ്തോത്രം. അവിടെ ചെന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം, ഞാൻ അറിയുന്ന ഒത്തിരി പേരെ അവിടെ കാണാനിടയായി. ദൈവത്തിന് സ്തോത്രം. അവരൊന്നും അവിടെ പോകുന്നൊന്നും എനിക്കറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഒത്തിരി പേരെ ഞാൻ കാണാനിടയായി. അപ്പൊ അവരെല്ലാം എന്റെ പരിചയപ്പെട്ട ഒരു കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്നെ കണ്ടപ്പോ എല്ലാവരും വരുവാനും എന്നോട് സംസാരിക്കാനൊക്കെ ഇടയായി. അങ്ങനെ പ്രാർത്ഥനയല്ല, ഉപവാസ പ്രാർത്ഥനയാണ്. അന്ന് ഹജ്ജ് പെരുന്നാളിന്റെ 3 ദിവസത്തെ മുടക്കാണ്. ആ സമയത്ത് അവിടെ അണ്ടർഗ്രൗണ്ട് പ്രാർത്ഥന സ്ഥലങ്ങളെല്ലാം ഭയങ്കര ഉപവാസ പ്രാർത്ഥനയാണ്. അങ്ങനെ ഒരു ഉപവാസ പ്രാർത്ഥന സമയത്താണ് ഞാൻ ആ ചർച്ചിൽ പോകുന്നത്. അങ്ങനെ ഒന്നാമത്തെ പ്രാർത്ഥനയിൽ ഞാൻ ചെയ്തത്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അവിടെ പ്രാർത്ഥനയും പാട്ടും കയ്യടിയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും. ഞാൻ ഓർത്ത് ഇങ്ങനെയുണ്ട് ഒരു പ്രാർത്ഥന. അങ്ങനെ ആ പ്രാർത്ഥന എനിക്ക് വല്ലാതെ എന്നെ ഹൃദയത്തിൽ എനിക്ക് നഷ്ടപ്പെട്ട സമാധാനമൊക്കെ അങ്ങനെ തിരിച്ചു വരാനിടയായി. സ്തോത്രം. അപ്പൊ ഞാൻ ഓർത്ത് കൊള്ളാലോ ഈ പ്രാർത്ഥനയൊക്കെ. അങ്ങനെ ഞാൻ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അവരെന്നെ വിളിച്ചിട്ട്, എന്റെ കൂടെ ജോലി ചെയ്തൊരു കൂട്ടുകാരെ കാണാം, അവൾ എന്നെ വിളിച്ചിട്ട്, വായിച്ചി നമുക്ക് പാസ്റ്റർ അടുത്ത് പോയി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് പാസ്റ്റർ അടുത്ത് പോയി പ്രാർത്ഥിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ചർച്ചായിരുന്നു. അലക്സ് എന്ന് പറഞ്ഞ പാസ്റ്ററാണ്, തിരുവനന്തപുരംകാരാണ് പാസ്റ്റർ. ആ ചർച്ച തുടങ്ങിയിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല, പക്ഷെ നിറയെ ആൾക്കാരുണ്ട്. ഭയങ്കര അഭിഷേകമുള്ള ഒരു ചർച്ചയായിരുന്നു. സ്തോത്രം. അങ്ങനെ ആ ചർച്ചിൽ ഞാൻ അന്ന് പോയി പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എനിക്ക് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ എന്നോട് പറഞ്ഞ്, നാളെയും പ്രാർത്ഥനയുണ്ട്, മറ്റന്നാളും പ്രാർത്ഥനയുണ്ട്, വരണേ എന്ന് പറഞ്ഞു. ഈ 3 ദിവസവും ഞാൻ അവിടെ പോകാനിടയായി. സ്തോത്രം. ആ ചർച്ച് ദൂരെയൊന്നല്ല, ഞങ്ങൾ താമസിക്കേണ്ട അടുത്തായിരുന്നു. പക്ഷെ ഞാനൊന്നും കണ്ടിട്ടില്ല, അറിയത്തില്ല.
അങ്ങനെ ഞാൻ അവിടെ ഡെയിലി പോകാനിടയായി. 3 ദിവസം പോയപ്പോൾ തന്നെ എനിക്ക് വളരെയധികം സമാധാനവും സന്തോഷവും ഉണ്ടാവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ആ പ്രയറൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ 3-ാമത്തെ ദിവസം കഴിഞ്ഞപ്പോ എന്നെ എന്റെ കമ്പനി തന്നെ വിളിക്കാനിടയായി ജോലിക്ക്. അങ്ങനെ ഞാൻ കമ്പനിയിൽ വീണ്ടും ജോലിക്ക് കയറാനിടയായി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ വീണ്ടും ആ ജോലി തുറന്നുകൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആ സമയത്ത് ഞാൻ ഈ ചർച്ചിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഞാൻ കമ്പനിയിൽ പോകുന്നത്. കമ്പനിയിലൊക്കെ ഞാൻ എല്ലാവരോടും യേശുവിനെ കുറിച്ച് പിന്നെ പറയാൻ തുടങ്ങി. കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കാൻ ഇടയായി കഴിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷത്തോടെ എനിക്ക് എപ്പോഴും ആളുകളോട് യേശുവിനെ പറ്റി പറയണം എന്നുള്ള വിചാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴേ സ്തോത്രം, ഹല്ലേലൂയ, ഞാനിങ്ങനെ ദൈവം ഓരോ ദർശനങ്ങളൊക്കെ തരാൻ തുടങ്ങി. എന്റെ ഇടയ്ക്ക് എന്തോ പറയാൻ വന്നത് ഞാൻ വിട്ടുപോയി. ഇതിന് സ്തോത്രം. അങ്ങനെ ജോലി കിട്ടാനിടയായല്ലോ. ഇതിന് സ്തോത്രം. ആ സമയത്ത് ഞാൻ എല്ലാ വ്യാഴാഴ്ചയും, അവിടെ വ്യാഴം വെള്ളിയാണ് ചർച്ച. അപ്പൊ വ്യാഴാഴ്ച ഇതുപോലെ ചർച്ചിൽ പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോൾ ഒരു ചേച്ചി, ചർച്ചിലുള്ള ഒരു ചേച്ചിയാണ്, അത് അങ്ങനെ കണ്ണൂരുള്ള ചേച്ചിയാണ്, ബിയാൻമല എന്ന സ്ഥലം. ആ ചേച്ചി വന്നു. ആ ചേച്ചി വന്നിട്ട് എന്നെ കൂട്ടാൻ വേണ്ടി വന്നു. ചേച്ചി, ഞാൻ ആരും കൂട്ടണ്ട, ഞാൻ എല്ലാ ദിവസവും പോയിക്കൊണ്ടിരുന്നു. എന്റെ പിന്നെ ബൈബിള് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ആ സിസ്റ്ററോട് ഞാൻ ചോദിച്ചു, ഈ ബൈബിൾ ഞാൻ എടുത്തോട്ടെ. അത് മലയ്ക്ക് തന്നതാ, കൊണ്ടുപോക്കുമെന്നോ. ആ ബൈബിളൊക്കെ ഞാൻ ഇടയ്ക്ക് വായിക്കാറുണ്ടായിരുന്നു, പക്ഷെ എനിക്കൊന്നും അറിയില്ല. സങ്കീർത്തനോട് ഞാൻ വായിക്കാം. അങ്ങനെ ആ ബൈബിൾ എന്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചർച്ചിൽ പോയപ്പോ അതെല്ലാം കൊണ്ട് പോകാൻ തുടങ്ങി. പിന്നെ ഈ ചേച്ചി അന്ന് എന്നെ കൂട്ടാൻ വന്നപ്പോ വലിയ ചർച്ച വരുന്നുണ്ട്, ഞാൻ റെഡിയായി നിൽക്കണം പോകാൻ. അങ്ങനെ ഞങ്ങള് സംസാരിച്ചപ്പോ ആ ചേച്ചി എന്നോട് ചോദിച്ചു, ഇഷ്ടപ്പെട്ട ചർച്ചിലെ പ്രയറൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, പ്രയറൊക്കെ ഇഷ്ടപ്പെട്ട്, പക്ഷെ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെന്താന്ന് ചോദിച്ചു എന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞേ, പ്രയറൊക്കെ ഇഷ്ടം തന്നെ, പക്ഷെ യേശു ക്രിസ്ത്യാനികളുടെ ദൈവമല്ലേ, യേശുവിന്റെ നാമത്തിൽ ആമേൻ എന്തിനാ പറയുന്നത് എന്ന് ചോദിച്ചു ഞാൻ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ആമേൻ എന്തിനാ പറയുന്നത്? അപ്പൊ ആ ചേച്ചി എന്നോട് പറഞ്ഞു, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ പിടിച്ചിരുത്തിട്ട്, ഞങ്ങളന്ന് ചർച്ചിൽ പോയില്ല വാസത്തിൽ. അവിടെ ഇരുന്ന് എന്നോട് സുവിശേഷം പറയാൻ തുടങ്ങി. ആ ചേച്ചിയാണെങ്കിൽ 1-ാം ക്ലാസ്സിൽ പോലും സ്കൂളിൽ പോയിട്ടില്ല. ഈ വിശ്വാസത്തിൽ വന്നിട്ടാണ് അത് എഴുതാനും വായിക്കാനും പഠിക്കുന്നത്. ഞങ്ങള് പോകുന്ന ആ ചർച്ചില് ഇങ്ങനെ ബൈബിള് വായിക്കുന്നത് പോലെ തന്നെ വചനങ്ങൾ എഴുതുന്ന ഒരു ബുക്ക് ഉണ്ടായിരുന്നു. എല്ലാവരും അത് എഴുതണം, എല്ലാവരും വെള്ളിയാഴ്ച കൊണ്ടുപോയി വെക്കണം, പാസ്റ്റർ നോക്കും. അങ്ങനെ ഒരു ഉണ്ടായിരുന്നതുകൊണ്ട് എല്ലാവരും ആ ചേച്ചി അങ്ങനെ എഴുതി പഠിച്ചതാണ്. ആ ചേച്ചി പറയാ, ഞാൻ എന്റെ ആങ്ങളമാര് സ്കൂളിൽ പോയിട്ട് വന്നിട്ട് തറാപറാന്ന് എഴുതുന്ന കണ്ടിട്ടേ ഉള്ളൂ, ഞാൻ പോയിട്ടില്ല സ്കൂളിൽ. അങ്ങനെയുള്ള അക്ഷരങ്ങളെ ഞാൻ കണ്ടിട്ടുള്ളൂ. അങ്ങനെയുള്ള ചേച്ചിയാണ് എന്നോട് സുവിശേഷം പറഞ്ഞതും ഈ ബൈബിൾ റീഡിംഗ് ബുക്കിൽ എഴുതുന്നതല്ല. അങ്ങനെ ആ ചേച്ചി എന്നോട് സുവിശേഷം പറഞ്ഞപ്പോൾ വാസ്തവമായിട്ട് യേശു ആരാണ് എന്ന ബോധ്യം എന്റെ ഹൃദയത്തിൽ പതിയുന്നു. എന്തായാലും ഒരാൾ എത്ര നമ്മൾ പ്രാർത്ഥനയ്ക്ക് പോയാലും സുവിശേഷം ഒരാൾ പറയണം നമ്മുടെ ഹൃദയത്തിൽ, അത് പതിയണമെങ്കിൽ. അങ്ങനെ ആ യേശു ആരാണെന്നുള്ള ബോധ്യം എന്റെ ഹൃദയത്തിൽ വരുവാനിടയായി. പിന്നെ ഞാൻ പിന്തിരിഞ്ഞ് നോക്കിയിട്ടില്ല. എനിക്ക് ദൈവദർശനങ്ങൾ ഓരോന്ന് തരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ കാണുന്ന ദർശനം അതുപോലെ സംഭവിക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പിന്നെ പ്രവൃത്തി 22-ാം അധ്യായം എന്നിട്ട് ദൈവം ഒരു ദിവസം അങ്ങനെ കാണിക്കാണ്. ഞാൻ അതെടുത്ത് വായിച്ചു. അപ്പൊ അപ്പോസ്തലൻ പൗലോസിന്റെ കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ പാസ്റ്റർ കാണിച്ചു. പാസ്റ്റർ പറഞ്ഞു, പൗലോസിന്റെ വിളിയാണ്, അതാണ് ദൈവം അത് കാണിച്ചു, സുവിശേഷം പറയുക, ആത്മാക്കളെ നേടുക. അപ്പൊ ആ സമയങ്ങളിലൊക്കെയും ഞാൻ ആരെ കണ്ടാലും സുവിശേഷം പറയും. ആ പറയുന്ന ആൾക്കാർ എന്റെ കൂടെ ചർച്ച വരും. കുറച്ചു പേരൊക്കെ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുകയും സ്ഥാനപ്പെടാനൊക്കെ സ്തോത്രം. അങ്ങനെ ഒരു ദൈവത്തിന്റെ കൃപ എന്നോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഞാനും പിന്നെ സ്നാനപ്പെടുവാനിടയായി. 2001 ഡിസംബർ 17-നാണ് ഞാൻ സ്നാനപ്പെട്ടത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ സ്നാനപ്പെട്ടു, കർത്താവിനോട് ചേർന്നു. എന്നും സുവിശേഷത്തിനായിട്ട് പോകും. ജോലി കഴിഞ്ഞ് വന്നാൽ ട്രാക്ട് എടുത്ത് സുവിശേഷം പറയാൻ പോകും, ട്രാക്ട് കൊടുക്കും. ഒരു ഭയമില്ലാതെ ഏത് ജാതി മതോ ഒന്നും നോക്കാറില്ല. ആരെ വീടായാലും മുട്ടി കയറും, ആരെ കണ്ടാലും ട്രാക്ട് കൊടുക്കും. അങ്ങനെയാണ്. അപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ ചർച്ചിലെ ആൾക്കാർക്കൊക്കെ സുവിശേഷം പറയാൻ പേടിയായിരുന്നു. എന്നാൽ എന്റെ കൂടെ വന്ന് അവരത് കാണാനും പഠിക്കാനും ഇടയായി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞങ്ങളുടെ സഭ എന്ന് പറഞ്ഞാൽ എല്ലാവരും സുവിശേഷത്തിൽ പോകുന്നവരായിരുന്നു. അങ്ങനെ 2003 വരെ വളരെ കൃപയിൽ ഞാൻ ആശ്രയിച്ച് ജീവിക്കാണ്. കാണുന്ന ദർശനങ്ങൾ അതുപോലെ സംഭവിക്കുന്ന ഒരു ഇതായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ കമ്പനി പോകാൻ വേണ്ടിയിട്ട്
രാവിലെ എഴുന്നേറ്റപ്പോ എനിക്ക് ശരീരമൊക്കെ ഇങ്ങനെ കുഴഞ്ഞു കുഴഞ്ഞ് താഴോട്ട് വീഴുന്ന പോലെ തോന്നും. എനിക്ക് എഴുന്നേക്കാനേ പറ്റുന്നില്ല. അങ്ങനെ വളരെ ബുദ്ധിമുട്ടി. അപ്പൊ എന്റെ മോനും പിന്നെ ഞങ്ങൾ അയൽപക്കത്തുള്ള ഒരു ചെറുക്കനും ഉണ്ടായിരുന്നു. അവരൊക്കെ കമ്പനിയിൽ ജോലി ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് പോകാൻ എഴുന്നേറ്റ്. അപ്പൊ അവർക്ക് ചായയൊക്കെ കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. പക്ഷെ ഞാൻ പതുക്കെ എഴുന്നേറ്റ് അവർക്ക് ചായ ഇട്ട് കൊടുത്ത് എന്നിട്ട് അവരോട് പറഞ്ഞു, ഞാൻ വരുന്നില്ല, എനിക്ക് തീരെ സുഖമില്ല, ഒരു മെഡിക്കൽ പേപ്പർ മേടിച്ചിട്ട് പോരട്ടാന്ന് പറഞ്ഞു പിള്ളേരോട്. അവര് പോയി. ഞാൻ ഒരു ഗ്ലാസ് ചായ ഇട്ട് കുടിച്ച് ഞാൻ പോയി. എനിക്ക് ശരീരം കുഴഞ്ഞു കുഴഞ്ഞു പോകുന്ന പോലെ തോന്നിയിട്ട് ഞാൻ പോയിട്ട് കട്ടിലേ പോയി കിടന്നു. കിടന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. 9 മണിയായി ആ സമയത്ത് ഞാൻ കിടക്കുമ്പോഴും. ബൈബിളൊക്കെ വായിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഞാൻ കിടക്കും. അങ്ങനെ കിടന്നു. അങ്ങനെ കിടന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഞാൻ ആത്മാവിൽ ഞാൻ പോവുക. അങ്ങനെ ഞാൻ കട്ടിലേ കിടക്കുന്നുണ്ട്, പക്ഷെ ഞാനിങ്ങനെ പൊന്തി 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 പോവുക. കട്ടിലേ ഞാൻ കിടക്കുന്നുണ്ട്, പക്ഷെ എന്റെ ആത്മാവോട് പോകുന്നത് അതൊന്നും അന്ന് അറിയത്തില്ല. അങ്ങനെ പോയി പോയി ഇങ്ങനെ പോയിട്ട് ഞങ്ങള് ചർച്ചുണ്ടല്ല, ആ ചർച്ചിൽ പോയിട്ടാണ് ഇരിക്കുന്നത്. ആ ചർച്ചിലാണെങ്കിൽ നിറയെ ആൾക്കാരുണ്ട് ചർച്ചിൽ. എല്ലാവരും ഇങ്ങനെ ഹല്ലേലൂയ സ്തോത്രം സ്തുതി മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2 പാസ്റ്റർമാർ അവിടെ നിന്ന് പുൽപ്പിറ്റിൽ നിന്നിട്ട് അവരും സ്തോത്രം സ്തുതികളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ അവിടെ നിന്ന് സ്തോത്ര സ്തുതികളും പറഞ്ഞു ഭയങ്കരമായിട്ട് സ്തുതി സ്തോത്രങ്ങൾ മാത്രം ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് ഒരു ബുക്ക്, ബൈബിൾ റീഡിങ് ബുക്ക് എടുത്തിട്ട് ഞാനിങ്ങനെ വായിക്കാം. എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, എല്ലാവരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു എന്ന് പറയാനിടയായി. ആ ബുക്ക് നോക്കി ഞാൻ വായിക്കുകയാണ്. അന്നൊക്കെ എനിക്ക് ഇതൊന്നും അറിയത്തില്ല, വചനങ്ങളൊന്നും അധികം അറിയത്തില്ല. പക്ഷെ ഞാനിങ്ങനെ വായിക്കാം. അപ്പൊ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഞാൻ ഈ ദർശനമാണ് കാണുന്നത്. അങ്ങനെ അത് മാറി തിരിഞ്ഞു. അപ്പൊ അവിടെ ഇതില് ഉൾപ്പിറ്റി നിൽക്കുന്ന വർഷിപ്പ് ലീഡ് ചെയ്യുന്ന ബ്രദർ പറയാ, ഇന്ന് പകൽക്കാലം ഇവിടെ സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം എന്ന് വിളിച്ചു പറയാം. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഞാൻ വീണ്ടും ബുക്കെടുത്ത് വായിക്കാണ്. എല്ലാവരും ആടുകളെ പോയി തെറ്റിപ്പോയിരുന്നു, എല്ലാവരും താന്താന്റെ വഴിക്ക് തെറ്റിയിരുന്നു. അപ്പൊ ബ്രദർ പിന്നെയും പറയാണ്, ഇന്ന് രാത്രികാലം ഇവിടെ ആയിരിക്കുന്ന ആരെങ്കിലും രക്ഷയായിട്ട് പറയാത്തവർ, സ്നാനപ്പെടാത്തവരുണ്ടെങ്കിൽ രക്ഷയായിട്ട് പറയണം, സ്നാനപ്പെടണം. അങ്ങനെ മാറി തിരിഞ്ഞ് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന് അങ്ങനെ സമയം ഞാൻ അവിടെ കിടന്ന് ഈ സംഭവം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന് സമയം 3 മണി കഴിഞ്ഞ് 3:30 ആവാനായി. ആ സമയത്ത് നമ്മളെ റൂമിൽ നിന്ന് ജോലിക്ക് വരുന്ന ഒരു ചേച്ചി തിരിച്ചു വന്ന് റൂമിൽ കയറി വന്നിട്ട് അത് വന്നിട്ടും എന്നെ വിളിച്ചില്ല. അത് പോയി ചായ ഇട്ട് കൊണ്ടുവന്നിട്ട് എന്നെ വിളിച്ചു. അങ്ങനെ അപ്പോഴാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ 3:30 കഴിഞ്ഞു. ആ 3:30 വരെ ഞാൻ ഈ ദർശനം കണ്ട് കിടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റ് ഈ ചായയൊക്കെ കുടിക്കുമ്പോൾ എനിക്ക് യാതൊരു പ്രശ്നമില്ല, ശരീരത്തിന്റെ ക്ഷീണമെല്ലാം മാറിപ്പോയി. ദൈവത്തിന് സ്തോത്രം. ഈ ദർശനം കാണാൻ വേണ്ടിയായിരുന്നു ഈ കാര്യങ്ങളൊക്കെ എന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഈ ദർശനം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ചർച്ചിൽ അതുപോലെ തന്നെ സംഭവിക്കും. ഞാൻ ചർച്ചിൽ ദർശനങ്ങളൊക്കെ എഴുതി വെക്കണ ഒരു ബുക്ക് ഉണ്ട്, അപ്പൊ പാസ്റ്ററുടെ വീട്ടിലാണത്. അങ്ങനെ അതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ദർശനം അതുപോലെ സംഭവിക്കാൻ ഇടയായി. ഒരു ദിവസം ചർച്ചിൽ ആരാധന 9 മണിക്ക് തുടങ്ങി. 9 മണിക്ക് തുടങ്ങിയിട്ട് ആരാധന ഞങ്ങള് 1 മണി ആവുമ്പോൾ അവസാനിക്കുന്നതാണ്. അത് അവസാനിച്ചില്ല. 2 മണിയായി, 3 മണിയായി, 3:30 ആയി. 3:30 തൊട്ട് 3 വരെ ആ ദർശനം കണ്ട അതേ സമയം 3:30 കഴിഞ്ഞപ്പോഴാണ് ആരാധന നിന്നത്. ചർച്ചിൽ വലിയൊരു മുഴക്കമായിരുന്നു. ചർച്ചിൽ വലിയൊരു ആത്മാവിന്റെ ഒരു കൊച്ചു കുഞ്ഞുണ്ടായിരുന്നു. അവൻ സംസാരിക്കത്തില്ല. അവനിങ്ങനെ ആത്മാവിൽ ചാടിയിട്ട് അന്ന് അവൻ സംസാരിക്കേണ്ടതായിരുന്നു എനിക്ക് തോന്നുന്നത്. കൊച്ചിനെ ചാട്ടം കണ്ടിട്ട് പാസ് ചെന്ന് പ്രാർത്ഥിച്ച് അതിനെ തലയിൽ കൈവച്ച് അതിനെ അടക്കി നിർത്തി. അങ്ങനെ ഒരു സംഭവം ജീവിതത്തിൽ ഉണ്ടായി. ആ കണ്ട ദർശനം അതേപോലെ സംഭവിക്കാനിടയായി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ചർച്ചിൽ വളരെ സന്തോഷത്തോടെയൊക്കെ കഴിഞ്ഞു പോയി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ചെറിയ ചെറിയ ദർശനങ്ങളൊക്കെ ദൈവം തരും. യേശു ഒരു ദിവസം ഞാനിങ്ങനെ കിടന്നുറങ്ങുമ്പോൾ വളരെ വിഷമത്തോടെ ഭാരത്തോടെ നമ്മളെ ചിലരൊക്കെ ബുദ്ധിമുട്ടിക്കുകയും നമ്മളെ സഹായിച്ചവര് നമ്മളെ സ്നേഹിക്കുന്നവരൊക്കെ നമ്മളോട് ഒരു തരത്തിലൊക്കെ പെരുമാറുകയൊക്കെ ചെയ്യുമ്പോൾ അപ്പൊ മനസ്സിന് വളരെ പ്രയാസങ്ങളൊക്കെ വരും. അപ്പൊ ഞാൻ അങ്ങനെ ഇരിക്കണ സമയം, അങ്ങനെ കിടക്കുന്ന സമയത്ത് കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് എന്നെ തല മുതൽ കാല് വരെ ഇങ്ങനെ തലമുണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഞാൻ കർത്താവിന്റെ മുഖം നോക്കുമ്പോൾ മുഖം ക്ലിയർ ഇല്ല, എനിക്ക് മുഖം നന്നായി കാണാൻ പറ്റുന്നില്ല, ബാക്കിയെല്ലാം ഞാൻ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നെ അടി മുതൽ മുടി വരെ അങ്ങ് തലമുണ്ടാണ്. ആ സ്നേഹം, അങ്ങനെ കർത്താവിന്റെ സ്നേഹം ഒത്തിരി അനുഭവിക്കാൻ ഇടയായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇതൊക്കെ നമ്മൾ മറ്റുള്ളവരോട് പറയാതിരുന്നാൽ അതെത്ര ഒരു ഇതാണ്. ഞാൻ അനേകരോട് സുവിശേഷത്തിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ കർത്താവ് എന്നെ വളരെ സ്നേഹിച്ചുകൊണ്ടിരുന്നു. അങ്ങ് കർത്താവിന് സ്നേഹം അനുഭവിക്കാനിടയായി.
സുവിശേഷം പറയാൻ പോകുന്നതുകൊണ്ട് കൂടുതലും എല്ലാ ദിവസവും സുവിശേഷം പറയാൻ പോകും, ആത്മാക്കളെ വിളിച്ച് ആലയത്തിൽ കൊണ്ടുവരും. അങ്ങനെ ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നു. ഞാൻ കമ്പനിയിലാണെങ്കിലും ഞങ്ങള് എന്റെ കൂട്ടുകാരൊക്കെ പറയും, മലിയ എങ്ങനെയാ കാര്യം നമുക്ക് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥിക്കുന്ന ആ നിമിഷം തന്നെ അവിടെ അതിന്റെ മറുപടി കാണാനിടയാവും. ദൈവത്തിന്റെ സ്തോത്രം. ആ നിമിഷം അത്ഭുതങ്ങൾ ആ കമ്പനിയിലൊക്കെ ദൈവം ചെയ്തുകൊണ്ടിരുന്നത്. അത്ഭുതം മിനിറ്റിന് സെക്കൻഡിന് ആ മറുപടി കിട്ടിക്കൊണ്ടിരുന്നത്. അത് ആദ്യ സ്നേഹത്തിൽ എല്ലാ കർത്താവ് ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഓരോ കാര്യങ്ങള് എന്റെ കൂട്ടുകാരി ഭക്ഷണം ഇല്ലാതിരിക്കുക. അപ്പൊ അവള് പറഞ്ഞു, എല്ലാരും ഭക്ഷണം കഴിച്ചു പോയി, ഞാൻ ഇന്നൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറയാനിടയായി. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം, ആരെങ്കിലും ഭക്ഷണം കൊണ്ടുവരും എന്ന് പറഞ്ഞു. പറഞ്ഞു ഇനി ആരും ഭക്ഷണം കൊണ്ടുവരാനില്ല, എല്ലാരും വന്ന് കഴിച്ച് 2 മണിക്ക് ബെല്ലടിക്കുകയും ചെയ്ത് എല്ലാരും ജോലിക്ക് കയറി. ആ സമയത്താണ് ഞാൻ പറഞ്ഞു, അത് നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ അവളോട് ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിച്ചു. അപ്പൊ എപ്പോഴും എന്റെ കയ്യിൽ ഒരു തുണി ഉണ്ടാവും. അത് ഞങ്ങളെ ഈ സെക്ഷനിലുള്ള പൊടിയൊക്കെ തട്ടാതിരിക്കാൻ അങ്ങനെ മൂക്കിൽ കെട്ടാനും തലയിൽ ഇങ്ങനെ കെട്ടാനൊക്കെ വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ആ തുണി ഞാൻ തലയിലിട്ട് ഞാൻ അപ്പൊ തന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴല്ല ഒരു മിനിറ്റ് കഴിഞ്ഞില്ല, അപ്പൊ ഒരാള് വന്ന് അവിടെ ഡോറെ തട്ടി, അറിയിലുണ്ടാ എന്ന് ചോദിച്ചു. അപ്പൊ നോക്കിയപ്പോ അയാള് ബിരിയാണി കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ ഞാനാണെങ്കിൽ ഫാസ്റ്റിംഗ് ആയിരുന്നു. അപ്പൊ എന്റെ ആ കൂട്ടുകാരി ശ്രീലങ്കക്കാരിയാണ്, അവൾക്ക് ഭക്ഷണം കിട്ടാനിടയായി. അവരൊക്കെ എപ്പോഴും ഇങ്ങനെ ഓരോ പ്രാർത്ഥനയ്ക്ക് മറുപടി അപ്പോഴപ്പോഴേ കിട്ടുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും എന്നെ വിളിക്കും, വളരെ സ്നേഹമാണ്. അങ്ങനെ സമയത്ത് ആ കമ്പനിയിൽ എല്ലാവർക്കും ഭയങ്കര ഇതായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഭയങ്കര ചൂട്, ഹ്യൂമിഡിറ്റി സമയത്ത് എല്ലാ കമ്പനികളും ഹ്യൂമിഡിറ്റി സമയത്തേക്ക് വിടും. ഞങ്ങളെ കമ്പനി വിടുന്നില്ല. ഹ്യൂമിഡിറ്റിയിൽ നിന്ന് ജോലി എടുത്തു കഴിഞ്ഞാല് ഭയങ്കര പ്രശ്നമാണ്. കാര്യം വെയിലത്തല്ല, കമ്പനിക്ക് അകത്താണ്, എങ്കിലും പ്രശ്നമാണ്. അപ്പൊ കമ്പനി വിടുന്നില്ല. കാരണം മലയാളി മാനേജ്മെന്റ് ആണ് ആ സമയത്ത്. അവരൊന്നും വിടാൻ തയ്യാറാവത്തില്ല. അവര് അറബികളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ എന്റെ കൂട്ടുകാർ പറഞ്ഞു, നമുക്ക് മാത്രമാണ് എല്ലാവരും വണ്ടിയും കണ്ടില്ലേ പോണ കമ്പനികളെ ആൾക്കാരെ വിട്ടു, നമ്മളെ കമ്പനി വിട്ടിട്ടില്ല. ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചു. ഒരു നിമിഷം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ആ മലയാളി മാനേജര് ഞങ്ങളൊക്കെ ഒപ്പം ആയിരുന്ന ഒരാളാണ്. അയാളെ പിന്നെ അവിടുത്തെ ഫൈനാൻസ് മാനേജറായി, പിന്നെ അവിടുത്തെ മാനേജറായി. അപ്പൊ ആ മാനേജർ ഇങ്ങനെ കറങ്ങി വന്നിട്ട് പറഞ്ഞ് എല്ലാവരും പൊക്കുമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ആ നിമിഷം നടക്കുമ്പോൾ എല്ലാവർക്കും എന്നോട് വളരെ സ്നേഹമാണ്. ഈ പ്രാർത്ഥിച്ച കർത്താവിന്റെ വലിയ പ്രവൃത്തി അവിടെയൊക്കെ ആ കമ്പനിയില് അക്കുഫുമ എന്ന് പറയുന്ന ഷെയ്ഖ് സഭയുടെ കമ്പനിയാണ്. ഷെയ്ഖ് അൽസഭ പിന്നത്തതില് അവിടുത്തെ ഷെയ്ഖ് ആയിരുന്നു, രാജാവായിരുന്നു. ഇപ്പൊ മരിച്ചുപോയി. ഇപ്പൊ വേറെ ആൾക്കാരാണ് കമ്പനി എടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള ആ കമ്പനിയിൽ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാനിടയായി. സ്തോത്രം. അപ്പൊ അവിടെ ഒരു ഫിലിപ്പിനി ഉണ്ടായിരുന്നു. അവനിങ്ങനെ വിശ്വാസത്തിലുള്ള ആളായിരുന്നു. അപ്പൊ എനിക്കറിയത്തില്ല അവനിങ്ങനെയുള്ള ആളാണ്. പിന്നെ ആരോ പറഞ്ഞു തന്നെ എനിക്ക്. അപ്പൊ ഞാൻ അവനോട് ഇന്ന് പ്രൈസിലോടൊക്കെ പറഞ്ഞു. അപ്പൊ അവൻ എന്നോട് ചോദിച്ചു, എന്ത് നീ പ്രൈസിലോട് പറഞ്ഞു? ഞാൻ പറഞ്ഞു, ഞാനും നീ പോകുന്ന പോലുള്ള ചർച്ചിലാ പോകുന്നത്. അപ്പൊ അവനെനിക്ക് ഷെയ്ക്കിന്റെ ഒക്കെ തന്നു പ്രൈസിലോടൊക്കെ പറഞ്ഞു. അങ്ങനെ സ്തോത്രം. അങ്ങനെ ആ കമ്പനിയിൽ എങ്ങനെ ജോലി ചെയ്തോണ്ടിരുന്നു. പിന്നെ ആ കമ്പനിയിലെ ജോലി എല്ലാരും പിരിച്ചുവിട്ടു. മലയാളി മാനേജ്മെന്റ് വന്ന് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാവാനിടയായി. അങ്ങനെ ലേഡീസ് എല്ലാം പോയി, കുറെ ആൾക്കാരെ പിരിച്ചുവിട്ടു. അങ്ങനെ ഞാൻ ജോലിയിലാണ്ട് കുറെ നാള് റൂമിൽ ഇരിക്കാനിടയായി. ആ സമയത്ത് ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ഒരു ദിവസം. കാരണം എന്താണെന്ന് വെച്ചാൽ വിസ എല്ലാം മാറ്റിയടിക്കണം. ജോലി കിട്ടിയില്ലെങ്കിലും കിട്ടിയാലും വിസ മാറ്റണം. കമ്പനിയുടെ വിസ നമുക്ക് അധികം നാൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ വിസ ആണെങ്കിൽ തീർന്നു. വിസ തീർന്നാലും പിന്നെ അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ആ സമയത്ത് എന്റെ വിസ തീർന്ന സമയത്ത് ഞാനിങ്ങനെ ഒരു ആഴ്ച ഉപവാസം എടുക്കുകയാണ്. സ്തോത്രം. അപ്പൊ ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, ഞാനിങ്ങനെ ഈ കാര്യത്തിന് വേണ്ടി ഉപസിക്കണം പാസ്റ്റർ. അപ്പൊ നീ ഉപസിക്കുക, എന്നിട്ട് കമ്പനി പോകുന്നത്. അപ്പൊ കമ്പനിയിൽ ഒരു കോൾ വന്ന് ചെല്ലാൻ പറഞ്ഞിട്ട്. അപ്പൊ പാസ്റ്റർ വിളിച്ചു പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു, ചിലപ്പോ ഒരു വിസ അടിച്ചു തരാനായിരിക്കും വിളിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഓക്കെ, സ്തോത്രം. അപ്പൊ വിസ കഴിഞ്ഞിട്ട് 4 ദിവസമായി. അങ്ങനെ ഞാൻ കമ്പനിയിൽ ദിവസം രാവിലെ പോയിട്ട് കമ്പനി വണ്ടിയിൽ തന്നെ പോയത്. അവിടെ ചെന്നിട്ട് അവിടെ ഓഫീസിലെ ആൾക്കാരൊക്കെ വരാൻ സമയം പിടിക്കും. അപ്പൊ അവിടെ ഇരുന്നു. അപ്പൊ ഞാനൊരു ലെറ്റർ തയ്യാറാക്കി GM കൊടുക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ ലെറ്റർ എഴുതിയിട്ട് എന്റെ ബൈബിളിൽ വെച്ച് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പൊ കമ്പനിയുടെ മന്തൂപ്പാണ് എന്നെ വിളിച്ചത് ചെല്ലാൻ പറഞ്ഞിട്ട്. അങ്ങനെ അപ്പൊ എന്റെ സൂപ്പർവൈസറെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇങ്ങനെ കമ്പനി തന്നെ വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. പറഞ്ഞു, നീ പോയി ചോദിക്കേ എന്താണെന്ന്, അതുവരെ എന്താണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാന് അവര് 8 മണിക്ക് മന്തൂപ്പ് വന്നപ്പോൾ മന്തൂപ്പിന്റെ അടുത്ത് പോയി. അപ്പൊ മന്തൂപ്പ് പറഞ്ഞ്, നിന്റെ വിസ തീർന്നു, ഇനി നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, കമ്പനി ഇനിയൊന്നും വിസ അടിച്ചു തരത്തില്ല, അതുകൊണ്ട് നീ വേറെ വിസ അടിച്ചതുമില്ല, വേറെ കമ്പനിയൊക്കെ നോക്കി വിസ അടിക്കണമായിരുന്നു, അതുകൊണ്ട് നിനക്ക് ഇനി പോണ്ടി കയറി പോണം, അതിനാണെന്ന് പറഞ്ഞു വിളിച്ചത്.
അപ്പൊ അയാ ബന്ധുവിനെ എന്നെ കൊണ്ടുപോയി പോലീസിലാക്കണം. അതിനാണ് എന്നെ വിളിച്ചത്, ദൈവത്തിന് സ്തോത്രം. അപ്പൊ പെട്ടെന്ന് എന്റെ സൂപ്പർവൈസറും ഞാൻ പറഞ്ഞ എന്റെ നാട്ടിലുള്ള ഗിരീഷ് എന്ന് പറയുന്ന ഫോർമാനും അവരെല്ലാരും കൂടെ വന്നു. അവരെല്ലാരും കൂടെ വന്നിട്ട് മന്ദൂപ്പിനോട് പറഞ്ഞ്, നീ കുറച്ച് വെയിറ്റ് ചെയ്യ്, GM വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും, ഞങ്ങൾ GM-നോട് ഒന്ന് സംസാരിക്കട്ടെ അവളെ സംസാരിക്കേണ്ട കാര്യത്തെ പറ്റി എന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞ്, അത് കുറെ പറഞ്ഞിട്ട് അവൻ കേട്ടില്ല. അപ്പൊ കൊടുങ്ങല്ലൂരുള്ള ഒരു സെക്രട്ടറിയാണ്, GM-ന്റെ സെക്രട്ടറിയാണ്. അപ്പൊ അതിനോട് പോയി പറഞ്ഞത്. അപ്പൊ സുധാകരൻ എന്നാണ്. ആ സുധാകരൻ പറഞ്ഞു GM വരണവരെയും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഓക്കെ, മന്ദൂപ്പ് പിന്നെ മിണ്ടാതെ അവിടെ ഇരുന്ന് കുറച്ച് സമയം. അങ്ങനെ ഒരു 10 മണിയൊക്കെ ആയി, GM വന്നിട്ടില്ല. GM വരുമ്പോഴൊക്കെ 11, 11:30 ആവും. അവന് അതുവരെ സഹിക്കാൻ വയ്യ. അവനപ്പൊ എന്നെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ജയിലിലാക്കണം, അതാണ് അവന്റെ ആവശ്യം. ദൈവത്തിന് സ്തോത്രം. അവൻ പിന്നെയും വന്ന് എന്നെ വിളിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ സുധാകരന്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ അവൻ വിളിക്കുന്നു. അപ്പൊ പറഞ്ഞു, GM വരാൻ വൈകി, ഇവന് ഇങ്ങനെ പറഞ്ഞു, നമ്മൾ എന്ത് ചെയ്യും, പോകാൻ പറഞ്ഞു. അങ്ങനെ അപ്പോഴത്തേനും എന്റെ സെക്ഷനിലുള്ള തോമാച്ച പാസ്റ്റർ ആൾക്കാർ എല്ലാവരും പാസ്റ്റർ അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പിന്നെ എന്തുമായിട്ട് ഞാൻ ഇവന്റെ വണ്ടിയിൽ കയറിപ്പോയി. ഇവന്റെ വണ്ടിയിൽ കയറിപ്പോയി, ഞാൻ ബാക്കിലാണ് ഇരിക്കുന്നത്. കുറച്ചട വണ്ടി ഓടിച്ചത് ഇവൻ എന്താട്ടി, ഇവൻ വളരെ സ്നേഹത്തോടെ ഞങ്ങളോട് ഇടപെടുന്ന എല്ലാ കാര്യത്തിലും എന്റെ സെക്ഷനിൽ വന്ന് എന്നോട് പറയും, ഇന്നത് ചെയ്തേരെ, ഇന്നത് ചെയ്യാം, അങ്ങനെയുള്ള ആളാണ്. പക്ഷെ അന്ന് അവൻ എന്നോട് ശത്രുവിനെ പോലെ കാണുന്നു. അപ്പൊ അവന് എന്നെ കൊണ്ടുപോകല്ലേ. അപ്പൊ അവൻ എന്നെ ബാക്കിൽ നിന്ന് വിളിച്ച് ഫ്രണ്ടിൽ ഇരുത്തി. ഞാനെങ്ങനെ ബാക്കിൽ നിന്ന് ചാടിപ്പോയാലോ വിചാരിച്ചു, ഫ്രണ്ടിൽ ഇരുത്തി. അങ്ങനെ ഫ്രണ്ടിൽ ഇവൻ ലെഫ്റ്റ് സൈഡിലും ഞാൻ റൈറ്റ് സൈഡിൽ ഇരുന്ന് വണ്ടി പോയിക്കൊണ്ടിരിക്കുക. ഇവൻ ഇങ്ങനെ മെന്റൽ പിടിച്ച പോലെ വണ്ടി ഓടിക്കുന്ന. ഫ്രണ്ടിൽ പോണ വണ്ടിനെ എല്ലാത്തിനെയും ഇവന് ഓവർടേക്ക് ചെയ്യണം. ഫ്രണ്ടിലുള്ള വണ്ടികൾ മാറിക്കൊടുക്കത്തില്ല, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഫ്രണ്ടിൽ പോണത് ഒരു ടാങ്കർ ലോറിയാണ്. അപ്പൊ ഇവര് ഇതിനെ മറികടാ നോക്കി കൊണ്ടുപോയി സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരു ടാങ്കർ ലോറി കൊണ്ടുപോയി വണ്ടി ഇടിച്ച് എനിക്ക് വണ്ടി ഇടിച്ചതേ ഓർമ്മയുള്ളൂ. ഞാന് ഒരു പർവ്വതം പോലെ ഇരിക്കുന്നതാണ്, എന്റെ ആത്മാവൊന്നും ഇല്ല, അതൊക്കെ പോയി. അങ്ങനെ പെട്ടെന്ന് മിലിറ്ററി ഏരിയയാണ് ആ സ്ഥലം. അവിടെ നിന്ന് അപ്പത്തിന് പോലീസ്, മിലിറ്ററിയും എല്ലാരും കൂടെ വന്നു, ആംബുലൻസും എല്ലാം വന്നു. പെട്ടെന്ന് വന്നു. അവര് വണ്ടി വന്ന് തുറന്നു, എന്നെ പൊക്കിയെടുത്ത്. ഞാനാണെങ്കിൽ എന്റെ കയ്യിലൊക്കെ ചോര നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എന്റെ ഭാഗത്തുള്ള ഗ്ലാസ് ഇങ്ങനെ പൊടിഞ്ഞു എന്റെ മേലോട്ട് വീണു. അങ്ങനെ പെട്ടെന്ന് അവർ വന്ന് നമ്മളെ മാറ്റി ആംബുലൻസിലോട്ട് മാറ്റി. എന്റെ സാധനങ്ങളെ, ബാഗ് അതൊക്കെ എടുത്ത് വെച്ചിട്ട് അവര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്റെ ഈ ഭാഗത്ത്, എന്റെ ഈ താടിയുടെ ഭാഗത്തായിട്ട് കുറച്ച് പൊട്ടിയിട്ടുണ്ടായിരുന്നു, കൈ കുറച്ച് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്റ്റിച്ചൊക്കെ ഇട്ട്, അങ്ങനെ കൈയും ഒക്കെ സ്റ്റിച്ചിട്ട് എല്ലാം ചെയ്ത്. ആ താടിയുടെ ഭാഗത്തുള്ള 3 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. അങ്ങനെ സ്റ്റിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അവര് കമ്പനിയിലോട്ട് വിളിച്ച്, കമ്പനിയിൽ നിന്ന് വണ്ടി വന്ന് എന്നെ കമ്പനിയിലോട്ട് കൊണ്ടുവന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഈ വണ്ടി ഓടിച്ചിരുന്ന ഈ ഡ്രൈവർ ഈജിപ്ഷ്യനായിരുന്നു. ഇയാളെ പോലീസ് കൊണ്ടുപോയി. അവനെ പോലീസ് ജയിലിട്ടിട്ട് സ്തോത്രം. പിന്നെ ആ ജയിലിൽ നിന്ന് കമ്പനിയിൽ ഫോൺ വരാൻ തുടങ്ങി. ഇവൻ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ അപ്പൊ എന്നെ ജയിലിൽ കൊണ്ടുപോയ ആള് ജയിലിലും പോയി, ഞാൻ പുറത്തും വന്നു. ദൈവത്തിന് സ്തോത്രം. അത് കേട്ട എല്ലാവരും. അപ്പൊ മറ്റു ഭാഷയൊക്കെ അവിടെ നിന്ന് അവര് ജോലി ചെയ്യുന്ന സ്ഥലത്തിരുന്ന് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കാന്ന് പറയുന്ന ആ സമയത്ത്, എന്നെ കൊണ്ടുപോയ സമയത്ത് അങ്ങനെ ദൈവം അത്ഭുതകരമായി വിടുവിച്ചു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ എന്നെ കൊണ്ടുവന്ന് കമ്പനിയിലാക്കി. പിന്നെ GM വന്നു എന്നെ കണ്ടു, സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, നിനക്ക് 1 വർഷത്തെ വിസ അടിച്ചു തരാൻ പറയാട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് 1 വർഷത്തെ വിസ അടിച്ചു തരാൻ പറഞ്ഞു. പക്ഷെ ഇവനെ ജയിലിൽ കിടക്കുന്നോടത്ത് കൊണ്ടുവരാനായിട്ട് ജാമ്യത്തിൽ എടുക്കാൻ വേണ്ടി അവന്ന് മാനേജർ എല്ലാരും കൂടെ പോയി. പിന്നെ അവന് കുറെ പൈസ ഒക്കെ കെട്ടേണ്ടി വന്നു, 650 KD കെട്ടേണ്ടി വന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വന്നിട്ട് ഓടി എന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, നിനക്ക് 1 മാസത്തെ വിസ അടിച്ചു തരാം, വേഗം വിസ മാറ്റണം. ഞാൻ പറഞ്ഞു, നീ എന്നോട് സംസാരിക്കേണ്ട, നീ പോയി GM-ന്റെ അടുത്ത് പറ, അല്ലെങ്കിൽ സെക്രട്ടറി അടുത്ത് പറയാന്ന്. ഞാൻ അവരോടൊന്നും സംസാരിച്ചില്ല. അങ്ങനെ സെക്രട്ടറി എന്നോടൊന്ന് ചോദിച്ചു, അവൻ എന്താ പറഞ്ഞു. ഞാൻ പറഞ്ഞു, 1 മാസത്തെ വിസ അടിച്ചു തരാം എന്നൊക്കെ അവൻ പറഞ്ഞത്. അത് അവൻ അങ്ങനെ പറയട്ടെ. പക്ഷെ എനിക്ക് കമ്പനി 1 വർഷത്തെ വിസ അടിച്ചു തരാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഞാൻ ജോലി ചെയ്യാത്ത കമ്പനി എനിക്ക് 1 വർഷത്തെ വിസ അടിച്ചു തരാനിടയായി. ഞാൻ വീണ്ടും അത്ഭുതകരമായ ദൈവം എന്നെ അവിടെ വിളിച്ചു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ആ സമയത്ത് എല്ലാവർക്കും എന്റെ ചർച്ചയ്ക്ക് ഭയങ്കര ഒരു സാക്ഷിയായിരുന്നു, എല്ലാവർക്കും പറയാൻ. വലിയ സിസ്റ്റർ സാക്ഷ്യം, വലിയ സിസ്റ്റർ ഇങ്ങനെ ദൈവം പിടിപ്പിച്ച കാര്യം, അത് അത്ഭുതകരമായ സാക്ഷ്യമായിരുന്നു. എന്നെ ജയിലിലേക്ക് കൊണ്ടുപോയ അവൻ ജയിലിലാവുകയും ഞാൻ പുറത്താവുകയും എനിക്ക് വിസ അടിച്ചു തരികയും എല്ലാം ചെയ്തു. അതിന് അത്ഭുതം ദൈവം ചെയ്ത് ഞാൻ വീണ്ടും പോയിട്ട് ദേശത്ത് നിൽക്കുവാനിടെ എനിക്ക് വേറെ ഒരു കമ്പനി ജോലി കിട്ടി. അങ്ങനെ ഞാൻ
ആ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു. അൽമുല്ല എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് പിന്നെ ജോലി. അങ്ങനെ അവിടെ പോയിക്കൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ എന്റെ ഇളയ മോനെ വിസ എടുത്ത് കൊണ്ടുവരാനിടയായി. അവൻ 2003 അവൻ കുവൈറ്റിൽ വരുന്നത്. 2003 വന്നു. അവൻ ഞങ്ങളൊക്കെ ബൈബിൾ വായിക്കുന്നതും പ്രാർത്ഥിക്കണമൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. എങ്കിലും ഞങ്ങൾ ചർച്ചിലേക്കൊന്നും ആരും വിളിച്ചിട്ട് പോയില്ല. ഞാനും എന്റെ കൂട്ടുകാരിയായ സാറാമ്മ എന്നൊരു സഹോദരി ഇടുക്കിയിലുള്ളതാണ്. സാറാമ്മ രണ്ടുപേരും മക്കളെ ഒന്നിച്ച് വിസ എടുത്താണ് കൊണ്ടുവന്നത്. ഞാനും ആന്റി സാറാമ്മയും ആന്റി കേക്കാമോ? ഞങ്ങൾ രണ്ടുപേരും ഒരേ സമയത്ത്. കേക്കാമോ ആന്റി? ആ കേക്കാമോ? കേക്കാം ആന്റി കേക്കാം ചുരുക്കത്തി കേൾക്കാം. പറയണേ. പറയുന്ന കാര്യങ്ങളെ ഒത്തിരി നീട്ടി പറയല്ലേ കേട്ടോ. അനുഭവങ്ങൾ പറയുമ്പോൾ ചുരുക്കത്തി പറയണം. കാരണം നീട്ടി പറയുമ്പോൾ ഒത്തിരി സമയമാകുന്നു. കാരണം നമ്മളിങ്ങനെ ഓരോ സ്റ്റെപ്പും പറഞ്ഞാലേ അത് ആളുകൾക്ക് കേൾക്കാൻ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ചുരുക്കി പറയാം. അത് തന്നെയല്ല, ഡേറ്റ തീർന്നു പോയാൽ പിന്നെ അവസാനം കിട്ടത്തുമില്ല. അതുകൊണ്ട് ഇനി എത്ര സമയം? സമയം ഇപ്പോൾ ഒരു 1.5 മണിക്കൂറിൽ കൂടുതലായി. 1.25 മണിക്കൂറായി ഇപ്പം തന്നെ. ഒത്തിരി കൂടിപ്പോയി. 1.25 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഒത്തിരി കൂടിയായി. എന്നാൽ ഇനി ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ടോ? അനുഭവങ്ങളുണ്ട് പറയാൻ, പക്ഷെ ചുരുക്കി പറയാം. പ്രധാനപ്പെട്ട അനുഭവങ്ങൾ ചുരുക്കി പറ കേട്ടോ. അതെ, അത് പറയുമ്പോഴേ എല്ലാ സ്റ്റെപ്പും പറയണ്ട. ഞാൻ അങ്ങോട്ട് പോയി അവിടെ ചെന്നു ഇന്നാളെ കണ്ടു അങ്ങനെ പറയണ്ട. അങ്ങനെ പറഞ്ഞാൽ ഒത്തിരി ആയി പോവും. ചുരുക്കി പറ കേട്ടോ. ശരി ആന്റി, കണ്ടിന്യൂ ചെയ്തു. ആരെങ്കിലും വന്നോ? അപ്പുറത്ത് മോള് വന്നിട്ടുണ്ട്. ശരി ആന്റി, കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ സ്തോത്രം. അങ്ങനെ ആ വിഷയം അങ്ങനെ അവിടെ അവസാനിച്ചു. വിസ കിട്ടി, വേറെ ജോലി കിട്ടി. അങ്ങനെ അവിടെ ജോലി ചെയ്ത് നിൽക്കുന്നു. അപ്പൊ അങ്ങനെ ഇളയ മോനെ ഗൾഫിൽ കൊണ്ടുപോകാനിടയായി. 2003 ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അവൻ അവിടെ വന്നു. ഞങ്ങളെ പ്രാർത്ഥന കാര്യങ്ങളെല്ലാം കണ്ടു. നമ്മൾ അവരെ വിളിക്കാനോ ചർച്ചിൽ കൊണ്ടുപോകാനോ ഒന്നും ആയില്ല. രണ്ടുപേരുടെ മക്കളുണ്ട്, എന്റെയും എന്റെ കൂട്ടുകാരുടെയും മക്കൾ. രണ്ടുപേരെയും വിളിച്ചിട്ടില്ല. മറ്റവര് ക്രിസ്ത്യാനികളാണ്. എന്നാലും അവരും അങ്ങനെ ചർച്ചിൽ വരാനൊന്നും ഇടയായില്ല. അവൻ പെന്തിക്കോസ്ത് ചർച്ചിൽ വരാൻ അവനും ഇഷ്ടമില്ല. അങ്ങനെ വന്ന് കുറെ ദിവസം ഞങ്ങള് ചർച്ചിൽ പോകുമ്പോൾ വരും. പക്ഷെ ഇവിടെ സാക്ഷ്യങ്ങളെല്ലാം ഞങ്ങള് ടാപ്പ് റെക്കോർഡിലൊക്കെ കേൾക്കാറുണ്ട്, പാട്ടുകൾ കേൾക്കാറുണ്ട്. അങ്ങനെ ഇവരിതെല്ലാം കേൾക്കുന്നുണ്ട്. സ്വതന്ത്ര ദിവസം ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോ, ഞാനാണെങ്കിൽ പോകുന്ന ജോലി രാത്രിയാകും വരാനായിട്ട്. അപ്പൊ വന്നപ്പോ മോൻ പറഞ്ഞു, അമ്മച്ചി ഇങ്ങനെ ഞാനിങ്ങനെ ഒരു സ്വപ്നം ഇങ്ങനെ ഒരേ ശബ്ദങ്ങൾ കേൾക്കാനിടയായി. അപ്പൊ അവൻ കണ്ടതൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞ് എന്താണ് കണ്ടത്? ഞാൻ നിന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും, നിന്റെ അങ്ങനെയുള്ള വാക്യങ്ങൾ, ബൈബിളിലെ വാക്യങ്ങൾ പറയാനിടയായി. ഞാൻ പറഞ്ഞു, മോനെ ബൈബിളിലെ വാക്യങ്ങളാണ്, നിന്റെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുന്ന കർത്താവായ യേശുവാണ് എന്ന് പറയാനിടയായി. ദൈവത്തിന്റെ സ്തോത്രം. അവന് ദൈവമായിട്ട് ഒരു ഇടപെടലുണ്ടായി. പിന്നെ അവൻ ചർച്ച വരാൻ തുടങ്ങി. ദൈവത്തിന്റെ സ്തോത്രം. അവൻ ചർച്ച വരാൻ തുടങ്ങി, ദൈവം ഇടപെടാൻ തുടങ്ങി, നല്ല ദർശനങ്ങളും വെളിപ്പാടുകളെല്ലാം കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ അതിന്റെ ഇടയ്ക്ക് പിന്മാറിയൊക്കെ പോകും. അവനെ മുന്നോട്ട് വിടാൻ വിശ്വാസം സമ്മതിക്കത്തില്ലായിരുന്നു. എങ്കിലും 2005 അവൻ സ്നാനപ്പെടുവാനിടയായി. ദൈവം കൊടുത്ത ദർശന പ്രകാരം തന്നെ ഓരോ ദർശനങ്ങളും ദൈവം കൊടുക്കും. ഇരമ്യാവിനെ പോലെ പ്രവചനങ്ങളും അതുപോലെയുള്ള ഇതായിരുന്നു. അങ്ങനെ അതുപോലുള്ള പ്രവചനം. അങ്ങനെ അവൻ 2005 സ്നാനപ്പെടുവാനിടയിൽ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ വീണ്ടും ഞങ്ങൾ വേറൊരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ മോന് വന്നപ്പോഴും അവനെ ആ കമ്പനിയിൽ ജോലിയാക്കി. ദൈവത്തിന് സ്തോത്രം. ആ കമ്പനിയിൽ ഉണ്ടായ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ 2 വർഷം മോന്റെ നമ്മൾ എടുക്കുന്ന വിസ 2 വർഷത്തേക്കുണ്ട്. അപ്പൊ 2 വർഷം കഴിയുമ്പോൾ ആ വിസ മാറ്റണം. അത് ഞങ്ങള് അസ്നബുൽ എന്ന് പറയുന്ന ഒരു ഫർണിച്ചർ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ അവിടെ സുവിശേഷമൊക്കെ പറയുമെന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങളാണ്. സുവിശേഷം പറയുന്നതെന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് അവിടെയൊക്കെ കമ്പനിയിൽ ജോലി പോകും, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ സുവിശേഷം പറയും, ആഗ്രഹിക്കുന്നവർക്ക് ബൈബിൾ കൊടുക്കും. ഫിലിപ്പീനികളെല്ലാം ബൈബിളില്ലാതെ വരുന്നത്. ഞാൻ അവർക്ക് അവരുടെ ഭാഷയുള്ള ബൈബിൾ 6 പേർക്ക് 6 കൊണ്ട് കൊടുക്കാനിടയായി. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് അവിടെ വളരെ ശത്രുക്കളും നമുക്ക് ഉണ്ടാകാനിടയായി. ദൈവത്തിന് സ്തോത്രം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കേൾക്കാവോ?
പ്രൈസ് ലോർഡ് കേൾക്കാവോ ബ്രദറെ? കേൾക്കാം ആന്റി, പാസ്റ്ററെ? കേൾക്കാം. ആ സ്തോത്രം. അങ്ങനെ ആ കമ്പനിയിൽ ഇങ്ങനെ ഇതുപോലെ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് അവിടെയും ഇതിന്റെ ദൈവാത്ഭുതങ്ങൾ ഓരോന്ന് ചെയ്യാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോ എൻ്റെ ഒരു കൂട്ടുകാരി, ഞാൻ അന്ന് ഇതുപോലെ ഉപവാസത്തോടെ ഇരിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരിക്ക് 7ാമത്തെ ദിവസമായിരുന്നു ഉപവാസത്തിന്റെ, 21 ഉപവാസത്തിന്റെ 7ാമത്തെ ദിവസം. ആ കൂട്ടുകാരിക്ക് പെട്ടെന്ന് വയ്യാണ്ടായി. അവളെ സെക്ഷനിൽ നിന്നുള്ള ആ ചെറുക്കൻ ഓടി വന്ന് എന്നെ വിളിച്ച്, വായോ മല്ലിക അക്കാന്നാ വിളിക്കുക, മല്ലിക അക്ക ചിത്രക്ക് വയ്യ, കരയുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓടി ചെല്ലുമ്പോ അവള് ഇങ്ങനെ നെഞ്ചിൽ കൈവച്ച് കരയുന്നപ്പോ ഞാൻ എന്ത് പറ്റുന്നത്, എനിക്ക് നെഞ്ചു വേദന എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവളെ വിളിച്ച് ആ ബെഞ്ചിൽ എടുത്തിട്ട് ഒരു സെക്കൻഡ് എന്റെ കൈ വെച്ച് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ആ നിമിഷം അവളുടെ ആ നെഞ്ചുവേദന മാറിപ്പോയി. പിന്നെ ഒരിക്കലും അവൾക്ക് അത് വന്നിട്ടില്ല. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ മഹത്വം ദൈവം അവിടെ വെളിപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒരു ദിവസം അവൾക്ക് ഞാൻ ഒരു ട്രാക്ട് കൊടുത്തപ്പോൾ അവൾ ഒരിക്കലും അത് വാങ്ങാനിടയായില്ല. ദൈവത്തിന് സ്തോത്രം. എനിക്ക് വേണ്ട എന്ന് നമ്മള് മുഖത്തടിച്ച പോലെ പറയാനിടയായി. എങ്കിലും അവളെ ദൈവം അല്ലെങ്കിൽ ആ രോഗത്തിന് വിടിവിച്ച് അവൾ പിന്നെ കുവൈറ്റിൽ പോണവരെ അവൾക്ക് ആ രോഗം വന്നിട്ടുണ്ടായിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ദൈവം അവിടെ പ്രവർത്തിച്ചു. അങ്ങനെ എന്റെ മോന് 2 വർഷം കഴിഞ്ഞു. അവന് കമ്പനി വിസ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കമ്പനി വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു പ്രശ്നം ഉണ്ടായി. എന്താന്ന് വെച്ചാല് ഞങ്ങളെ വെള്ളിയാഴ്ച ഒന്നും ഓവർ ടൈമിൽ നിൽക്കാറില്ല. ഞാനും എന്റെ മോനും നിൽക്കാറില്ല. നമ്മൾ വിശ്വാസികൾ മിക്കവാറും ആൾക്കാർ നിൽക്കൂല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ആരാധനയ്ക്ക് പോകണമല്ലോ, ദൈവത്തിന് സ്തോത്രം. അപ്പൊ എന്റെ മോന് വെള്ളിയാഴ്ച ഓവർ ടൈം ഇട്ടു. ഒരു ഹാരിസ് എന്ന് പറയുന്ന ഒരു ബ്രദർ ആയിരുന്നു. അത് മുസ്ലിം ബ്രദറാണ്. അത് നമ്മള് ചർച്ചിൽ പോകണതിനുള്ള ദേഷ്യം കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഓവർ ടൈം ഇട്ടു, എനിക്ക് ഓവർ ടൈം ഇട്ടു, ഞങ്ങൾ പോയില്ല. പക്ഷെ എന്റെ മോൻ പറഞ്ഞു, എന്റെ ജോലി, എന്റെ വിഷയത്തിൽ ജോലിയില്ല, പിന്നെ ഞാൻ എന്തിനാ വരുന്നത് എന്ന് പറഞ്ഞ അവൻ പോയില്ല, ഞാനും പോയില്ല. അങ്ങനെ ഞങ്ങൾ പോകാറില്ല വെള്ളിയാഴ്ച. അങ്ങനെ ഞങ്ങൾ ഞായറാഴ്ച അല്ല വെള്ളിയാഴ്ച ആരാധനയ്ക്ക് പോയി. പിറ്റേ ദിവസം ഞങ്ങൾ ചെന്നപ്പോൾ സൂപ്പർവൈസർ പ്രശ്നം ഉണ്ടാക്കി, പുറമെ പ്രശ്നം ഉണ്ടാക്കി. ഞാനിപ്പൊ കാണിച്ചു തരാം, അങ്ങനെയാണ് ഇങ്ങനെ, എന്നോടൊന്നും പറഞ്ഞില്ല. പക്ഷെ മോന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാനിപ്പൊ നിന്നെ കാണിച്ചു തരാം, ഞാനിപ്പോ മോളിൽ പോയി കംപ്ലൈന്റ് ചെയ്യും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അവനൊന്നും വേണ്ടിയില്ല. അങ്ങനെ ഈ മനുഷ്യൻ സ്റ്റെപ്പ് കയറി മേലോട്ട് പോയി. മുകളിലെ ഓഫീസുകളാണ്. ഓഫീസിൽ ഇരുന്നാൽ താഴെ ആരൊക്കെ ജോലി ചെയ്യുന്നു, ആരൊക്കെ വെറുതെ നടക്കുന്നതൊക്കെ അവർക്ക് കാണാം. അങ്ങനെ മുകളിലോട്ട് കയറി പോകുമ്പോ വാസ്തവത്തിൽ എന്റെ മോൻ അവിടെ നിന്ന് മെഷീനിൽ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവൻ കാണുകയാണ് ഒരു കുഞ്ഞാട് ഈ മനുഷ്യൻ കയറി പോണ സ്റ്റെപ്പിന് മുമ്പായിട്ട് ഒരു കുഞ്ഞാട് കയറി പോണത് കണ്ടു. അത് പിന്നെയാണ് അവൻ പറയുന്നത്. ഈ മനുഷ്യൻ മുകളിലേക്ക് സ്റ്റെപ്പ് കയറി പോയെങ്കിലും കൂടിയിട്ട് ഈ മനുഷ്യൻ അവിടെ ഒന്നും ഓഫീസുകളിൽ പോയി അറബികളെ ഒന്നും പോയി സംസാരിക്കത്തില്ല, ഭയങ്കര പേടിയാണ്. അങ്ങനെ അവിടെയൊക്കെ കറങ്ങിയിട്ട് പുള്ളി ഇങ്ങടെ വന്ന് ഒന്നും മിണ്ടില്ല. അങ്ങനെ അപ്പൊ തന്നെ മുകളിൽ ഇരുന്നിരുന്ന മാനേജർ, പേഴ്സണൽ മാനേജർ അറബിയാണ്, ഇറങ്ങി വന്നപ്പോ എല്ലാരും വിചാരിച്ചു ഈ മനുഷ്യൻ പോയി കംപ്ലൈന്റ് ചെയ്തിട്ട് ആ അറബി ഇറങ്ങി വന്നാണെന്ന് വിചാരിച്ചു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഈ നേരെ വന്നത് റംദാൻ എന്നാണ് ആ മനുഷ്യന്റെ പേര്. ആ മനുഷ്യൻ നേരെ ഇറങ്ങി കേരളക്കാരെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ നേരെ ഇറങ്ങി വന്നത് എന്റെ മോന്റെ അടുത്താണ്, അവന്റെ വിഷയത്തിന് അവിടെയൊക്കെയാണ്. അപ്പൊ എല്ലാവരും വിചാരിച്ചു അവനെ വഴക്കുറയാൻ വരികയാണ്, അങ്ങനെയെന്ന് വിചാരിച്ചു. അങ്ങനെ അവന്റെ അടുത്ത് വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് അവന്റെ പുറത്ത് തട്ടിയിട്ട് അവന്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞ്, യു ഗുഡ് വർക്കറാണ്, ഞാൻ ഇവിടെ നിന്ന് എല്ലാം കാണുന്നുണ്ട് മോളിൽ നിന്ന്, നീ പണിയെടുക്കുന്നതും നീ ആരടുത്ത് സംസാരിക്കാൻ പോകാറില്ല, നീ ഇതിന്റെ വിഷയത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, അതെല്ലാം അവന് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് നീ ഒന്നും വിഷമിക്കണ്ട, നിന്റെ വിസ പാസ്സായി കഴിയുമ്പോൾ നിന്റെ വിസ അതേ അമ്മയെടുത്ത് കൊടുക്കുന്നുണ്ട്, നീ അപ്പൊ അവന് 2 മാസം കൂടെ അടിച്ചിട്ട് അത് കഴിഞ്ഞു, ഇനി കയറി പോണം, ടിക്കറ്റ് എടുത്തോന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു ടിക്കറ്റ് എടുത്തിട്ടില്ല, സാലറി ടിക്കറ്റ് എടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവനോട് വന്ന് അവനെ അഭിനന്ദിച്ചു. അവന് വിസ ഓഫർ ചെയ്തിട്ട് ആ മനുഷ്യൻ പിന്നെ എന്റെ അടുത്ത് വന്നു. എന്റെ അടുത്ത് വന്നിട്ട് അറിയോ മല്ലിക എന്നൊക്കെ ചോദിച്ചു. ഞാൻ താങ്ക് യു എന്നൊക്കെ പറഞ്ഞു. ഒരു ദിവസം നീ ഉണ്ടാക്കിയിട്ട് ബിരിയാണി എനിക്ക് തിന്നണം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. അങ്ങനെ മലയാളികളുടെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അത് പറഞ്ഞ് ഞാൻ മോന്റെ വിസ തരുവട്ടെ, അത് എഴുതി കൊടുത്തിട്ട് അത് പാസ്സായി കഴിഞ്ഞാൽ നമുക്കത് കിട്ടും, അത് എടുത്തു തരാം എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ കയറി പോകാനിടയായി. അപ്പോഴത്തേനും നമ്മളെ സെക്ഷനിലുള്ള എല്ലാവരും വിചാരിക്കുന്നത് ഞങ്ങളെ രണ്ടുപേരും ഫയർ ചെയ്യാനാണ് വന്നത്. പക്ഷെ ആ മനുഷ്യനൊന്നും പറയാനിടയായില്ല. ദൈവം ആ മനുഷ്യന് ഞങ്ങളോട് കൃപ തോന്നുമാറാക്കി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അവന് വേണ്ടി 2 മാസം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ കയറിപ്പോയി. പിന്നെ ആ വിസ തന്നു. അവൻ തിരിച്ച് ആ കമ്പനിയിൽ തന്നെ വരുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. എല്ലാ ദിവസവും സുവിശേഷം പറയാൻ പോകും. ജോലി കഴിഞ്ഞ് വന്നാൽ സുവിശേഷം പറയാൻ പോകും.
അങ്ങനെ അവൻ അങ്ങനെ ജീവിക്കുന്നുണ്ടെന്ന് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഭയങ്കര കംപ്ലൈന്റ് ചെയ്യുന്നവരായിരുന്നു. അങ്ങനെ കംപ്ലൈന്റ് ചെന്നപ്പോൾ അവരൊരു ദിവസം എന്നെ വിളിച്ച് ഈ പേഴ്സണൽ മാനേജരും GM കമ്പനിയുടെ ഉടമയാണ്. അതിനെല്ലാവർക്കും പേടിയാണ്, അയാളോട് ആരും മിണ്ടാനൊന്നും നിൽക്കത്തില്ല. ആ 2 പുള്ളിയും കൂടെയാണ് എന്നെ വിളിച്ചേക്കുന്നത്. ഞാൻ ചെന്നു, എന്നോട് ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ഇരുന്നില്ല. GM അവിടെ നിൽക്കുന്നു, പേഴ്സണൽ മാനേജർ ഇരിക്കുന്നു. അപ്പൊ കുറെ പറഞ്ഞു എന്നോട് പേഴ്സണൽ മാനേജർ ഇരിക്കുന്നു. ഞാൻ ഇരുന്നില്ല, GM അവിടെ നിൽക്കല്ലേ, അതുകൊണ്ട് ഞാൻ ഇരുന്നില്ല. അപ്പൊ ഞാൻ താങ്ക് യു സാറേ, എനിക്ക് ഇരിക്കേണ്ടാവുന്നു. അങ്ങനെ എന്നോട് ഇതിനെ പറ്റി ഭയങ്കര കംപ്ലൈന്റ് ആണല്ലോ കേൾക്കുന്നത്. ഞാൻ എന്താന്ന് വെച്ചാൽ നീ എല്ലാവരെയും പള്ളിയിൽ വിളിച്ചിട്ടോളൂ, മുസ്ലിങ്ങളെയൊക്കെ പള്ളിയിൽ. ഞാൻ ഒരു മുസ്ലിങ്ങളെ ഞാൻ വിളിക്കാറില്ല പള്ളിയിൽ പോകും. പിന്നെ നമ്മളെ അക്കോമഡേഷനിൽ കള്ളു കുടിച്ച് ഭയങ്കര പ്രശ്നങ്ങളായി നടക്കുന്ന ഹിന്ദുക്കള് മറ്റു ക്രിസ്ത്യൻ ആൾക്കാരൊക്കെ ഉണ്ട്. അവരെ ഞാൻ പറയാറുണ്ട്, നല്ല ഉപദേശം കൊടുക്കാറുണ്ട്. എന്ത് ചെയ്യാൻ നിങ്ങളെ വെള്ളിയാഴ്ചയൊക്കെ അങ്ങനെ അവിടെ റൂമിൽ കിടക്കുന്നു, ചർച്ചിൽ പോവാം എന്ന് പറയാറുണ്ട്. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഈ മുസ്ലിങ്ങൾ ആരെയും ഞാൻ വിളിച്ചിട്ടില്ല. അങ്ങനെ ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ കാര്യങ്ങൾ ചോദിക്കാനിടയായി എന്നോട്. നീ അവിടെ സെക്ഷനിൽ ഇരുന്നു ജോലി സമയത്തൊക്കെ ബൈബിൾ വായിക്കുന്നു എന്നൊക്കെ പറയാൻ. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരിക്കലും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഉപവാസം എടുക്കുന്ന ദിവസങ്ങൾ ഞാൻ ഭക്ഷണം കൊണ്ടുവരാറില്ല. ആ ദിവസങ്ങൾ ഞാൻ ഉച്ചയ്ക്ക് ഇരുന്ന് കുറച്ച് ബൈബിൾ വായിച്ചിട്ട് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഉപവാസം എടുക്കുന്ന ദിവസങ്ങളിൽ മാത്രം ഞാൻ അവിടെ ഇരുന്ന് കുറച്ചു നേരം ബൈബിൾ വായിക്കാൻ പ്രാർത്ഥിക്കും. അല്ലാതെ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല സാർ എന്ന് പറയാനിടയിൽ. സ്തോത്രം. അങ്ങനെ കുറച്ച് എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു ഇവരെന്നെ പറഞ്ഞു വിട്ടു. അപ്പൊ സെക്രട്ടറി അവിടെ ഇരിക്കുന്നുണ്ട്. സെക്രട്ടറി പോയപ്പോ തന്നെ ഞാൻ വന്നപ്പോ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കെയർഫുൾ ആയിട്ട് സംസാരിക്കണേന്നു. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പൊ തിരിച്ചു പോയപ്പോ തിരിച്ചു പോയപ്പോ സെക്രട്ടറി എന്നോട് പറഞ്ഞ്, നിനക്ക് ടെർമിനേഷൻ ലെറ്റർ അടിച്ചു വെച്ചിരുന്നാണ്, സൈൻ ചെയ്തിട്ടുണ്ടായില്ല, പക്ഷെ ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട്, എന്നോട് അടിക്കാൻ പറഞ്ഞു. അങ്ങനെ അടിച്ചു വെച്ചിരുന്ന അങ്ങനെ ആ ടെർമിനേഷൻ ലെറ്റർ എനിക്ക് തരാനിടയായില്ല. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ കാര്യങ്ങൾ പറഞ്ഞു, അവര് സത്യം പോലെയൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ ഒരു ദിവസം ആ മാനേജർ ഇറങ്ങി വന്നപ്പോ ഞാൻ ബൈബിൾ വായിച്ചിരിക്കുകയാണ് ഉച്ചയ്ക്ക്. അപ്പൊ ഞാൻ എഴുന്നേറ്റ് ഇരുന്നോ, നീ വായിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ഉള്ള ഇതൊക്കെ നമ്മളെ കമ്പനിയിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ വേറൊരു ഫിലിപ്പൈനി ചെറുക്കനോട് ഞാൻ സുവിശേഷം പറഞ്ഞപ്പോൾ അവനിന്ന് പിശാച് പുറത്ത് ചാടാനിടയായി. അവർ വലിയ പ്രശ്നം ഉണ്ടാക്കി. അപ്പൊ എല്ലാവരും എന്നെ വടക്ക് പറഞ്ഞു, ഇതിന് അവനോട് സുവിശേഷം പറയുന്നു. പക്ഷെ അവനെ ഞാൻ ചർച്ചിൽ കൊണ്ടുപോകാനിടയായി. ഞങ്ങളെ ചർച്ചിൽ കൊണ്ടുപോയി. അങ്ങനെ അവന് വേണ്ടി പാസ്റ്റൊക്കെ പ്രാർത്ഥിച്ചു. അങ്ങനെ അവനൊരു വിടുതൽ കിട്ടാനിടയായി. ദൈവത്തിന് സ്തോത്രം. പിന്നെ അവൻ അവന്റെ നാട്ടിൽ പോയി. പാസ്റ്റർ പറഞ്ഞോട് നീ ഇന്ന് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ചർച്ചിൽ പോകണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ദൈവം കമ്പനിയിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ഇത്രയും കാലം ഞങ്ങൾ ആ ചർച്ച് കോയിൽ ഞങ്ങൾ നിന്നപ്പോ എല്ലാ ദിവസവും സുവിശേഷം പറയാൻ പോകും, എല്ലാ മീറ്റിങ്ങുകൾക്കും പോകും. ദൈവത്തിന് സ്തോത്രം. ദൈവം അത്ഭുതമായി ഞങ്ങൾ നടത്തി. അങ്ങനെ 2009 എന്റെ വിസ എന്റെ ജോലി പോകാനിടയായി. ദൈവത്തിന് സ്തോത്രം. എല്ലാ ലേഡീസിനെയും ടെർമിനേറ്റ് ചെയ്തു കമ്പനിയിൽ നിന്ന്. അപ്പൊ എന്നെയും ടെർമിനേറ്റ് ചെയ്തു. ആ സമയത്ത് എനിക്ക് പിന്നെ കുറെ നാൾ വിസ തീർന്നു. ഒരു കമ്പനിയിൽ വിസ അടിക്കാൻ കൊടുത്തിട്ട് അവരടിച്ചതുമില്ല. അങ്ങനെയുള്ള പ്രശ്നത്തിൽ ഞാൻ കുറച്ചു നാൾ അവിടെ നാട്ടിൽ വരാൻ കഴിയാതെ ഗൾഫിൽ നിൽക്കേണ്ടി വന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഉള്ള പ്രശ്നങ്ങളിൽ കൂടെ കടന്നുപോയെങ്കിലും കുവൈറ്റിൽ ഓരോ ദിവസവും വിസയില്ലെങ്കിലും നടന്നുപോയി സുവിശേഷം അറിയിക്കാനിടയായി. എല്ലാ ഭവനത്തിലും കയറി സുവിശേഷം അറിയിക്കും, ആത്മാക്കൾ ഒടിക്കപ്പെടും. പിന്നെ നമ്മളെ വീട്ടിലാണെങ്കിലും ആര് വന്നാലും നമ്മളെ വീട്ടിലാണ് വരിക. ചർച്ചിലൊരു പുതിയ ആൾക്കാർ വന്നാലും സാധാരണ സിസ്റ്റർമാര് ബ്രദർമാരൊക്കെ വന്നാലും ഞങ്ങളെ വീട്ടിലാണ് വരിക. ഞങ്ങൾ അവരെ ക്ഷണിക്കും. അങ്ങനെ അനേകം നമ്മളെ കുടുംബത്തിൽ വന്ന് അവരുടെ കാര്യങ്ങൾ നമുക്കൊന്നും ഇല്ലെങ്കിലും ദൈവം നമുക്ക് തരുന്നതിനോ ഉപയോഗിച്ച് അവരെ സഹായിക്കാനും അവർക്ക് ജോലി മേടിച്ചു കൊടുക്കാനും അവരെ രക്ഷയിലേക്ക് കൊണ്ടുവരാനും ഒക്കെ ഇടയാക്കിയിട്ടുണ്ട്. പറ്റിച്ചു പോയാലും പോയുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ദൈവം നമ്മളുടെ ദേശത്ത് ചെയ്തു അത്ഭുതകരമായ വിടുതലുകൾ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ ഞാൻ ഫ്ലാറ്റൊക്കെ എടുത്ത് താമസിക്കുമ്പോൾ ഞങ്ങളെ വാടകയെല്ലാം കയ്യിൽ നിന്ന് കുറേ പോയിക്കൊണ്ടിരിക്കും. ഒത്തിരി ആൾക്കാർ നമ്മളെ പറ്റിക്കും, പൈസ തരത്തില്ല, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. വാടക തരത്തില്ല, ഭക്ഷണത്തിന്റെ പൈസ തരത്തില്ല, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളോടെ കടന്നുപോയപ്പോൾ ഞങ്ങൾ ഫ്ലാറ്റ് വിടാനിടയായി. ഞാൻ ഫ്ലാറ്റ് വിട്ടപ്പോൾ ഞങ്ങളെ ചർച്ചിൽ ഒരു സിസ്റ്റർ പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ചെയ്യും, ഇങ്ങോട്ട് പോരെ, ഞങ്ങളെ വീട്ടിൽ വന്ന് താമസിച്ചു. അവിടെ ഒരു ഹാളിൽ പാർട്ടിഷൻ ചെയ്ത റൂമിൽ ഫ്രീ ആയി കിടക്കുന്നു. ഞാൻ അവരെ വീട്ടിൽ പോയി താമസിക്കാനായി. പൈസ ഒന്നും കൊടുക്കണ്ട, അവിടെ ഞാൻ ജോലി ഇല്ലാതിരിക്കുന്ന സമയത്ത് അങ്ങനെ അവിടെ താമസിക്കാനിടയായി. അവിടെ ചെറിയ കുട്ടിന്
അപ്പൊ അവള് കുറച്ച് മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടിയാണ്. അവളെ ഒന്ന് നോക്കാനും ഒന്ന് താഴെ സ്കൂളിൽ വിടാനും ഒക്കെ ദൈവം അങ്ങനെ അവരെ വീട്ടിൽ ഞങ്ങൾ കുറച്ച് നാൾ നിൽക്കാനിടയായി. അവർ വലിയൊരു സാക്ഷിയുള്ള കുടുംബമാണ്. അങ്ങനത്തെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ദൈവം അവർ വിടിവിച്ചതാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ ഒരു ദർശനം കാണാണ്. ഈ കൊച്ചിനെ പറ്റി ഒരു ദർശനം കണ്ടു. അപ്പൊ ഞാൻ അവളെ അമ്മോട് പറഞ്ഞു അത് ഇപ്പോഴൊന്നല്ല ചേച്ചി, അവൾക്ക് ഒരു 7 വയസ്സല്ലേ ആയിട്ടുള്ളൂ, 10 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും. പക്ഷെ അല്ല, ദിവസങ്ങൾ കഴിഞ്ഞപ്പോ തന്നെ അത് സംഭവിക്കാനിടയായി. അങ്ങനെ ആ കുഞ്ഞ് ഇങ്ങനെ ആ കാര്യം അതുപോലെ സംഭവിച്ചു. അത് കഴിഞ്ഞ് ഞാനൊരു ദർശനം കാണാൻ അവർക്കൊരു മകനെ ദൈവം കൊടുക്കുന്നതായിട്ട് ദൈവം എനിക്കൊരു ദർശനം കാണിച്ചു. ഞാൻ അസിസ്റ്റന്റ് പറഞ്ഞു, ഒരു മോനെ തരാൻ പോണ്ടിട്ടാ ദൈവം എന്ന് പറഞ്ഞു. സ്തോത്രം. അതുപോലെ തന്നെ ഞങ്ങൾ രാത്രി സമയത്ത് വന്നിരുന്ന് പ്രാർത്ഥിക്കും. എന്റെ മോനും വന്നു. ഞങ്ങളെല്ലാരും ആ വീട്ടിലുള്ള ബ്രദറും സിസ്റ്ററും ഞങ്ങളെല്ലാരും കൂടെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്റെ മോനും ഇങ്ങനെ ദൈവം ഇടപെട്ടിട്ടാവാൻ പറഞ്ഞു, നീ സന്തോഷിത്തുള്ളുന്ന ഒരു മകനെ ദൈവം നിനക്ക് തരാൻ പോകുന്നു. എന്റെ മോനും ആലോചന പറഞ്ഞു. അതേപോലെ തന്നെ ആ സിസ്റ്ററിന് ദൈവം ഒരു മകനെ കൊടുത്തു. കാരണം അവരുടെ ഭർത്താവ് വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനിൽ മരിച്ചുപോയ ഒരാളാണ്. വലിയ സാക്ഷിയുള്ള ഒരു കുടുംബമാണ്. എന്നിട്ട് ആൾക്ക് എഴുന്നേറ്റാൽ നടക്കാനും ചൊല്ലി നേരം നടക്കാനൊന്നും വയ്യാത്ത ഒരാളാണ്. തളർന്നു പോയ ആളാണ്. ഹല്ലേലൂയ. അങ്ങനത്തെ കുട്ടികളുണ്ടാവുന്നൊന്നും നമ്മൾ ഒരിക്കലും ചിന്തിക്കത്തില്ല. നമ്മൾ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറയത്തില്ല അത്. പക്ഷെ അത്ഭുതം സംഭവിച്ച അവർക്ക് മോനെ കൊടുത്തു. അങ്ങനെ മൂത്ത കുട്ടി ചെറിയ പ്രശ്നമുള്ള കുട്ടിയായിരുന്നു. അങ്ങനെ അവർക്ക് ദൈവം ഒരു മോനെ കൊടുത്തു. അങ്ങനെ ഞാൻ അവിടെ നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെ ദൈവം ദർശനങ്ങൾ തന്നു. അതുപോലെ സംഭവിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ എന്നെ ചില കാര്യത്തിലൊക്കെ എന്നെ പിന്നോട്ട് വലിക്കുന്നു. ചില കാര്യങ്ങൾ നമുക്ക് ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമോ, അങ്ങനെയുള്ള ഒരു സംശയം കൊണ്ടുവന്നു എന്റെ ജീവിതത്തിൽ വളരെ പിന്നോക്കം പോകാനിടയായി. കൃപയെന്ന് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഒരു ദിവസം ദൈവം എനിക്ക് ദർശനം തന്നെയാണ്. എന്നെ പച്ച സാരി ഉടുപ്പിക്കുന്നു, കസവക്കുള്ള സാരി ഉടുപ്പിക്കുന്നു, എനിക്ക് വളയിടുന്നു, മാലയിടുന്നു, ഇങ്ങനെയൊക്കെ അങ്ങനെ അപ്പൊ ഒരു പാട്ടും അതിനൊപ്പം പാടുകയാണ്. സ്തോത്രം. അതുപോലെ ചില പാട്ടുകളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. എനിക്ക് പാടാൻ കഴിവില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ അതുകൊണ്ട് ആ പാട്ടുകളൊക്കെ എന്നെ ബുക്കിൽ എഴുതി വെച്ചോണ്ടിരുന്നു. പലരും ആ പാട്ടെടുത്ത് നോക്കിയിട്ട് പറയും, ഇത് പാടാനും ഇതിന്റെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആരെങ്കിലൊക്കെ ചേച്ചിക്ക് കൂട്ടി വരുത്തി തരും എന്ന് പറയുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ദൈവത്തിലല്ലാത്ത കാലത്ത് കഥകളും പാട്ടുകളൊക്കെ എഴുതുമായിരുന്നു, പദ്യങ്ങള്. അങ്ങനെയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇത്രത്തോളം ദൈവം നടത്തി. ദൈവത്തിന് സ്തോത്രം. അത്ഭുതമായി ഞാൻ പിന്നെ 2016 ലാസ്റ്റ് ഡിസംബർ ആയപ്പോഴത്തേനും നാട്ടിലേക്ക് കടന്നു പോരാൻ കുവൈറ്റ് ദേശത്തൊന്നും അങ്ങനെ നാട്ടിൽ വരുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. നാട്ടിൽ വന്ന ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, നാട്ടില് പ്രാർത്ഥന തുടങ്ങണം, വീട്ടിൽ പ്രാർത്ഥന തുടങ്ങണം, എന്റെ ജനത്തെയൊക്കെ നേടണം. ഒരു പ്രാവശ്യം വീട്ടിൽ പ്രാർത്ഥനയൊക്കെ വെച്ചു. അനേകം കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചവരൊക്കെ ഉണ്ട്. പക്ഷെ ഒരു പ്രാർത്ഥന തുടർന്ന് കൊണ്ടുപോകാൻ കഴിയാത്തതുകൊണ്ട് അവരൊക്കെയും വീണ്ടും പഴയ വിശ്വാസത്തിൽ തന്നെ നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞാൻ ഈ 2014 ലാസ്റ്റ് ഡിസംബറിലാണ് വരുന്നത്. ഞാൻ പ്രാർത്ഥന തുടങ്ങണം വീട്ടില്. പക്ഷെ വന്ന് ഒരു 2 മാസം എനിക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ എല്ലാവരായിട്ടും ഒത്തിരി ഇടപെടാനിടയായി. അതായത് എന്റെ ജീവിതത്തിൽ കാരണം 10 വർഷം ഞാൻ നാട്ടിൽ വരണം ഈ വിസയുടെ പ്രശ്നം കൊണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ നാട്ടിൽ വന്ന് തുടങ്ങി. എനിക്ക് പ്രത്യേകമായിട്ട് ഒരു പനി വരാൻ തുടങ്ങി, കാലിൽ നീരിറങ്ങാൻ തുടങ്ങി. അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. പനി വരും, ഒരു ദിവസമൊക്കെ പനിച്ച് കിടക്കും, കാലിൽ നീരിറങ്ങും. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. 9 വർഷമായിട്ട് ഇത് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദൈവം അതിൽ നിന്ന് വിടിയിക്കുന്ന പാട്ടുണ്ട്. കുറെ പിള്ളേർ സമ്മതിക്കാതെ 2 വർഷം മരുന്ന് കഴിച്ചു. പക്ഷെ ഒരു രക്ഷയില്ല. ഡോക്ടർ പറഞ്ഞ ഇതിനൊന്നും മരുന്നില്ല, കാല് മേലോട്ട് വെച്ച് കിടക്കുക, നീരിറങ്ങാതിരിക്കാനും കാലിൽ നിന്ന് വെള്ളം പോകാതിരിക്കാനും കാല് മേലോട്ട് വെച്ച് റെസ്റ്റ് എടുത്ത് കിടക്കുക, അത്രേ ഉള്ളൂ കാര്യം. മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല. ദൈവം തന്നെ വിടിവിക്കണം. ദൈവത്തിന് സ്തോത്രം. എന്റെ ശരീരത്തിലൊന്നും അങ്ങനത്തെ ഒരു രോഗങ്ങളും ഉണ്ടായിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഞാൻ വിശ്വാസത്തിൽ പോകുന്ന സമയത്ത് എന്റെ കാലിന് മുട്ടിൽ നീരുണ്ടായിരുന്നു, സ്റ്റെപ്പ് കയറാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എന്നാൽ ആദ്യത്തെ ദിവസം പോയി ചർച്ചിൽ മുട്ട് മടക്കിയപ്പോ തന്നെ ആ മുട്ടിലെ നീരും പോയി, ആ കാലിന്റെ വേദനയും പോയി. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ മുട്ടിന് പിന്നെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. അല്ലാതെ വേറെ രോഗങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. 2002 എന്റെ തൊണ്ടയില് ഈ തൊണ്ടയ്ക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ 2002 ഈ 2 നമ്മളെ ടോൺസിലുകൾ 2 പൊട്ടിപ്പോകാനിടയായി. 2002 മുതൽ ഇത്രയും വർഷമായില്ലേ, 23 വർഷമായി ആ ടോൺസിൽ പൊട്ടിപ്പോയിട്ട്. അതിനെ സംബന്ധിച്ച് എനിക്ക് തൊണ്ടയ്ക്ക് പാട്ടുപാടി ട്യൂൺ വരത്തില്ല, പുറത്ത് നല്ല ട്യൂണില്ല. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടല്ലാതെ എന്റെ ജീവിതത്തിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ആ ടോൺസിൽ അങ്ങനെ തന്നെ കിടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് സൗണ്ട് വല്ലാത്തൊരു മുഴക്കമാണ്. പിന്നെ ഇപ്പൊ ജലദോഷം കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. സ്തോത്രം. ഹല്ലേലൂയ. അത്രത്തോളം പറയാണ്. പിന്നെ ഇനി എന്തെങ്കിലുമൊക്കെ ഓർത്ത് പറയാനുണ്ടോ എന്ന് അറിയത്തില്ല. പാസ്റ്റർ ഞാൻ ഇവിടെ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയാം. പിന്നെ 2000
ഞാനിങ്ങനെ വിശ്വാസത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം എനിക്കൊരു ദർശനം തന്നു. ആ ദർശനം എന്ന് പറയുന്നത് എന്റെ ഭർത്താവ് സ്വന്തം വീട് ഇങ്ങനെ വീട്ടിലിറങ്ങി നിന്നിട്ട് പോകുന്നതായിട്ടാണ് കണ്ടത്. സ്വന്തം വീട് പൊളിച്ചു കളയുന്നതായിട്ട് ആ ദർശനം കണ്ടപ്പോഴേക്ക് എന്റെ മനസ്സിൽ തോന്നിയത് പുള്ളി തന്നെ നശിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ എന്റെ പാസ്റ്റർ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ദർശനം കണ്ടത്. പാസ്റ്റർ ഒന്നും മിണ്ടിയില്ല. അപ്പൊ പക്ഷെ എനിക്ക് അതിന്റെ അർത്ഥം മനസ്സിലായി. അത് കഴിഞ്ഞ് അപ്പൊ ഞാൻ ആദ്യമാണ് അന്ന് സ്നാനപ്പെട്ടിട്ടില്ല. എങ്കിലും എനിക്ക് അതിന്റെ അർത്ഥം ഉണ്ടാക്കിയിരുന്നു സ്വതം. അങ്ങനെ പിന്നെ സ്നാനപ്പെട്ടൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഭർത്താവിനെ വിടിവിക്കണം, മാനസാന്തരപ്പെടുത്തണം. അപ്പൊ ദൈവം എന്നോട് പറഞ്ഞു, ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, ആള് മരിച്ചുപോയി എന്ന് പറയാനിടയായി. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഞാനത് പിന്നെ വിശ്വസിക്കാണ്ട് പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭർത്താവിനെ രക്ഷിക്കണം, വിടിവിക്കണം, മടങ്ങി വരണം എന്നൊക്കെ പറഞ്ഞു. ദൈവം എന്റെ ചെവിട്ടത്ത് അടിക്കുന്ന പോലെ ഒരു വാക്കാണ് ഞാൻ കേട്ടത്. മരിച്ചുപോയി എന്ന് പറഞ്ഞില്ലേ, ഇനി ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട എന്ന് പറയും. ഇന്നും എന്റെ ചെവിട്ടിൽ മുടങ്ങുന്ന ശബ്ദമുണ്ട്. പിന്നെ ഞാൻ എന്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. ഭർത്താവ് മരിച്ചുപോയത് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇത്രയും വർഷമായിട്ട് ആള് തിരിച്ചു വന്നിട്ടില്ല. അല്ലെങ്കിൽ ആള് ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വന്ന് പോകും. അങ്ങനെ ആള് മരിച്ചുപോയതായി മനസ്സിലാക്കാനിടയിൽ. മറ്റുള്ളവർക്ക് ആർക്കും അറിയത്തില്ല, പക്ഷെ എനിക്കറിയാം എന്റെ ഹസ്ബൻഡ് മരിച്ചുപോയെന്ന്. അങ്ങനെ ആ ദർശനം, ആ ശബ്ദം ഇന്ന് എന്റെ ചെവി മുടങ്ങും. ഞാൻ ഓർക്കുമ്പോ നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടാണ് കർത്താവ് രണ്ടാമത് സംസാരിക്കുന്നത്. ആദ്യം വളരെ നന്നായിട്ട് സംസാരിച്ചു, രണ്ടാമത്തെ ദിവസം സംസാരിച്ച എന്റെ ചെവി അടിക്കുന്ന പോലെ ആ ശബ്ദം ഇപ്പോഴും എന്റെ ചെവിട്ടി മുഴങ്ങും ഇടയ്ക്ക്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അതെനിക്ക് ഭയങ്കര ഭയപ്പെടുന്ന ശബ്ദമായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ പ്രാർത്ഥിച്ചില്ല ആ മനുഷ്യന് വേണ്ടി. ആ മനുഷ്യൻ മരിച്ചുപോയെന്ന് തന്നെ മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. ഹലോ, കേൾക്കാം ആന്റി. കഴിഞ്ഞോ സാക്ഷ്യം കഴിഞ്ഞോ? സ്തോത്രം. ഇത്രത്തോളം ഇനി നാട്ടിൽ വന്ന് നിന്നപ്പോൾ ചില ആൾക്കാർ രക്ഷിക്കപ്പെട്ടതൊക്കെ ഉണ്ട്. ശരി ആന്റി. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിനായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്ത് ഇത്രയും സമയം ആൻറ്റിക്ക് സാക്ഷ്യം പറയാനൊക്കെ കർത്താവ് കൃപ ചെയ്തല്ലോ. പ്രത്യേകിച്ച് നെറ്റ്വർക്കിനൊക്കെ വലിയ വിഷയം ഉണ്ടായിരുന്നു. ആൻറ്റിയുടെ സൗണ്ട് ഒന്നും ക്ലിയർ അല്ല. എനിക്കറിയാം പ്രേക്ഷകർ ചിലപ്പം ഈ വീഡിയോ കണ്ടിട്ട് പറയും സൗണ്ട് ക്ലിയർ അല്ലെന്നൊക്കെ കമൻ്റ് ഇടും. പലപ്പോഴും നമ്മുടെ ഈ റെക്കോർഡിങ് നടക്കുമ്പോൾ നമ്മുടെ ഗസ്റ്റിൻ്റെ സ്ഥലത്ത് ചില ഏരിയയിലൊക്കെ നെറ്റ്വർക്ക് വീക്കായിരിക്കും. വൈഫൈ ഉപയോഗിച്ചാൽ തന്നെ ചിലപ്പം പ്രോപ്പറായിട്ട് കിട്ടത്തില്ല. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് നമുക്ക് പിന്നെ സൗണ്ട് ക്വാളിറ്റിയൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നത്. ആൻറ്റി ഇത്രയും നേരം സംസാരിച്ചു. ഞങ്ങൾ വീഡിയോ ഓഫ് ചെയ്ത് വെച്ചിരിക്കരുത്. ആൻറ്റിക്ക് ഞങ്ങളെ ഇപ്പോഴും കാണാൻ പറ്റത്തില്ല, കാരണം അതുപോലുള്ള നെറ്റ്വർക്ക് വീക്കാണ്. എന്നാലും ദൈവം സഹായിച്ചല്ലോ. പല പ്രാവശ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തൊക്കെയാണ് ഈ വീഡിയോ അവസാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയത്. പല പ്രാവശ്യം കറണ്ട് പോയി, പല തടസ്സങ്ങൾ വന്നു. പക്ഷേ അതെ, 3 മണിക്കൂർ എടുത്ത് നമ്മൾ ഇത്രയും റെക്കോർഡ് ചെയ്യാൻ. ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. ഇത്രയും പറയാൻ ദൈവം സഹായിച്ചല്ലോ. കർത്താവിൻ്റെ സ്തോത്രം. ആൻറ്റിക്ക് തന്നെ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, നല്ല കർത്താവേ, നല്ല പകൽക്കാലത്തിനായി നന്ദിയോടെ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, നാമത്തെ മഹത്വപ്പെടുത്തുന്നു. പിതാവേ, കർത്താവേ, ഇത്രത്തോളം സമയം ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി കർത്താവേ സ്തോത്രം അനുവസാക്ഷ്യം പങ്കുവെക്കുവാൻ സ്വർഗം സഹായിച്ച കൃപകൾക്കായ സ്തോത്രം ചെയ്യുന്ന കർത്താവേ സ്തുതിക്കുന്നപ്പാ. ഹല്ലേലൂയ. ഈ നല്ല അവസരത്തിന് ആ ജീവിതത്തിന് കൊള്ളാനും കൂടി നന്ദി അറിയിക്കുന്നപ്പാ. സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവേ. സ്തോത്രം കർത്താവേ. ഞങ്ങൾ പ്രേക്ഷകരെല്ലാം അവന്റെ കരങ്ങളിൽ തരികയാണ് കർത്താവേ. കേൾക്കുമ്പോൾ തന്നെ അവർക്ക് അതൊരു അനുഗ്രഹമായി മാറുവാൻ കർത്താവേ സ്വന്തമേ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ ഹൃദയങ്ങളെയും ദൈവം തുറന്നു കൊടുക്കണമേ കർത്താവേ. ദൈവരങ്ങൾ ഓരോരുത്തരെയും സമർപ്പിക്കുകയാണ് അപ്പാ കർത്താവേ. ഹല്ലേലൂയ. ബെനിപാസ്മൻ കർത്താവേ, ഹാലസാൻ ഈ ചാനലുമായി സ്തോത്രം ചെയ്യുന്നപ്പാ. വളരെയധികം കർത്താവേ അവരെയും അവരെ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്തോത്രം. എത്രത്തോളം സമയം ഈ അനുഭവസാക്ഷ്യം പങ്കുവെക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിച്ചുവല്ല കർത്താവേ. ഞങ്ങൾക്കൊന്നുമല്ലപ്പാ, അവിടുത്തെ കൃപ മാത്രമല്ല, എല്ലാ പോരാട്ടങ്ങൾ നടുവിൽ കർത്താവേ അവിടെ ഞങ്ങൾ ഇത്രത്തോളം പറയാൻ സഹായിച്ചുവല്ല കർത്താവേ. സ്തോത്രം. വളരെ പോരാട്ടങ്ങൾ നടുവിലാണ് ഞാൻ ഇതിനു വേണ്ടി എഴുന്നേൽക്കുന്നത്. ഹല്ലേലൂയ. 9 വർഷമായി എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ ഞാൻ ഫോണിലൂടെ മാത്രം ആരുടെയെങ്കിലും സംസാരിക്കുന്ന അവസ്ഥയിലായിരിക്കുന്നത് കർത്താവേ. അവിടുന്ന് മനസ്സറിയുമാറാകണമേ കർത്താവേ. വേഗത്തിൽ എഴുന്നേൽപ്പിക്കുമാറാകണമേ. എഴുന്നേറ്റ് പ്രകാശിക്കുന്നതിന്റെ പ്രകാശം വന്നിരിക്കുന്നതിനോട് പറഞ്ഞു കർത്താവേ. അതിന് മുഖാന്തരം ഇത്രത്തോളം പറയുവാൻ ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. ചാനലിൽ കടന്നു സാക്ഷ്യം പറയുവാൻ സഹായിച്ചതിന് ആ ജീവിതത്തിൽ പിന്നെയും നന്ദി പറയുന്നു കർത്താവ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ നാമത്തിൽ ഈ ചാനലിനെയും കുടുംബത്തെയും കർത്താവ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ
എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുമോനെ ഞങ്ങളെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. ആമേൻ, ആമേൻ, സ്തോത്രം. ആമേൻ, ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ, സഹവാസം, കാവൽ നാം എല്ലാവരുടെ മേലും പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേൽ പ്രത്യേകമായി പ്രിയ മല്ലിക സിസ്റ്റർ, തൻ്റെ കുടുംബം, തൻ്റെ പ്രിയമുള്ളവർ, എല്ലാ പ്രേക്ഷകരുടെ മേലും ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. താങ്ക് യു ആൻറ്റി. ഇത്രയും സമയങ്ങൾ ഞങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്തതിൽ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് സഹായിക്കട്ടെ. ഈ സാക്ഷ്യം അനേകർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഫോർ വാച്ചിങ്.